Hello dears, good evening. Welcome back to Xylem Learning. So എല്ലാവരും എക്സാമിന്റെ ഒക്കെ ടെൻഷനിലും പ്രിപ്പറേഷനിലും ഒക്കെ ആയിരിക്കും. ഇനി ഒന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. Xylem നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. സോ 5th ആണ് നമുക്ക് എക്സാം വരുന്നത്. ഇന്ന് നമ്മൾ 13 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് അതിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് വൺ മോർ പോയിന്റ്, നമ്മളെ ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ആൾക്കാർ അതിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് പറ്റി, മോഡൽ എക്സാമിനൊക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെ ഷോർട്സ്, സോ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഷോർട്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 1 മാർക്കിന്റെ ചെറിയ ചെറിയ ഷോർട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അത് നിങ്ങൾ അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക, ആ ഒരു മോഡൽ എന്താണെന്ന് മനസ്സിലാക്കുക. സോ അത്തരത്തിൽ നമുക്ക് എക്സാമിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും റെഡിയാണോ? സോ നമ്മളൊക്കെ അറിയാം, നമുക്ക് 13 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളുടെ വരുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. കോറിലേഷൻ അനാലിസിസ് ബേസിക്കലി എത്ര ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ മെഷേഴ്സ്, സ്കാറ്റർ ഡയഗ്രാം എന്താണ്, ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. സോ ഫസ്റ്റ്, എന്താണ് നമ്മളുടെ കോറിലേഷൻ? ഇപ്പൊ 2 വേരിയബിൾസ് എക്സ് വൈ, ഏതെങ്കിലും ഒരു 2 വേരിയബിൾസ്, ഒരാള് ഒരു എക്സ് ഉണ്ട് ആൻഡ് ഒരു വൈ ഉണ്ട്. സോ ഇവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡിഗ്രി എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത് നമ്മളുടെ കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, നമ്മളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഹൈറ്റ് ഒരു വേരിയബിൾ ആണ്, വെയിറ്റ് മറ്റൊരു വേരിയബിൾ ആണ്. സോ ഇവിടെ നോക്കിയാൽ കാണാം ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ടൈം സ്പെൻഡ് വാച്ചിങ് TV വേഴ്സസ് എക്സാം സ്കോർസ്. സോ എത്രയാണ് നമ്മളുടെ ടൈം നമ്മൾ TV കാണുന്ന സമയം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ സ്നാപ്ചാറ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം, നമുക്കിനിയിപ്പം പബ്ലിക് എക്സാമിന്റെ മാർക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇതൊക്കെ എന്താണ്? കോറിലേഷൻ അനാലിസിസ് ആണ്. സോ ഹായ്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഗൗരി, ഭരത്, അമൃത, ഹായ്, ഫസ്ന, നിസാർ. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരുടെ അടുത്തും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ്, കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് കോവേരിയേഷൻ, എത്രത്തോളം വേരിയേഷൻ വ്യത്യാസം ഈ വേരിയബിൾസ് തമ്മിലുണ്ട് എന്നതുകൂടെ നമുക്ക് ഈ ഒരു കോറിലേഷൻ അനാലിസിസ് വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഹായ് റാസി, ഹലോ. സോ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് എന്താണ്? സീറോ കോറിലേഷൻ. സോ ഇത്തരത്തിൽ 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് ഉള്ളത്. ഹായ് വസിഹ, ഹായ്. സോ പോസിറ്റീവില് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കോറിലേഷൻ നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അവരുടെ റിലേഷൻ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ, ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ മറ്റേ വേരിയബിളും ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എന്താ മറ്റേ വേരിയബിളും ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവര് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. The variables x and y move in same direction. For example, use of fertilizer and yield of crop. അതായത് ഇപ്പം നമ്മളുടെ ഫെർട്ടിലൈസർ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നല്ലൊരു വിളവും നമുക്ക് അവിടെ കിട്ടും. ഇനി നെക്സ്റ്റ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അവർ എന്താണ്? സെയിം ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ബോഡി വെയിറ്റ് എന്നാൽ കൂടുതലായിരിക്കും. കാരണം എന്താ? ബോൺ വെയിറ്റ് ഉണ്ടായിരിക്കും. സോ ബോൺ വെയിറ്റ് കൂടുതലായിരിക്കും. സോ ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളുടെ ഒരു ഡയഗ്രാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാറ്റർ ഡയഗ്രാം. അഥവാ സ്കാറ്റർ പ്ലോട്ട്. ഈ സ്കാറ്റർ പ്ലോട്ട് ഒക്കെ +1 നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. സോ ഇവിടെ നമുക്ക് ഇവിടെ സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ഇരിക്കുന്നതെങ്കിൽ, അതായത് എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ എന്താണ്? കൂടി വരികയാണ്. സോ നമുക്ക് പറയാം ഇതെന്താണ്? പോസിറ്റീവ് കോറിലേഷനിലാണെന്ന് പറയാം. സോ ഒരൊറ്റ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മളുടെ നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷനിൽ എന്താണ്? ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അവർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എക്സ് കൂടുകയാണെങ്കിൽ അപ്പോൾ വൈ എന്താക്കും? വൈക്ക് അത് ഇഷ്ടപ്പെടില്ല, വൈ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് പോകും. സോ ഇവിടെ ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ.
ഫോർ എക്സാമ്പിൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഡിസ്റ്റൻസ് ഫ്രം സോഴ്സ്, പ്രഷർ ആൻഡ് വോളിയം. ഇതൊക്കെ ഏതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് അതിന്റെ സ്കാറ്റർ ഡയഗ്രാം വരുന്നത്. ഇവിടെ എക്സ് എന്താണ് കൂടിയാണ് വരുന്നത്, പക്ഷെ വൈ അതെന്താണ് കുറഞ്ഞാണ് വരുന്നത്. സോ ഒരാൾ കൂടുന്നു, മറ്റേ ആൾ കുറഞ്ഞു വരുന്നു. സോ ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, നോ കോറിലേഷൻ. രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇവർ രണ്ടാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതാണ് നമ്മൾ സീറോ കോറിലേഷൻ അഥവാ നോ കോറിലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ എക്സിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, വൈക്ക് അനുസരിച്ച് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇവർ തമ്മിൽ ഒരു റിലേഷൻ, ഇവർ കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് സ്കോർസ് ഇൻ ആൻ എക്സാം, ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നോ കോറിലേഷൻ അഥവാ സീറോ കോറിലേഷന്റെ എക്സാമ്പിൾ ആണ്. സോ നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ ഗ്രാഫുകൾ വെച്ചിട്ടും നമുക്ക് എന്താണ് നമ്മളുടെ കോറിലേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. കോറിലേഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി മെത്തേഡ് എന്ത്? ഈ പോസിറ്റീവ്, നെഗറ്റീവ്, നോ കോറിലേഷൻ്റെ ഒക്കെ ഗ്രാഫുകൾ. സോ സ്കാറ്റർ ഡയഗ്രാം വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് അവർ ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നോ കോറിലേഷൻ ആണ്. ഇനി ഇതിൽ നമുക്ക് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കോറിലേഷൻ ആണുള്ളത് എന്നതിനെ പറ്റി നമുക്ക് അറിയില്ല. അതായത് എത്ര ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ തമ്മിൽ എത്രത്തോളം സ്ട്രോങ് ബോണ്ട് ആണുള്ളത് അല്ലെങ്കിൽ എത്ര വീക്ക് ബോണ്ട് ആണുള്ളത്. ഇങ്ങനെ കുത്തുകൂത്തിട്ടാൽ ഓക്കെ ഫൈൻ, പോസിറ്റീവ് കോറിലേഷൻ ആണ്. പക്ഷെ അവർ തമ്മിൽ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വീക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയണമല്ലോ. അതിനാണ് നമ്മളെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വരുന്നത്. അതിൽ നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉണ്ട്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റും ഉണ്ട്. കാൾ പിയേഴ്സൺ ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ ആർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. It is a method for measuring the magnitude of linear relationship between two variable. മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ഗ്രാഫിക്കലി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തരാൻ പോവാണ്. ഇപ്പം ഹൈറ്റും വെയിറ്റും അവർ തമ്മിൽ എത്രത്തോളം ക്ലോസ് ആണ് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു നമ്പർ തരാൻ വേണ്ടി പോവാണ്. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവർ എത്രത്തോളം സ്ട്രോങ്ലി കോറിലേറ്റഡ് ആണ്, എത്ര അടിപൊളി റിലേഷൻ ആണ് അവർ തമ്മിലുള്ളത് എന്ന് നമുക്ക് ഒരു നമ്പർ വെച്ച് പറയാൻ വേണ്ടി പറ്റും. അതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇക്വേഷൻ വരുന്നത് കോവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഇക്വേഷനും കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് വരുന്ന ഇക്വേഷൻ ആണ് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ആറിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെ ഇടയിലാണ്. ഇത് നമ്മളുടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി നെക്സ്റ്റ് നമ്മളുടെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇപ്പൊ ആറിന് ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂ എന്താണ് എന്ന് നമുക്ക് അറിയണമല്ലോ. എന്നത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ അതിനെ പറ്റിയിട്ട് എന്താണ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. സോ 6+1 കൃത്യമായിട്ട് +1 എന്ന് വരികയാണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ്. ഇനി R=-1 എന്ന് വരികയാണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ്. മോഡൽ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ. ഇനി R=0 ആണെങ്കിൽ നോ കോറിലേഷൻ അഥവാ സീറോ കോറിലേഷൻ. ഇനി 0ന്റെയും 1ന്റെ ഇടയിലാണെങ്കിൽ അപ്പൊ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയതുകൊണ്ട് എന്താ പോസിറ്റീവ് കോറിലേഷൻ. ഇനി -1ന്റെയും 0ന്റെ ഇടയിലാണെങ്കിൽ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ -0.45. ഇത് എന്ത് കോറിലേഷനാ ഫോളോ ചെയ്യുന്നത്? അല്ല ഗൗരി, നമ്മൾ ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻസും ചെയ്തു പോകുന്നുണ്ട്. ആദ്യം കോൺസെപ്റ്റ്സ് ഒന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ നേരെ ക്വസ്റ്റ്യൻസിലേക്കായിരിക്കും. ഇപ്പൊ R=-0.45 അത് എന്ത് കോറിലേഷൻ ആണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? എന്ത് കോറിലേഷൻ ആണ്? ഇതെന്താ ഏത് റേഞ്ചിലാണ് വരുന്നത്? 0ന്റെയും 1ന്റെയും ഇടയിലാണ്. സോറി -1ന്റെയും 0ന്റെ ഇടയിലാണ്. സോ ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്? യെസ്, നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. യെസ് വാസിക, യെസ് കറക്റ്റ് ആൻസർ. നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ ആണ്. മൈനസ് അല്ലേ വരുന്നത്? മൈനസ് വാല്യൂ ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ. ഇനി പ്ലസ് ആണെങ്കിലോ R=0.75 എന്നാണെങ്കിലോ അപ്പൊ എവിടെ 0ന്റെയും 1ന്റെ ഇടയിലാണ്, പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. യെസ് ഐശ്വര്യ, മിനി, യെസ് സ്നേഹ, അബ്ദു, കുറെ ആൾക്കാരെ കറക്റ്റ് ആൻസർ പറഞ്ഞു. സോ വെരി ഗുഡ്. ഈ നെക്സ്റ്റ് സ്പിയർമാന്റെ കേസിലാണെങ്കിൽ
അത് ആട്രിബ്യൂട്ട്സ് ലൈക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, നമ്മളുടെ എഫിഷ്യൻസി, ഓണസ്റ്റി, ഇന്റലിജൻസ്, ഇത്തരത്തിൽ ആൾക്കാരാണ് നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. റാങ്കുകളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, വാല്യൂസിന് പകരം റാങ്കുകളാണ് തരുന്നതെങ്കിൽ നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യാം. റോ യൂസ് ചെയ്താൽ ഡിനോട്ട് ചെയ്യുന്ന 1 - 6 sigma d square divided by n into n square minus 1. അതാണ് എന്ത് നമ്മളെ റോന്റെ ഇക്വേഷൻ. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ആണ്. ഇപ്പോൾ 2 റാങ്കുകൾ ഉണ്ടെങ്കിൽ, അതായത് R1 R2 2 റാങ്കുകളാണ് ഉള്ളതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡി എന്ന് പറയുന്നത് R1 - R2, 2 റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇനി റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതായത് ഒരേ റാങ്കിനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇക്വേഷൻ വരുന്നത് ഒരു കറക്ഷൻ ഫാക്ടർ കൂടി ഉണ്ടാവും. കറക്ഷൻ ഫാക്ടർ ആരാണ്? സിഗ്മ m³ - m/12 ആണ്. സോ ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്കാണ് വരുന്നത്. സോ എല്ലാവരും റെഡി ആണോ? ആൻസർ എന്താണെന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണോ? ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ആൻസേഴ്സിലേക്ക് നേരെ നിങ്ങൾ വന്നോ. എന്തായാലും ആൻസേഴ്സ് നേരെ നിങ്ങൾ കമന്റ് ചെയ്തോ, പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യണേ. സോ ഫസ്റ്റ് നമ്മളുടെ കറക്റ്റ് ആൻസർ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരാണ് പോസിറ്റീവ് കോറിലേഷൻ ഫോളോ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ആരാണ് ഫോളോ ചെയ്യുന്നത്. യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് yield ഓഫ് ക്രോപ്പ്. നമ്മളെ ഫെർട്ടിലൈസർ യൂസ് കൂടുന്നതിനനുസരിച്ച് എന്താ നമ്മളെ കൃഷി എന്നുള്ള റിസൾട്ട് എന്താ കൂടുതൽ തന്നെയായിരിക്കും. സോ അതാണ് എന്ത് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ് ആണെങ്കിൽ അത് എന്തിന്റെ എക്സാമ്പിളാ? ഹൈറ്റ് ആൻഡ് ഇന്റലിജൻസ് പറയുന്നത് എന്തിന്റെ എക്സാമ്പിളാ? അത് സീറോ കോറിലേഷൻ ആണ്. ഹൈറ്റും നമ്മളെ ബുദ്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പഠിച്ചത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നത്. ഇനി നെക്സ്റ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം സോഴ്സും പ്രഷർ ആൻഡ് വോളിയം എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? അത് നെഗറ്റീവ് കോറിലേഷന്റെ എക്സാമ്പിൾ ആണ്. യെസ്, കുറേ ആൾക്കാർ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? മിനിമം വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്കറിയാം എന്താണ്? ആറാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെ ഇടയിലാണ് എന്ത് നമ്മളുടെ ആറിന്റെ റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? യെസ്, -1. ബി ആണ് എന്ത് നമുക്ക് ആൻസർ വരാം. യെസ് ലിയോ, നമ്മൾ ഫുൾ ചാപ്റ്റർ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു പോകും. യെസ് നേഹ, രാവണൻ, മുർഷി, യെസ് നമുക്ക് എന്താണ് -1 ആണ് ആൻസർ വരുന്നത്. ഷാനു -1 ആണ്. -1 ആണ് ഏറ്റവും മിനിമം വാല്യൂ. ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമുക്ക് 1 വരുന്നത്. സോ ഇനി നെക്സ്റ്റ് വെച്ചിരിക്കുന്നത് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനാണ്. റാങ്ക് റാങ്ക് എന്ന് കണ്ടാൽ തന്നെ മക്കളെ ഉറപ്പിച്ചത് ആരാണ്? സ്പിയർമാൻ ആണ്. അപ്പൊ എന്താണ്? റോ ഇസ് ഈക്വൽ ടു 1 - 6 sigma d square divided by n into n square minus 1. ഇതാണ് എന്ത് നമ്മുടെ സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ആരെ വേണം? ഡി വേണം. ഇതിനാദ്യം എന്താക്കണം? റാങ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സും വൈയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിൽസിനെ എക്സ് ആയിട്ടും എക്സ്പെൻസിനെ വൈ ആയിട്ട് ഞാൻ എടുക്കുന്നു. എക്സിന്റെ റാങ്കുകളെ R1 എന്നും വൈന്റെ റാങ്കുകളെ R2 എന്ന് ഞാൻ എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൽ ഏറ്റവും വലിയ വാല്യൂ വരുന്ന ആരാണ്? അത് വരുന്നത് 65 ആണ്. അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഇനി സെക്കൻഡ് റാങ്ക് വരുന്നിടത്ത് സെക്കൻഡിന്റെയും തേർഡിന്റെയും സ്ഥലത്ത് ആരാണ്? 60 ആണുള്ളത്. സെക്കൻഡിന്റെയും തേർഡിന്റെയും സ്ഥലത്ത് 60 എന്നുള്ള മാർക്കാണുള്ളത്. 60 ആണുള്ളത്. സോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് റാങ്ക് കൊടുക്കാൻ ഇപ്പൊ നമ്മളുടെ സെക്കൻഡിന്റെയും തേർഡിന്റെയും സ്ഥലത്ത് സെയിം ആൾക്കാരാണ്. ആ ഒരു കേസ് നമ്മൾ ആവറേജ് റാങ്ക് കാണും. ആ ഒരു കേസിൽ നമ്മൾ ഇതിന്റെ ആവറേജ് കാണും. ആൻസർ വരുന്നത് എന്താണ്? 2.5. കാരണം 60 എന്നുള്ളത് സെയിം നമ്പറാണ്. അവർക്ക് 2 റാങ്കുകളായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സെയിം റാങ്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവർക്ക് രണ്ടാൾക്ക് എന്ത് സംഭവിച്ചു? സെയിം റാങ്ക് 2.5. ഇനി നെക്സ്റ്റ് അടുത്ത വലിയ ആളെന്ന് പറയുന്നത് 55 ആണ്. 3 റാങ്കുകൾ വരെ കഴിഞ്ഞു. ഇനി 4ാമത്തെ റാങ്കാണ് ബാക്കി. സോ 4ാമത്തെ റാങ്ക് 55ന് കൊടുത്തു. 5ാമത്തെ റാങ്ക് 50ക്ക് കൊടുത്തു. 6ാമത്തെ റാങ്ക് ആർക്ക് കൊടുത്തു? 45ന് കൊടുത്തു. ഹായ് ഉജ്വൽ. യെസ് പാർത്ഥു. യെസ് ചാപ്റ്റർ 7 എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. 13 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. നാളെ നമ്മുടെ ചാപ്റ്റർ ഡിസ്കഷനിൽ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ സൂപ്പർ 60യിൽ ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും. നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും നാളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്ത് അടിച്ച് തകർക്കാം. അങ്ങനെയാണെങ്കിൽ 5th എക്സാം ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല.
സോ യെസ്, നമ്മൾ ഇനി അടുത്ത വൈൻ്റെ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അവിടെ ആരുടെ റാങ്കോ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരേ വാല്യൂസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 16, 15, 14, 13, 12, 11. സോ അത് നമ്മുടെ ഒരു ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ്, 4, 5, 6. ഏറ്റവും വലിയ ആൾ 16 ആണ്, ഫസ്റ്റ് റാങ്ക് വന്നു. ഏറ്റവും ചെറിയ ആൾ 11 ആണ്, അവർക്ക് 6 എന്നുള്ള റാങ്ക് വന്നു. ഇനി ഡി എന്ന് വെച്ചാൽ ഈ രണ്ട് റാങ്കുകളുടെയും വ്യത്യാസമാണ് എന്ത് ഡി എന്ന് പറയുന്നത്. സോ 4 - 1 3, 2.5 - 2 0.5, 5 - 6 ചെയ്യുമ്പോൾ -1, 1 - 3 ചെയ്യുമ്പോൾ -2. ഇത്തരത്തിൽ ഓരോ റാങ്കുകൾ എന്താണ് നമുക്ക് മൈനസ് ചെയ്യാം, അപ്പോൾ ഡി കിട്ടും. ഇതിനെല്ലാം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലോ ഡി സ്ക്വയർ കിട്ടും. സോ ഡി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാളും കൂടെ കാണണം. ആരെയാണ്? കറക്ഷൻ ഫാക്ടർ കൂടെ നമുക്ക് കാണാനുണ്ട്. സോ ഇതിൽ നമുക്ക് ഒരാളും കൂടെ കാണണം, കറക്ഷൻ ഫാക്ടർ. സോ ഇതിൽ കറക്ഷൻ ഫാക്ടർ എത്രയായിരിക്കും? ഓ യെസ് മുർഷി, യെസ്. നാളെ ക്ലാസ് ഗൗരി, നാളെ ഇതേ സമയത്ത് തന്നെയാണ് ക്ലാസ് വരുന്നത്. നാളെയും 7 മണിക്ക് തന്നെയാണ് ക്ലാസ് വരുന്നത്. രാവിലെ നമുക്ക് അബ്ദുള്ള ബൂസ്റ്റർ വരുന്നുണ്ട്, അത് 5-ാം തീയതി. 5-ാം തീയതി രാവിലെ എക്സാമിന് പോകുന്നതിന് മുന്നേ അന്ന് രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി ബാക്കി നാളെ നമുക്ക് വൈകുന്നേരം തന്നെയാണ് ക്ലാസ് വരുന്നത്. ഇതിൽ ഇപ്പോൾ പറഞ്ഞു പോകുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മുർഷി. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മോഡൽ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി 6 sigma d square by n into n square minus 1. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഒരു കറക്ഷൻ ഫാക്ടർ കൂടെ നമുക്ക് വേണം. ഒരു കറക്ഷൻ ഫാക്ടർ കൂടെ വേണം. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ റാങ്കുകൾ എന്താ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കറക്ഷൻ ഫാക്ടർ വേണം. സോ കറക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എം ക്യൂ മൈനസ് എം ബൈ 12 ആണ്. സോ ഇവിടെ എം എന്താണ് വരുന്നത്? ഇവിടെ എം എന്താണ്? 2 ആണ്. കാരണം എന്താ? 60 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എം എന്താണ്? അത് 2 ആണ് വരുന്നത്. സോ ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 12. സോ എന്ത് കിട്ടും? 8 മൈനസ് 2 ബൈ 12. 6/12 എന്ന് വെച്ചാൽ എന്താണ്? അത് 0.5 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എത്ര? 17.5 ആണ്. സോ 17.5 മൈനസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. സോറി പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ് വരുന്നത്? എൻ ഇവിടെ തന്നിട്ടുണ്ട്, 6 ആണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 ആണ് എൻ വരുന്നത്. സോ 6 ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 1. സോ 1 മൈനസ് 6 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 36 മൈനസ് 1. 6 സ്ക്വയർ എന്താ? 36 ആണ്. 36 മൈനസ് 1 എത്രയാടാ വരിക? അത് വരുന്നത് എത്ര? 35 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഫൈനലി നമ്മളുടെ ആൻസർ വരുന്നത് 1 മൈനസ് 0.51. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ 0.51 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.49. ഇതായിരിക്കും എന്ത്? നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. മുർഷി ഒന്നും പേടിക്കണ്ട. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇപ്പം ചെയ്യുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ചെയ്തു പോവാം. നമ്മൾ ഞാനിപ്പോൾ പറയുന്നതും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് മിനിറ്റ് ആണെന്ന് അറിയാം. ഇനി ആകെ ഒരു ദിവസം കൂടെ, നാളെ ഒരൊറ്റ ദിവസം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. പക്ഷെ ഉള്ള സമയത്ത് തന്നെ നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നാളെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ അത്രയായി കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാനുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. സോ 0.49 ആണ് നമുക്കവിടെ ആൻസർ വരുന്നത്. ആൻസർ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ. യെസ്, അടുത്ത ചോദിച്ചിരിക്കുന്ന കാൾ പേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് നമ്മളെ എസ്എ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൾ പേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ മോഡൽ എടുത്തോ, പബ്ലിക് എടുത്തോ, അല്ലെങ്കിൽ മുന്നേ വർഷത്തെ പബ്ലിക്കോ ഇംപ്രൂവ്മെന്റ് ഏതെടുത്താലും നിങ്ങൾക്ക് അതിൽ എസ്എ പാർട്ടിൽ കാൾ പേഴ്സൺ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എസ്എ പാർട്ടിലെ 2 ഏതെങ്കിലും ഒരെണ്ണം സെറ്റാണ്. പിന്നെ ഒരെണ്ണം ചോദിക്കുക ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ആയിരിക്കും. അതും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ, ഈസി ആയില്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് വേണം? ഇത് കാൾ പേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. R is equal to n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. ഇതാണ് ഇക്വേഷൻ വരുന്നത്. കാൾ പേഴ്സൺ നമുക്കറിയാം 5 കോളം ഉള്ള ടേബിൾ ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. റാസി, ഇത് എസ് എ പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്.
ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ എക്സ് വൈ ആ ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടാവും, അത് അങ്ങനെ എടുത്തെഴുതുക. എന്നിട്ട് എന്താ എക്സ് വൈ കാണാം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടും 12 × 22 264. അത്തരത്തിൽ എക്സ് വൈ കിട്ടും. ഇനി എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ എക്സിൻ്റെയും സ്ക്വയർ വാല്യൂസ് ആണ്. 12 സ്ക്വയർ ചെയ്യുമ്പോൾ 144 കിട്ടും, 15 സ്ക്വയർ ചെയ്യുമ്പോൾ 225 കിട്ടും. സോ അത്തരത്തിൽ ഓരോന്നിൻ്റെ എന്താണ് സ്ക്വയർ വാല്യൂ നമ്മൾ കാണും. ഇനി വൈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വൈ വാല്യൂവിൻ്റെയും സ്ക്വയർ ആണ്. സോ 22 സ്ക്വയർ എന്ന് പറയുന്നത് 484, 25 സ്ക്വയർ എന്ന് പറയുന്നത് 625. ഇത്തരത്തിൽ ഓരോ വൈൻ്റെയും സ്ക്വയർ വാല്യൂസ് ആണ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇതിന് പകരം ചിലപ്പോൾ റാസി കണ്ടിട്ടുള്ള ഇക്വേഷൻ ഇതായിരിക്കാം, r = 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ √1/n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു √1 - n സിഗ്മ വൈ മൈനസ് വൈ ബാർ ദി ഹോൾ സ്ക്വയർ. ഇതാണോ റാസിൻ്റെ ഇക്വേഷൻ? യെസ് അമൽ സിബി, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സ് സ്ക്വയർ എന്താണ്, വൈ സ്ക്വയർ എന്താണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എന്താ കിട്ടി? സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ എക്സ് വൈ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ വൈ സ്ക്വയർ. സോ ഇവിടെ എന്ത് കിട്ടും? r = n എത്രയാണ് വരുന്നത്? ഇവിടെ 1 2 3 4 5 6. സോ r ആണ് എന്ത് നമ്മളുടെ n പറയുന്നത്. n = എത്രയാണ്? 6 ആണ്. സോ ഇവിടെ this is equal to 6 into സിഗ്മ എക്സ് വൈ. റാസി, ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാത്സിനൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഒരുപാട് ഇക്വേഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. റാസിക്ക് ഫൈനലി ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കൂടെ തന്നെ ചെയ്തോ, ഈ ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഇവിടെ 6 into സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 3457 മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 118 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 167 ഡിവൈഡഡ് ബൈ √6 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് വെച്ചത് എത്രയാണ്? 2550 മൈനസ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 118 സ്ക്വയർ ആണ് ഇൻറ്റു √6 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 4787 മൈനസ് വൈ എത്രയാണ്? 167 സ്ക്വയർ. സോ r = ഇത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ എത്ര ആൻസർ വരാം? സോ ഇതിനിടയിൽ എത്ര നമുക്ക് ആൻസർ വരാം? ഇവിടെ റാസിക്ക് എത്ര ആൻസർ വന്നിട്ടുള്ളത്? സോ എല്ലാവർക്കും കിട്ടിയ ആൻസേഴ്സ് എന്താണ്? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ എത്രയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ എന്തൊക്കെയാണ് ആൻസേഴ്സ് വരുന്നതെന്നുള്ളത്. സോ ഇവിടെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്റർ വരുന്നത് 1036 ഡിവൈഡഡ് ബൈ √1376 into √833. So this is equal to final answer എത്രയാണ് വരുന്നത്? ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 0.97 ആണ്. 0.97 ആണെന്ന് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അറിയാം ആറിൻ്റെ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? ആറിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണല്ലോ. 0.97 എന്ന് വെച്ചാൽ എന്താണ്? അത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. സോ ഇത് എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്? ഇത് ഏത് ടൈപ്പ് കോറിലേഷൻ ആണ്? ഇത് ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി ഇത് ഏത് ടൈപ്പ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിലേതാ കറക്റ്റ് ആൻസർ വരാം? യെസ് നമുക്ക് കോറിലേഷൻ, റാങ്ക് കോറിലേഷന് നമ്മൾ ഈ ഡിവിഷനിൽ n × n² - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. n × n² - 1 n × n², n³ കിട്ടും, മൈനസ് n × n ചെയ്യുമ്പോഴോ n കിട്ടും. സോ n³ - n തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ n × n² - 1. ഇനി നിങ്ങൾ n³ - 1 ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്, അതിലൊരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ചെയ്യാം നിങ്ങൾക്ക്. സോ അത് നമുക്ക് കിട്ടും. റാസി 94.98. ഇവിടെ ആൻസർ വരുന്നത് 0.97 ആണ്. 0.97 ആണ്. സോ അതിൻ്റെ ക്ലോസ് ആയിട്ട് വേണം നമ്മളെ വാല്യൂ വരാൻ വേണ്ടിയിട്ട്.
സോ യെസ്, നമുക്കിവിടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താ വന്നിരിക്കുന്നത്? യെസ് കറക്റ്റ് ആൻസർ. കുറേ ആൾക്കാർ കാണിച്ചിട്ടുണ്ട്, ഭരത്, മുഹമ്മദ് സുഹൈൽ, സ്നേഹ. യെസ്, നമുക്കിവിടെ ആൻസർ വരുന്നത് എത്രയാണ്? നമ്മളിവിടെ ഇത് ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കൊവേരിയൻസ് തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്, രണ്ടാൾക്കാരെ വേരിയൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെയായിരിക്കും അത് ചെയ്യാം? നമുക്കറിയാം R is equal to covariance of xy divided by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. സോ അങ്ങനെയാണെങ്കിൽ കൊവേരിയൻസ് കിട്ടിയിട്ടുണ്ട് 10 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സോ അത് റൂട്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. സോ അതാണ് റൂട്ട് 16 ആണ് എന്ത് നമ്മളെ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. സോ റൂട്ട് 16 ഇൻറ്റു റൂട്ട് 9 കിട്ടും. റാസി, ഈ ആൻസർ നമുക്ക് 2 ഡിജിറ്റ്സ് എഴുതിയാൽ മതി, 2 or 3 ഡിജിറ്റ്സ്. ഇവിടെ 2 or 3 ഡിജിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് മാർക്ക് കിട്ടും. കോറിലേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഇവിടെ ചിലപ്പോൾ 0.969 അപ്പോൾ ബേസിക്കലി അത് 0.97 തന്നെയാണ്. സോ ഇത്തരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ 0.97 പകരം നേരെ 0.45 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മാർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ചെറിയ വേരിയേഷൻ, ചെറുതെന്ന് വെച്ചാൽ അത്രയും മൈന്യൂട്ട്, ഇപ്പം 971 972 അത്തരത്തിൽ ചെറിയ വേരിയേഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് അവിടെ മാർക്ക് കിട്ടും. സോ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എത്രയാണ് ആൻസർ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ ആണ് 16 വരുന്നത്, 3 സ്ക്വയർ ആണ് 9 വരുന്നത്, 10 by 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.83. യെസ് ഐശ്വര്യ, സ്നേഹ, യെസ് ഗൗരി, നന്ദന, യെസ് കറക്റ്റ് ആൻസർ വരുന്നത് എത്രയാണ്? 0.83 ആണെന്ന് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വീണ്ടും അടുത്തൊരു കറക്റ്റ് ആൻസർ ഏതാണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ ഇസ് ദി ഡാഷ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ. റിഗ്രഷൻ കോഎഫിഷ്യൻ എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻ അത് നമ്മളുടെ റിഗ്രഷൻ അടുത്ത ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണല്ലോ, ഈസി ആയിട്ട് പറയാലോ. എന്താണ്? R is equal to plus or minus root of byx into bxy. ഇതാണല്ലോ നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? നമുക്ക് ആൻസർ വരുന്നത് ജോമെട്രിക് മീൻ എന്നായിരിക്കും കിട്ടുക. കോറിലേഷൻ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ ജോമെട്രിക് മീൻ ആണ്. സോ ഇനി നെക്സ്റ്റ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ്. നമ്മൾ എത്രത്തോളം പെട്രോൾ കത്തിക്കുന്നു, ഇപ്പൊ പെട്രോൾ കത്തിക്കുന്ന കൂടുന്നതിനനുസരിച്ച് നമ്മൾ കവർ ചെയ്യുന്ന ദൂരം എന്താണ്? കൂടുതലായിരിക്കും. സോ ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റൊന്ന് കൂടി വരുന്നു. ഒരേ ഡയറക്ഷനിലാണ് അവർ മൂവ് ചെയ്തത്. അതേതാണ് എക്സാമ്പിൾ? അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? അതെന്താണ്? അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. യെസ് ഗൗരി, യെസ് നിതിൻ, യെസ്. സോ ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാനാണ്. സ്കാറ്റർ ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. സോ ഇവിടെ എക്സ് വൈ ആക്സിസ് നമ്മൾ വരയ്ക്കുക. ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലേ. അതെല്ലാം എന്താണ്? ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എക്സ് കൂടി വരുന്നതിനനുസരിച്ച് വൈയും എന്ത് തന്നെയാണ്? കൂടി വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സോ നമ്മളെ കമന്റ് എന്താണ്? നമ്മളെ റിസൾട്ട് എന്താണ്? This follows positive correlation. ഇവർ ഫോളോ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ലൈങ് ബിറ്റ്വീൻ. അതായത് നമ്മൾ ആറിന്റെ വാല്യൂ എന്തിന്റെ ഏത് രണ്ട് വാല്യൂസിന്റെ ഇടയിലാണ് എന്നാണ് ചോദിക്കുന്നത്. -1ന്റെയും +1ന്റെ ഇടയിലാണ് നമ്മൾ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് കിട്ടും? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ് എന്ത് നമുക്കവിടെ ആൻസർ വരുന്നത്. മുർഷി, ഇക്വേഷൻ നമ്മളത് പഠിക്കന്നെ വേണം, വേറെ നമുക്കൊന്നും ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. വേവ് നമുക്കിത് സ്കാറ്റർ ഡയഗ്രം ഒക്കെ നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ -1, യെസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ റിഗ്രഷൻ അനാലിസിസ്. അതിൽ റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള എന്താണ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, അതായത് സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണോ അല്ലെങ്കിൽ വേവ് ആയിട്ടാണോ പോകുന്നത്, ഇവർ തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്താ കോറിലേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അവർ ഏത് ടൈപ്പിലാണ് അവരുടെ റിലേഷൻ പോകുന്നത്, അതാണ് എന്ത് റിഗ്രഷൻ അനാലിസിസ് മെഷർ ചെയ്യുന്നത്. സോ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or വേരിയബിൾസ് അത് മെഷർ ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. ഇനി റിഗ്രഷനിൽ നമുക്ക് ഒരു സ്കാറ്റർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് റിഗ്രഷൻ ലൈന് വരയ്ക്കാൻ വേണ്ടി പറ്റും.
സോ ഇതാണ് എൻ്റെ സ്കാറ്റർ ഡയഗ്രം എങ്കിൽ, ഇതാണ് എൻ്റെ സ്കാറ്റർ ഡയഗ്രം. സോ ഇതിൻ്റെ ഇടയിലൂടെ ഏറ്റവും ഇവരെ എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ ഒരു ബെസ്റ്റ് ലൈൻ ഞാൻ വരയ്ക്കുകയാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. സോ ഇതിനാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ്റെ കേസിൽ നമുക്കിവിടെ 2 ലൈനുകളുണ്ട്. ഒന്ന് വരുന്നത് y ഓൺ എക്സും മറ്റൊന്ന് വരുന്നത് എന്താ x ഓൺ y ആണ്. ഈ ഇക്വേഷൻ പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. y ഓൺ എക്സ് പേര് നോക്കിയാൽ മതി. ആ പേരിൽ y ഓൺ എക്സ് എന്ന് പറയുകയാണെങ്കിൽ y വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, എക്സ് വരുന്നത് എവിടെയായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. സോ y ഓൺ എക്സ് ആദ്യം വരുന്ന അക്ഷരം ഏതാണ്, y ആണ്, പിന്നെ ഏതാണ്, എക്സ് ആണ് വരുന്നത്. സോ BYX ഏതിലായിരിക്കും, y ഓൺ എക്സിലാണ് BYX എന്ന് പറഞ്ഞ ആള് വരാം. അയാൾ ആരാണ്, എക്സിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും എന്ത്, BYX ഉണ്ടായിരിക്കാം. BYX എന്ന് പറയുന്ന ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്, അതായത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. ആ ഇക്വേഷനും ഇനി വരുന്ന എല്ലാ ഇക്വേഷനും ഈ രണ്ടാമത്തെ ആൾക്കാരെ കൊണ്ട് നമുക്കൊരു കാര്യമുണ്ട്. ഇവിടെ രണ്ടാമത് വരുന്ന എക്സ് ആണെങ്കിൽ താഴെ ആരായിരിക്കും, വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ആൾ വരുന്ന ആള് y ആണ്, അപ്പൊ താഴെ ആരാണ്, y ആയിരിക്കും. മുകളിൽ ആര് വരും, കൊവേരിയൻസ് ഓഫ് എക്സ് വരും. രണ്ടിലും ന്യൂമറേറ്റർ എന്താണ്, സെയിം ആയിരിക്കും. സോ ഇനി സപ്പോസ് നമുക്ക് എക്സ് ബാർ ചാർട്ട് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി ചില വർഷങ്ങളിൽ ഇനി വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ അവർക്ക് എക്സ് ബാറിന് പകരം ആറോ അല്ലെങ്കിൽ NP ഒക്കെ ചോദിക്കാം. സോ ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുകയാണെങ്കിൽ എക്സ് ഓൺ വൈ ആണ് നമ്മളുടെ ഇക്വേഷൻ. നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് എവിടെയാണ്, എക്സ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. വൈന്റെ ടേം വൈ വരുന്ന എവിടെയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും വരാം. ഇനി എക്സ് ഓൺ വൈ ആദ്യം വരുന്ന ആരാണ്, എക്സ് ആണ്, രണ്ടാമത് വരുന്ന ആരാണ്, വൈ ആണ്. അപ്പൊ BXY ആണ് എന്ത്, നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് വരുന്നത്. ഇനി ഇവിടെ രണ്ടാമത് വരുന്ന ആള് വൈ ആണ്. സോ ഡിനോമിനേറ്ററിൽ ആരാണ്, വേരിയൻസ് ഓഫ് വൈ ആയിരിക്കും. ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ ഇതിൽ പറഞ്ഞ തന്നെ. വൈന്റെ കൂടെയുള്ള ആള് ആരാണ്, കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് BXY ആണ്. ഇവിടെ എക്സിന്റെ കൂടെയുള്ള ആളാണ് എന്ത്, BYX എന്ന് പറയുന്നത്. അതേപോലെ ഇവർ രണ്ടാളുടെയും സൈൻ, റിഗ്രഷൻ കോഎഫിഷ്യന്റ് രണ്ടാൾക്കാർ സൈൻ എന്താ, സെയിം ആയിരിക്കും. ഒന്നെങ്കിൽ ഇവർ രണ്ടാൾക്കാരും BYXഉം BXYയും അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടാൾക്കാരെന്താ, നെഗറ്റീവ് ആയിരിക്കും. ഇവർ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്, അങ്ങനത്തെ ഒരു കേസ് നമുക്കില്ല. ഇനി നെക്സ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ, ഇവർ രണ്ടാളും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി 6 നമ്മളെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് R is equal to plus or minus root of BYX into BXY. സോ ഇവിടെ നമുക്ക് ആറിന് പോസിറ്റീവ് വാല്യൂ കിട്ടുക എപ്പോഴായിരിക്കും, ഇവർ രണ്ടാൾക്കാരെയും വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്താ, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവർ രണ്ടാൾക്കാരെയും വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. ഇനി BYXഉം BXYയും അത് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഇവർ രണ്ടാൾക്കാരും കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടാളും നോക്കിയേ, കോമൺ ആയിട്ട് ആരാണുള്ളത്, 6. രണ്ട് സ്ഥലത്തും എന്താ, 6 ഉണ്ട്, അതവിടെ ഫിക്സഡ് ആണ്. ഇനി ആദ്യം സിഗ്മ വൈ ആണോ സിഗ്മ എക്സ് ആണോ, ഇവിടെയാണ് വീണ്ടും അടുത്ത ട്രിക്ക്. വൈ ഓൺ എക്സ്, വൈ ആദ്യം വരുന്ന ആരാണ്, വൈ. സോ മുകളിൽ ആരാ, സിഗ്മ വൈ. സെക്കൻഡ് വരുന്ന ആള് എപ്പോഴും എന്താ, താഴെ ആയിരിക്കും, സിഗ്മ എക്സ്. ഇനി ഇവിടെ സെക്കൻഡ് വരുന്ന ആരാ, സിഗ്മ വൈ. സോ താഴെ ആയിരിക്കും സിഗ്മ വൈ. എക്സ് ആണെന്ന് അപ്പൊ മുകളിൽ വരാം. സോ ഇനി ഇവിടെ സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. സോ ഇനി നേരെ നമ്മൾ പ്രോബ്ലംസിലേക്ക് പോയാലോ, യെസ്, മിച്ചു പറഞ്ഞത് ഒരു കാര്യം കേട്ടോ, പ്ലീസ് സ്റ്റോപ്പ് അൺവാണ്ടഡ് മെസ്സേജ് എന്നുള്ളത്. കാരണം അങ്ങനെ ബാക്കിയുള്ളവർ വെറുതെ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം ആരെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന പോലെ ഇതിന്റെ ഇടയിൽ മിക്സ് ആയിപ്പോ. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ചാറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ടുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനിടയിൽ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. സോ കഴിവതും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. ഇനി അധികം സമയമൊന്നുമില്ലോ, തുടങ്ങി പബ്ലിക് എക്സാം തുടങ്ങി, ഇതോടെ തീരാണ്. സ്കൂൾ ലൈഫ് തീർന്നു, ഹയർ സെക്കൻഡറി തീർന്നു, ഇനി ഫുള്ള് കോളേജ്, വലിയ വലിയ കളികളാണ് ഇനി ബാക്കിയുള്ളത്. സോ യെസ്, ഇവിടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ വരുന്നത് എന്താണ്, നമുക്ക് BXY ലെസ് ദാൻ 1, BYX ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ BXY ലെസ് ദാൻ 1 ആണ് ആൻസർ വരിക. യെസ്, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് റാജി വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, ആദ്യത്തെ വെയിറ്റേജ് ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസ്, പിന്നെ വരുന്നത് നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്, പിന്നെ നമ്മൾ റിഗ്രഷൻ അനാലിസിസ്. ഇതൊക്കെയാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമുക്കുള്ളത്. യെസ്, എ ആണ് നമുക്ക് ആൻസർ വരുന്നത്.
അടുത്തത് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ R is equal to plus or minus root of Vyx into Vxy. That is equal to plus or minus root of 0.64 into 0.25. 0.64ഉം 0.25 വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതാം. കാരണം എന്താണ് 0.64 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0.8ന്റെ സ്ക്വയർ ആണ്. റൂട്ട് 0.64 ചെയ്ത് നോക്കിക്കേ, ആൻസർ വരെ 0.8 എന്നായിരിക്കും. അതേപോലെ 0.25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം 0.4 എന്ന് കിട്ടും, 0.5 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ വരുന്നത് 0.4 ആണ് നമ്മൾ ഫൈനൽ ആൻസർ വരിക. ഇനി ഇതിന്റെ സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ കിട്ടും? യെസ് സ്നേഹ, യെസ് 0.4, യെസ് ഐശ്വര്യ 0.4, ശ്രേയ യെസ്. സോ 0.4 ആണ് എന്ത് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടാൾക്കാരും റിഗ്രഷൻ കോഎഫിഷ്യന്റ് രണ്ടാൾക്കാരും എന്താണ് പ്ലസ് ആണ് വരുന്നത്. സോ ഇവിടെ ആറിന്റെ സൈനും എന്താണ്, അത് നമുക്ക് പ്ലസ് ആണ് ആറിന്റെ സൈൻ വരുന്നത്. സോ 0.4 ആണ് നമുക്കവിടെ ആൻസർ വരുന്നത്. നിഖില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ത്രൂ ഔട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എക്സാമിന് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മീൻ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈന്റെയും മീൻ വാല്യൂസ് എന്താണ്? അതായത് കാണാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ബാർ എന്താണ്, വൈ ബാർ എന്താണ്, അതാണ് ചോദ്യം. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എക്സിന്റെ സ്ഥലത്തൊക്കെ ബാർ ഇട്ട് കൊടുക്കാം. എക്സിന്റെ സ്ഥലത്ത് y is equal to 15. സോ എക്സ് കണ്ടാൽ അവിടെയൊക്കെ എന്താ, എക്സിന്റെ വൈൻ്റെ സ്ഥലത്തൊക്കെ ഒരു ബാർ ഇട്ട് കൊടുക്കാം. എക്സിന്റെ സ്ഥലത്ത് എക്സ് ബാർ ആക്കാം, വൈൻ്റെ സ്ഥലത്ത് വൈ ബാർ ആക്കാം. ഇനി ഈ ഇക്വേഷൻ എന്താ, സോൾവ് ചെയ്താൽ മതി. നമ്മൾ സോൾവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നോക്കി കാണാം വൈൻ്റെ രണ്ട് സ്ഥലത്തും എന്താ 1 ആണ്. അപ്പൊ മൈനസ് വൈ ബാർ പ്ലസ് വൈ ബാർ ചെയ്താൽ എന്ത് കിട്ടും? അത് 0 ആയിപ്പോ. സോ നമുക്കിത് ആഡ് ചെയ്താൽ മതി. സോ 3 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് 5x ബാർ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. അങ്ങനെയാണ് എക്സ് ബാർ എന്താണ് 25/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നായിരിക്കും കിട്ടാം. അപ്പൊ എക്സ് ബാർ എന്താണ് 5 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളെ വൈ ബാർ എങ്ങനെ നമ്മൾ കാണും? അത് കാണാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. 2x ബാർ പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 15. സോ 2 × 10 പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 15. അപ്പോൾ വൈ ബാർ എന്തായി 15 മൈനസ് ഇവിടെ 15 മൈനസ് 20 എന്ന് കിട്ടും. 2x ബാർ പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 15. 2 × x ബാർ എന്താണ് 5 ആണ്, പ്ലസ് വൈ ബാർ ഇസ് ഈക്വൽ ടു 15. വൈ ബാർ എന്ന് പറയുന്നത് 15 മൈനസ് 10 ആണ്. ഫൈനൽ ആൻസർ വരുന്നത് എന്താണ് 5 ആണ് എന്ത് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. സോ ഇവിടെ വൈ ബാർ എന്ത് കിട്ടി 5 എന്ന് കിട്ടി. ആൻഡ് എക്സ് ബാർ എന്താണ് 5 ആണ്. യെസ് സ്നേഹ, ഐശ്വര്യ ദേവ്, അബ്ദുസലാം, യെസ് 5 ആണ് നമുക്ക് ആൻസർ വരുന്നത്. യെസ് ബിലാൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. കുറെ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ് സ്റ്റാറ്റസ് ലൈവ്, യെസ് നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ എക്സ് ബാർ ചാർട്ടിന്റെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ് ബാർ ചാർട്ടിന്റെ പ്രോബ്ലം, യെസ് എക്സ് ബാർ ചാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, നമുക്കത് ചെയ്യാം. സോ ഇനിയിപ്പോ ഏതെങ്കിലും സ്പെഷ്യൽ സജഷൻ മിസ്സേ, നമുക്ക് ഇനി എലമെന്ററി കാൽക്കുലസിലേക്ക് പോകണ്ട, ഇനി അടുത്തത് വേറെ ഏതെങ്കിലും ചാപ്റ്ററിലേക്ക് പോവാം. അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടെങ്കിൽ അതിനും ഓക്കെയാണ്. നിങ്ങൾ പറയുന്ന ചാപ്റ്റർ നമ്മൾ പോകും. നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വേണമെന്ന് പറഞ്ഞോ ആ ചാപ്റ്റർ ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ റിഗ്രഷന്റെ ഈ പ്രോബ്ലം കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ നിങ്ങളെ ഇഷ്ടമുള്ള പോലെ എടുക്കാം. എനോവയുടെ ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമിന്റെ ഫുൾ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യനും നാളത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ, എല്ലാത്തിന്റെ ആൻസർ എങ്ങനെയാണ് ഏതാണെന്നുള്ള ഫുള്ള് നമ്മളെ നിഖില അതില് എനോവന്റെ ക്വസ്റ്റ്യൻ ടേബിൾ ആയിട്ട് തന്ന ആ ടേബിളിൽ തരുന്ന അതേ കാര്യം അവർ കഥയായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നേ, നമുക്ക് MSBന്റെ വാല്യൂ തന്നിട്ടുണ്ട്, MSEന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫ് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഇത് നമ്മളെ H0 ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യം മാത്രമാണ്. എഫ് എന്ന് വെച്ചാൽ എന്താ MSB/MSE, അത് ചെയ്യുമ്പോൾ എന്താ എഫിന്റെ വാല്യൂ കിട്ടും. എഫിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആണെങ്കിൽ റിജക്ട് ചെയ്യാം, എഫിന്റെ വാല്യൂ ലെസ് ദാൻ എഫ് ആൽഫ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അത്രയുള്ള സാധനം, ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഒരേവാ ഓക്കെ.
ഇവിടെ നമുക്ക് y ബാറിന്റെ വാല്യൂ എങ്ങനെ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. യെസ്, റാസി ഇവിടെ റാൻഡം വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്, പിയ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ യെസ് റാൻഡം വേരിയബിൾസിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് നമുക്ക് എന്താ റാൻഡം വേരിയബിൾസിലേക്ക് പോവാം. സോ y ബാർ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ y ബാർ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ വേണം എടുക്കാം. സോ ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് ബാർ എന്നത് 5 ആണെന്ന് എനിക്ക് അറിയാലോ. അപ്പൊ ഞാൻ ആ എക്സ് ബാറിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു, 5 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എനിക്ക് 10 എന്ന് കിട്ടി. y ബാർ ഇവിടെ എന്താ, ഈ ഇക്വേഷൻ എന്തായി, 10 + y ബാർ ഇസ് ഈക്വൽ ടു 15 ആയി. ഇനി ഞാൻ എന്താക്കി, ഈ 10 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് y ബാറിന് ഒറ്റയ്ക്ക് കിട്ടി. സോ 15 - 10 ഇസ് ഈക്വൽ ടു 5 എന്നായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഉജ്വൽദ 2x ബാർ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു, 5 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇവിടെ 2 × 5 നമുക്ക് വന്നത്. അങ്ങനെ നമുക്ക് 10 കിട്ടും. ഓക്കെ അല്ലേ? യെസ് ആർമികൾ, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ തിയറി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് തിയറി നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സിഗ്മ എക്സ് എന്നിട്ട് സിഗ്മ വന്നിട്ട് ബി എക്സ് വൈ തന്നിട്ടുണ്ട്. എക്സ് ഓൺ വൈ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഓൺ വൈ എന്ന് വെച്ചാൽ ആരാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്? പേര് വെച്ച് നോക്കിയാൽ മതി, പേര് വെച്ച് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ് എക്സ് ഓൺ വൈ. ഓക്കെ, അപ്പൊ എക്സ് എവിടെ വന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നു. വൈ എവിടെ വന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നു. ഇനി ഇവിടെ ബി എക്സ് വൈ ആണോ ബി വൈ എക്സ് ആണോ? ക്വസ്റ്റനിൽ എന്താ എക്സ് ഓൺ വൈ എന്നല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്ന അക്ഷരം ഏതാണ്? എക്സ് ആണ്. രണ്ടാമത്തെ ആര? വൈ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ബി എക്സ് വൈ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എക്സ് ബാറും വൈ ബാറും തന്നിട്ടില്ല. സിഗ്മ എക്സും സിഗ്മ വൈ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആരെ കാണണം? എക്സ് ബാർ കാണണം, വൈ ബാർ കാണണം. അതെന്താണ്? സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഇതെന്താ? സിഗ്മ വൈ ബൈ എൻ ആണ്. സോ ഇതെന്താ? 150 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ് വരുന്നത്? എൻ 10 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ 15. ദിസ് ഇസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 10. ആൻസർ എന്ത് വന്നു? 20 എന്ന് വന്നു. സോ ഇനി എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി, ബി എക്സ് വൈ കിട്ടി. ഇനി എന്താ? ഇവിടെ ആരും നമുക്ക് കാണാൻ ബാക്കിയില്ല, എല്ലാവരും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. സോ എക്സ് മൈനസ് 15 ഇസ് ഈക്വൽ ടു 0.95 ഇൻറ്റു വൈ മൈനസ് 20 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് വരുന്നത്. യെസ് നേഹ, യെസ് കറക്റ്റ് ആൻസർ ആണ്. അയന, യെസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾക്ക് ചോദിക്കാറില്ല. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻലി ടെസ്റ്റിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, പവർ ഓഫ് എ ടെസ്റ്റ് എന്താണ്, ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്. ഈ 5 ആൾക്കാരിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മറ്റന്നാൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. തിയറി പാർട്ടിൽ വ്യക്തമായിട്ട് ചോദിക്കുക, സിഗ്നിഫിക്കൻസ് ലെവലും. സോ ഈ 6 ആൾക്കാർ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒറ്റ ലൈനിന്റെ കാര്യങ്ങളേ ഉള്ളൂ. അത് എന്താണെന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ Z ടെസ്റ്റ് വെച്ചിട്ടോ, ഇപ്പൊ ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ള കൈ സ്ക്വയർ വെച്ചിട്ടുള്ളതാണ്. സോ കൈ സ്ക്വയറിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കും. സോ ഇനി നെക്സ്റ്റ് ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറയാനാണ്. നേരത്തെ നമ്മൾ ചോദിച്ച ആ തിയറി സാധനം അങ്ങനെ തന്നെ ആ ഒരു ചോദിച്ചിരിക്കുന്നത് ബി എക്സ് വൈ <0 ആണെങ്കിൽ ബി വൈ എക്സ് എന്താ? >1. സോ ഇവിടെ എന്താണ്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇസ് >1. റിഗ്രഷൻ കോഎഫിഷ്യന്റ് >1 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ എന്തായിരിക്കണം? അതെന്തായിരിക്കണം? <1 ആയിരിക്കണം. സോ ഇതെന്തായിരിക്കണം? <1 ആയിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേവ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഏതാ ഫാരസി ആണോ എന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഇടയിൽ ഏതെങ്കിലും ചാറ്റ് മിസ്സായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണേ. യെസ് രാജി, നമ്മൾ കരിയർ ഗൈഡൻസ് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. യെസ്, നമുക്ക് അത് ചെയ്യാം. നമുക്ക്
അപ്പൂസ് മോഡൽ എക്സാം ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ അതേ ക്വസ്റ്റ്യൻ അല്ല നമുക്ക് വരിക, അതിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ അതിൽ തന്നെ സെയിം നമ്പറോ കാര്യങ്ങളോ അല്ല വരിക, ആ ഒരു മോഡൽ ആയിരിക്കും വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിന്റെ കൂടെ തന്നെ വരാം. ഓക്കെ, ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ അതെങ്ങനെ മനസ്സിലാവുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഒരാൾ ലെസ് ദാൻ ആണെങ്കിൽ മറ്റേ ആൾ ഗ്രേറ്റർ ആയിരിക്കും. ഇനി മറ്റേ ആൾ ഗ്രേറ്റർ ആണെങ്കിൽ ഇത് ലെസ് ദാൻ ആയിരിക്കും. അപ്പൊ സോ അങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇയാൾ ഗ്രേറ്റർ ആണെങ്കിൽ മറ്റേ ആൾ ലെസ് ദാൻ ആയിരിക്കും. സോ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഫാരിസ് യെസ്, നയൻ അമല യെസ്, നമ്മൾക്ക് മോഡൽ എക്സാമിന്റെ ആ ഒരു മോഡൽ തന്നെയാണ്. ഇപ്പൊ ക്രിസ്മസിനൊക്കെ നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ് നമുക്ക് മോഡൽ എക്സാം പബ്ലിക്കിനും നമുക്ക് അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, അതേ ഒരു മോഡലിലായിരിക്കും നമുക്ക് വരിക. ഓക്കെ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരെ 2 മാർക്കിനായാലും 3 മാർക്കിനൊക്കെ ആയിരിക്കും ഉണ്ടാവാം. കസ്റ്റം ഗെയിമർ യെസ്, നമുക്ക് അനോവ ടേബിൾ പറയാം. ഓ റേവ വെരി ഗുഡ്. ACCA നിഖില 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വരുന്നത്, 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ കോറിലേഷൻ അനാലിസിസും അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പറാണ്. ഈ പബ്ലിക് എക്സാമിന്റെ പേപ്പറും കൂടെ നോക്കിയാൽ നമുക്ക് കാണാം അവിടെ രണ്ടിലും നമ്മളുടെ കാൾ പേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡെക്സ് നമ്പറും ചോദിച്ചിട്ടുണ്ട്. സോ അത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കിയിട്ട് പോവാ. നെക്സ്റ്റ് നമുക്ക് കൂടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും നമുക്ക് എസ്സേ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഈ 5 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് എക്സ് ആയിട്ടും മറ്റേനെ വൈ ആയിട്ടും എടുക്കാം. ഇനി ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് ദി മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് എ കാർ വിത്ത് ഏജ് 5 years. ഇപ്പൊ എന്ത് തന്നിട്ടുണ്ട്? ഏജ് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, വൈ ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്. എക്സ് തന്നിട്ടുണ്ട്, വൈ കണ്ടുപിടിക്കണം. സോ ആരാണ് കണ്ടുപിടിക്കേണ്ടത്? വൈനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈ ഓൺ എക്സ് ആണ് എന്ത് നമ്മൾ ഇക്വേഷൻ വരുന്നത്. y minus y bar is equal to byx into x minus x bar. വേവ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് 6 മാർക്കിന് ചിലപ്പോൾ ഇങ്ങനെ 1+5, അതായത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 5 മാർക്കിന്റെ, അങ്ങനെ 1+5 ആയിട്ടും ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ. സോ കൂടെ തന്നെ പ്രോബ്ലം ചെയ്തു പോവാം. കൈ സ്ക്വയർ വളരെ ഡിഫറെന്റ് ആയിട്ട്, ഇത്രയും കാലം കൈ സ്ക്വയറിന് പ്രോപ്പർട്ടീസ് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഇത്തവണ വളരെ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഫാരിസ്, അതതിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരെണ്ണം ലെസ് ദാൻ ആണെങ്കിൽ മറ്റേത് ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അതതിന്റെ പ്രോപ്പർട്ടിയാണ് വരുന്നത്. കസ്റ്റം ഗെയിമർ യെസ്, ഇൻഡെക്സ് നമ്പർ ഇക്വേഷൻ നമ്മൾ പറയും, ആ ചാപ്റ്റർ എടുക്കും നമ്മൾ പറയും. ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ റാൻഡം വേരിയബിൾസ് ആണ്. സോ അതായിരിക്കും നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നെക്സ്റ്റ് ഇവിടെ y മൈനസ് y ബാർ byx into x മൈനസ് x ബാർ, അതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇനി ആരൊക്കെ വേണം? y ബാർ വേണം, x ബാർ വേണം, byx കണ്ടുപിടിക്കണം. byx കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എന്താണ്? byx is equal to covariance of xy. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ ആളെ കൊണ്ടാണ് നമുക്ക് കാര്യം. രണ്ടാമത്തെ ആള് എക്സ് ആണ്. സോ താഴെ ആര് വരണം? താഴെ നമ്മളുടെ വേരിയൻസ് ഓഫ് എക്സ് ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ. സോ നമുക്ക് ആരൊക്കെ വേണം? എക്സ് വൈ വേണം, എക്സ് സ്ക്വയർ വേണം. സോ നമുക്കിവിടെ എക്സ് വൈ തന്നിട്ടുണ്ട്. എക്സ് വൈ അങ്ങനെ എഴുതി. എക്സ് വൈ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? എക്സ് വൈ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ഈ എക്സുകളുടെ എല്ലാം സ്ക്വയർ വാല്യൂസ് ആണെന്ത് ഈ എക്സ് സ്ക്വയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് പോവാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബാർ എങ്ങനെ കിട്ടും? സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? 20 ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി വൈ ബാർ എന്ന് വെച്ചാലോ അത് 85 ഡിവൈഡ് ബൈ 4. ഇവിടെ n എത്രയാണ് വരുന്നത്? n എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ y ബാർ കിട്ടി. ഇനി ബി എക്സ് വൈ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആരൊക്കെ വേണം? ദിസ് ഇസ് ഈക്വൽ ടു n നമുക്കറിയാം 4 ആണ്. 4 ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 490 ആണ്. മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് 85 ഡിവൈഡ് ബൈ 4 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 120 ആണ്. മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. സോ 20 സ്ക്വയർ. ഫൈനലി ഇവിടെ ബി എക്സ് വൈൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്?
എക്സ് വൈൻ്റെ ആൻസർ എത്രയാണ് നമുക്ക് അവിടെ വരുന്നത്? ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ എത്രയായിരിക്കും വരുന്നത് അവിടെ? യെസ്, ഇവിടെ നമുക്ക് ഫൈനലി ആൻസർ വരുന്നത് എത്രയാണ്? ഫൈനലി ആൻസർ വരുന്നത് 3.25 എന്നായിരിക്കും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരിക ദിസ് ഇസ് ഈക്വൽ ടു 260/80 കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഫൈനലി 3.25 എന്നായിരിക്കും കിട്ടുക. സോ ഇനി നേരെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. y മൈനസ് y ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 21.25 ആണ്. ഇസ് ഈക്വൽ ടു BYX എന്ന് പറയുന്നത് 3.25 ആണ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 5 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 5 ആണ്. ഇതാണ് എന്ത്? നമ്മളുടെ ഇക്വേഷൻ തരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നു എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എക്സിന് എന്താ 5 എന്ന് കൊടുക്കാം. എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ സോ y മൈനസ് 21.25 ഇസ് ഈക്വൽ ടു 3.25 ഇൻറ്റു 5 മൈനസ് 5. 5 മൈനസ് 5 എന്താ? അത് 0 ആണ്. സോ ഈ ഒരു ടേം മൊത്തത്തിലേ എന്താ? 0 ആയിപ്പോയി. ഇതെന്തായി? 3.25 ഇൻറ്റു 0 എന്നായി. എന്ത് നമ്പർ 0നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? ആ 0 ആയി പോയിണ്ടാവും. സോ ഇവിടെ ബാക്കി ആരാ ഉള്ളത്? y മൈനസ് 21.25 എന്ന് പറയുന്നത് എന്താ? അത് 0 ആണെന്ന് കിട്ടും. സോ ഫൈനലി ഇവിടെ എന്തായിരിക്കും കിട്ടുക? വൈൻ്റെ വാല്യൂ എന്താണ്? y ഇസ് ഈക്വൽ ടു 21.25. സോ എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അത് 21.25 ആയിരിക്കും എന്ന് നമുക്ക് ആൻസർ വരാം. സോ സെറ്റ് അല്ലേ അത്? യെസ് യെസ്, കറക്റ്റ് ആൻസർ ആണ്. യെസ് ഫാരിസ്. യെസ്, MSB കാണുമ്പോൾ എങ്ങനെയാണ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ മനസ്സിലാവുക? ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇവിടെ MSB/MSE ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടുന്ന എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.3 ആണെന്ന് വിചാരിക്കാം. ഇനി എൻ്റെ എഫ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 4 ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഇനി ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ 2.3 എന്ന് പറയുന്നത് എന്താ? 4നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണല്ലോ. 4നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 4നെക്കാട്ടും ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എന്താക്കും? ആക്സെപ്റ്റ് H0 അഥവാ ഡു നോട്ട് റിജക്ട് H0 എന്ന് പറയും. ആക്സെപ്റ്റ് H0 അഥവാ ഡു നോട്ട് റിജക്ട് H0 എന്ന് പറയാം. ഇനി ഫോർ എക്സാമ്പിൾ എൻ്റെ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫിൻ്റെ വാല്യൂ MSB/MSE ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് 12.8 എന്നാണ് കിട്ടി. 12.8 എന്ന് കിട്ടി. എൻ്റെ എഫ് ആൽഫേൻ്റെ വാല്യൂ അവിടെ വരുന്നത് 5 ആണ്. സോ ഇവിടെ നോക്കിയാൽ കാണാം 12.8 എന്ന് പറയുന്നത് എന്താ? 5നെക്കാട്ടും വലിയൊരു നമ്പർ അല്ലേ? സോ ഇതെന്താണ്? എഫ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ എന്നുള്ള രീതിയിലല്ലേ? ഇവിടെ ആണെങ്കിലോ എഫ് ഇസ് ലെസ് ദാൻ എഫ് ആൽഫ എന്നുള്ള നിലയിലാണ്. സോ ഇവിടെ എഫ് ആൽഫയുടെ വാല്യൂ ഇവിടെ എഫിന്റെ വാല്യൂവിനെക്കാട്ടും ചെറുതാണ്. അതായത് എഫിന്റെ വാല്യൂ എന്താണ്? വലുതാണ്. 5നെക്കാട്ടും വലിയൊരു വാല്യൂ ആണല്ലോ. സോ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എഫ് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആ ടേബിൾ വാല്യൂവിനെക്കാട്ടും വലുതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കും? റിജക്ട് H0. അങ്ങനെയാണെങ്കിൽ റിജക്ട് H0 എന്ന് പറയും. ഇത് ക്ലിയർ ആണോ? ഇപ്പോൾ ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. യെസ് കസ്റ്റം ഗെയിമർ, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറയും. ഓക്കെ മിച്ചു, ഇതിൻ്റെ ഇടയിൽ ചിലവർ ഇങ്ങനെ ഡൗട്ട് വരുന്നതുകൊണ്ടാണ് അതിനിടയിൽ തന്നെ പറഞ്ഞു പോകുന്നത്. സോ ഇനി നമുക്ക് ഫുള്ളായിട്ട് തന്നെ പോവാം. ഇനി നമുക്ക് മിക്സ് ചെയ്യണ്ട. സോ ഇവിടെ നമുക്ക് റിഗ്രഷൻ ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറാണ്? ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ഡാഷ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അടുത്തത് നമുക്ക് 6 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം BYX എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 6 വെച്ചൊരു ഇക്വേഷൻ ആയിരുന്നു. R ഇൻറ്റു ആദ്യം y വരും, x വരും. ഇവിടെ ആദ്യം ആരാ? y ആണ്. സോ ഇവിടെ എന്ത് വരും? സിഗ്മ y. രണ്ടാമത്തെ ആള് x ആണ്, സിഗ്മ x വന്നു. ഇനി സിഗ്മ y ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ അയാൾ അവിടെ വെച്ചു, ബാക്കി എല്ലാവരും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ സിഗ്മ y ഈസ് ഈക്വൽ ടു ഇത് നേരെ മുകളിലേക്ക് വന്നു, മൾട്ടിപ്ലൈ ചെയ്തു. BYX ഇൻറ്റു സിഗ്മ x ഡിവൈഡ് ബൈ R താഴേക്കാണ് വരിക. സോ ഡിവൈഡ് ബൈ R. ദിസ് ഈസ് ഈക്വൽ ടു BYX അറിയാം എത്രയാണ്? 0.23 ആണ് ഇൻറ്റു നമ്മളുടെ R വരുന്നത്
4, 5 ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് എത്രയാണ്? 10 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 5.11. നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y എന്ന് പറയുന്നത് എത്രയാണ്? അത് വരുന്നത് 5.11 ആണെന്ന് കിട്ടും. 5.11. ഓക്കെ അല്ലേ? ബിലാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ മോഡൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് 2 റിഗ്രഷൻ ലൈൻ തന്നിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒരാൾ x ഓൺ y, മറ്റാളെ y ഓൺ x ആയിട്ട് എടുക്കാം. അസ്യൂം ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഒരാളെ x ഓൺ y ആയിട്ടും മറ്റേ y ഓൺ x ആയിട്ടും ഞാൻ എടുക്കുകയാണ്. സോ x ഓൺ y ആയിട്ട് ഞാൻ ആദ്യത്തെ ആളെ എടുത്തു. 4x minus 5y plus 33 equal to 0. അടുത്തത് 20x minus 9y minus 107 equal to 0. സോ ഇത് x on y ആണെങ്കിലോ? x on y ആണല്ലോ. സോ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരെ മാത്രം മതി? എക്സിന് ആൾക്കാർ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിന് അവിടെ വെച്ചു. ബാക്കി എല്ലാവരും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്ത് കിട്ടും? ഇനി എക്സിന് ഒറ്റയ്ക്ക് ആക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 5/4y minus 33/4. ഇനി ഇവിടെ ആണെങ്കിലോ വൈനെയാണ് എനിക്ക് ഒറ്റയ്ക്ക് ആക്കേണ്ടത്. സോ വൈ മൈനസ് ആണല്ലോ, ഇപ്പഴത്തേക്ക് വൈകി പോസിറ്റീവ് 5 ആയിരിക്കും. സോ 9y is equal to 20x minus 107. y is equal to 20/9x minus 107/9 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്കറിയാം എക്സ് ഓൺ വൈ ആണെങ്കിൽ വൈൻ്റെ കൂടെ നിൽക്കുന്ന ആള് ആരാണ്? എക്സ് ഓൺ വൈ ആണ്. അപ്പൊ എക്സ് ഓൺ വൈ ആരാണ്? 5/4. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്ന ആരാണ്? byx ആണ്. സോ 20/9. പിന്നെ അടുത്ത പ്രോപ്പർട്ടി നമുക്കറിയാം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്ത് കിട്ടണം? 1നെക്കാട്ടും ചെറിയ ആളെ കിട്ടണം. സോ ഇവിടെ 5/4 into 20/9. നമുക്കിവിടെ ആൻസർ വരിക 25/9 എന്നാണ്. അത് എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ അസംപ്ഷൻ എന്താണ്? തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ശരിക്കും ഇവരാരാണ്? ശരിക്കും ഇയാളാണ് എന്ത്? എക്സ് ഓൺ വൈ. അതുപോലെ ആദ്യത്തെ ഇക്വേഷൻ ആണെന്ന് വൈ ഓൺ എക്സ്. സോ 2 ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ചോദിച്ചിരിക്കുന്ന ചോദ്യം എക്സ് ഓൺ വൈ ഏതാണെന്ന് പറയാനാണ്. സോ നമ്മൾ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് 20x minus 9y minus 107 equal to 0. സോ രാജി നോ, നമുക്ക് നാളെ രാവിലെ ലൈവ് ഇല്ല, നാളെ വൈകുന്നേരമാണ് ലൈവ് ഉള്ളത്. ഹരി ചാപ്റ്റർ വെയിറ്റേജ് ഏറ്റവും ഹൈ വെയിറ്റേജ് വരുന്ന കോറിലേഷൻ അനാലിസിസും ഇൻഡെക്സ് നമ്പേഴ്സും ആണ്. പിന്നെ ചെറിയ വെയിറ്റ്, പിന്നെ ബാക്കി എല്ലാത്തിനും ഇപ്പോൾ റിഗ്രഷൻ അനാലിസിസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇവർക്ക് എസ്റ്റിമേഷൻ, ഇവരൊക്കെ ഏറെക്കുറെ ഒരേ റേഞ്ചിൽ വരുന്നതാണ്. യെസ് ബിലാൽ, അത് തന്നെയാണ് പറയുന്നത്. ആ കമന്റ് ഒന്ന് നിർത്തിയിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നോക്ക്. സോ 25/9 കിട്ടും. സോ ഇവിടെ 25/9 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ എന്താണ്? എസംപ്ഷൻ നേരെ മാറ്റി. ഇനി വൈക്ക് എക്സിന് 20 കൊടുത്താൽ വൈ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി എക്സിന് 20 കൊടുക്കുകയാണ്. അപ്പൊ ഏതാ ഇക്വേഷൻ? വൈ ഓൺ എക്സ് ആണ് എടുക്കേണ്ടത്, കാരണം വൈനെയാണ് നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൈ ഓൺ എക്സ് എടുക്കുമ്പോൾ ഏതാണ് വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ? ഇതാണ് വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ. ദാറ്റ് ഇസ് 4x minus 5y plus 33 equal to 0. ഇതിൽ ആരെ കാണണം? വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 5y is equal to 4x plus 33. y എന്ന് പറയുന്നത് 4/5x into 4/5x plus 33/5 ആണ്. ഇനി ഇവിടെ കാണേണ്ടത് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. x is equal to 20 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ y is equal to 4/5 into 20 plus 33/5. സോ ഇതെന്ത് കിട്ടി? ഇവിടെ നമുക്ക് 4 കിട്ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു 16 plus 33/5. അല്ലെങ്കിൽ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4/5 into 20 plus 33/5 plus 33/5. This is equal to 80/5 plus 33/5. This is equal to 113/5. That is equal to 22.6 ആണെന്ത് നമുക്കിവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഫൈനൽ ആൻസർ വരുന്നത് എത്രയാണ്? 22.6 ആണ് നമുക്കിവിടെ ഫൈനൽ ആൻസർ വരുന്നത്. സിബിലി യെസ്, NCN എടുക്കാന്ന് പറയുമ്പോൾ നമ്മളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ അതിൽ n നമ്മൾ എന്താണോ വാല്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ 5 ആണെങ്കിൽ 5 എന്ന് കൊടുക്കാം. ഇനി അതിൽ NCR എന്നുള്ളത് അങ്ങനെ തന്നെ ഒരു കീ കാണാം. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കീ കാണാം. സോ അതിൽ 5 കൊടുക്കുക, ആ കീ നിൽക്കുക. അപ്പൊ C നെങ്ങും, എന്നിട്ട് പിന്നെ അടുത്തത് R2 എന്തെങ്കിലും കൊടുക്കുക. സോ നമുക്ക് അവിടെ ആൻസർ 10 എന്ന് കിട്ടും. ഇത്തരത്തിലാണ് കാൽക്കുലേറ്ററിൽ അത് ചെയ്യേണ്ടത്.
സോ ഇനി നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ y ഓൺ x കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? x ബാർ തന്നിട്ട് y ബാർ തന്നിട്ടുണ്ട്, പക്ഷെ ആരും തന്നിട്ടില്ല by(x) തന്നിട്ടില്ല. by(x)ന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ y ഓൺ x എന്ന് പറയുമ്പോൾ ഏതാണ് ഇക്വേഷൻ? y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു by(x) ഇൻറ്റു x മൈനസ് x ബാർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇതിൽ by(x) എന്ന് വെച്ചാൽ എന്താണ്? by(x) എന്ന് പറയുന്നത് covariance of xy divided by variance of എന്താണ്? x ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ വേണം? n സിഗ്മ xy മൈനസ് സിഗ്മ x സിഗ്മ y ഡിവൈഡഡ് ബൈ n സിഗ്മ x സ്ക്വയർ മൈനസ് സിഗ്മ x ദി ഹോൾ സ്ക്വയർ. സോ ഇവിടെ നമുക്ക് x ബാർ ഉണ്ട്, y ബാർ ഉണ്ട്, അതേപോലെ അതുണ്ട്. പിന്നെ എന്തൊക്കെയാ? സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട്, സിഗ്മ എക്സ് വൈ ഉണ്ട്. പക്ഷെ ആരില്ല? സിഗ്മ എക്സും ഇല്ല, സിഗ്മ വൈയും ഇല്ല. എവിടെ നിന്ന് കിട്ടും? എക്സ് ബാറിൽ നിന്ന് കിട്ടും. എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. സോ അതെന്താണ്? എൻ എക്സ് ബാർ ആണെന്ന് കിട്ടും. ഇനി വൈ ബാർ എന്ന് പറയുന്നത് സിഗ്മ വൈ ബൈ എൻ ആണ്. സോ എൻ വൈ ബാർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ എത്രയാണ് വരുന്നത്? എൻ 6 ആണെന്ന് തന്നിട്ടുണ്ട്. എൻ 6 ആണ്. സോ 6 ഇൻറ്റു എക്സ് ബാർ എന്ന് പറയുന്നത് 4 ആണ്. ആൻസർ വരുന്നത് 24 ആണ്. ഈ നെക്സ്റ്റ് എൻ വരുന്നത് 6, വൈ ബാർ വരുന്നത് 6.1, ആൻസർ വരുന്നത് 36.6 എന്ന് കിട്ടും. സോ ഇവിടെ ഫൈനലി ഇനി എന്താ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ by(x) എന്ത് കിട്ടും? by(x) is equal to 6 into sigma xy എന്ന് പറയുന്നത് എത്രയാണ്? 209 മൈനസ് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സിഗ്മ എക്സ് എന്ന് പറയുന്നത് 24 into 36.6 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്താണ്? 6 into സിഗ്മ എക്സ് സ്ക്വയർ എന്നാണ് 156 ആണ്. മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് എത്രയാണ്? 24 ആണ്. 24 സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് എത്ര ആൻസർ വരുന്നത്? ഇവിടെ എത്ര നിങ്ങൾക്ക് ഫൈനലി ആൻസർ വരുന്നത്? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ആൻസർ വരുന്നത് 1.04 എന്നായിരിക്കും. 1.04 എന്ന് കിട്ടും. ഇനി എന്താ? ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇവിടെ എന്താണ്? y മൈനസ് y ബാർ എന്ന് പറയുന്നത് 6.1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു by(x) എന്ന് പറയുന്നത് എത്രയാണ്? 1.04 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ എത്രയാണ്? അത് വരുന്നത് 4 ആണ്. സോ ഇതാണ് എന്ത്? നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് നമ്മുടെ y ഓൺ എക്സിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എലിമെന്ററി കാൽക്കുലേഷൻ വേണ്ട, റാൻഡം വേരിയബിൾസ് മതി എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് റാൻഡം വേരിയബിൾസിലേക്ക് പോകാം. സോ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റാൻഡം എക്സ്പെരിമെന്റ്. കസ്റ്റം ഗെയിമർ നമുക്ക് ഈ റാൻഡം വേരിയബിൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ഇവിടെ വരുന്ന എന്താണ്? റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്നാണ് പറയുന്നത്. സോ ആൻ എക്സ്പെരിമെന്റ് ഹൂസ് ഔട്ട്കം കനോട്ട് ബി പ്രഡിക്റ്റഡ് വിത്ത് സർട്ടൻറ്റി. എന്താണ് ഫൈനൽ റിസൾട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്തൊക്കെ ഔട്ട്കംസ് വരാം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ റാൻഡം വേരിയബിൾസിൽ നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്ന അതിന്റെ സാമ്പിൾ സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾസിന് പറയാം. അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. So that is a real valued function defined over a sample space. For example, height of a person. ഒരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് എന്താണ്? വേരിയിങ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഹൈറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്താണ്? അത് മാറിയാണ് വരുന്നത്. അതേപോലെ വെയിറ്റ് നോക്കുകയാണെങ്കിലും എല്ലാ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരേ വെയിറ്റ് അല്ലല്ലോ, വ്യത്യാസപ്പെട്ട വെയിറ്റുകളല്ലേ ഉള്ളത്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ആണെങ്കിലോ അതും എന്താണ്? വേറെ ആണ് ഉണ്ടാവുക. ഇനി ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാമിന് മാർക്ക്, ക്ലാസ്സിൽ എല്ലാവർക്കും ഫുൾ മാർക്കോ അല്ലെങ്കിൽ എല്ലാവരും തോറ്റുപോയി അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ചെറിയ വേരിയേഷൻ എന്താ മാർക്കിൽ ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? റാൻഡം വേരിയബിൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഈ പബ്ലിക് എക്സാം ആണെങ്കിൽ പോലും ഈ പബ്ലിക് എക്സാം നടത്തുന്നതിന് മുന്നേ നമ്മൾ അതോറിറ്റിക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഓരോരുത്തർക്ക് എത്ര മാർക്ക് വെച്ച് കിട്ടുന്നു. ഇതാണ് റാൻഡം വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റൊന്ന് കണ്ടിന്യൂസ് ഉണ്ട്. അഫ്നാസ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾ നമ്പേഴ്സ് ആണ് വരിക. ഡിസ്ക്രീറ്റിന്റെ കേസിൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് ആണ് വരിക. സോ ഇറ്റ് ഇസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇഫ് ഇറ്റ് അസ്യൂം ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കൗണ്ട് ചെയ്യാലോ. ഇനിയിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൗണ്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നടക്കുന്ന ആഴ്ചയിലുള്ള റോഡ് ആക്സിഡന്റുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാം. സോ ഇതിൽ എണ്ണി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇനി നെക്സ്റ്റ്
അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓരോ വീട്ടിലെയും ആൾക്കാരുടെ എണ്ണം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ചിലപ്പം ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ 1-2 വീടുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നേരെ മറിച്ച് സിറ്റിയിൽ വരികയാണെങ്കിലോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഭയങ്കര കൺസിസ്റ്റഡ് അടുത്തടുത്ത് എന്താ വീടുകളൊക്കെ ആയിരിക്കും. സോ ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോബബിലിറ്റീസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. യെസ് രാജി, യെസ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എനോവ പറഞ്ഞിട്ടുണ്ട്, അനാലിസിസ് ഓഫ് വേരിയൻസ് പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ഓഫ് വേരിയൻസ് ആയിരിക്കും. സോ ഈ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ പറയും അതെന്താണ്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്, ടേബിൾ ആയിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഇത് ഫോളോ ചെയ്യുന്ന പ്രോബബിലിറ്റി x = p of x, ഇങ്ങനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. പിന്നെ എന്താണ്, ഇവരെല്ലാവരും പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. ഇനി എന്റെ സിന്റെ ഇടയിൽ നമുക്കൊരു വാല്യൂ ബി എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിലൊരു 4 പ്രോപ്പർട്ടീസ് ആണ് PMF-നുള്ളത്. ഇനി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ എന്താ, നമ്മളെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് പോകുന്നതാണ് സംഭവം. സോ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്, പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അതെന്താ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താ, പ്രോബബിലിറ്റീസ് എല്ലാം എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി f of x is നോൺ ഡിക്രീസിങ്, ഇത് ആഡ് ചെയ്തല്ലേ വരുന്നത്. ഇപ്പൊ എന്തോ കൂടിയാണല്ലോ വരിക. ഇപ്പം 1 + 2 + 5 എന്നൊക്കെ പറയുമ്പോൾ കൂടിയാണ് വരുന്നത്, ആഡ് ചെയ്താണല്ലോ വരുന്നത്. സോ അത് നോൺ ഡിക്രീസിങ് ആണ്. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ടു റൈറ്റ് ആണ്. അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് a less than x less than or equal to b എന്ന് പറഞ്ഞാൽ f of b minus f of a. ആണോ മക്കൾ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. എക്സാമിന് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. 4 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ മീൻ വാല്യൂ, ഇതിന്റെ പ്രോബബിലിറ്റീസ് ഓഫ് ഇതിന്റെ മീൻ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ എന്ന് വെച്ചാൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ്. ഇതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് വേരിയൻസിന്റെ കൂടെ പറയാം. വേരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദി ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ x² ഇതിനെ കാണാൻ ഇവിടെ എന്താ x² p of x ചെയ്താൽ മതി. സോ ഇനി പ്രോപ്പർട്ടീസ്, നമ്മൾ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് c ചെയ്താൽ എന്തായിരിക്കും, c ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് 7 ചെയ്താൽ അപ്പം എന്തായിരിക്കും ഇവിടെ വരാം, എക്സ്പെക്ടേഷൻ ഓഫ് 7 ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്തായിരിക്കും നമുക്ക് അവിടെ ആൻസർ വരാം, നമുക്ക് അവിടെ ആൻസർ വരാം എന്താ, 7 തന്നെയായിരിക്കും. സോ പക്ഷെ വേരിയൻസിന്റെ കേസിൽ അങ്ങനെയല്ല, കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ വേരിയൻസ് ഓഫ് c എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് 8 എന്ന് വെച്ചാൽ എന്താ 0 ആണ്. സോ വേരിയൻസ് വരുമ്പോൾ അതെന്താണ്, അത് നമുക്ക് 0 എന്നായിരിക്കും കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളുടെ വേരിയൻസ് ഓഫ് ax എന്ന് വെച്ചാൽ a² വേരിയൻസ് ഓഫ് x ആണ്. എക്സ്പെക്ടേഷനിൽ അങ്ങനെയല്ല, എക്സ്പെക്ടേഷൻ ഓഫ് ax എന്ന് പറയുന്നത് a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. ഇനി വേരിയൻസ് ഓഫ് ax പ്ലസ് b എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, a² ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ്. അതെന്താണ്, a² ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ് നമുക്ക് വരാം. സോ നമുക്കവിടെ ആൻസർ വരുന്നത് എന്താണ്, a² ഇൻറ്റു വേരിയൻസ് ഓഫ് x ആണ്. പക്ഷെ ഇവിടെ എക്സ്പെക്ടേഷൻ ആകുമ്പോൾ എന്താണ്, എക്സ്പെക്ടേഷൻ ആകുമ്പോൾ നമുക്ക് വരുന്നത് a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x ആണ്. a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x ആണ് നമുക്ക് എക്സ്പെക്ടേഷൻ്റെ കേസിൽ വരാം. ബ്ലാക്കിംഗ് യെസ് ഡൗട്ട് ചോദിച്ചോളൂ എന്താണ്. ഇനി നെക്സ്റ്റ് വേരിയൻസിന്റെ ax പ്ലസ് b എന്ന് വെച്ചാൽ എന്താണ്, a² വേരിയൻസ് ഓഫ് x ആണ്. എക്സ്പെക്ടേഷന്റെ കേസിൽ എന്താണ്, ax പ്ലസ് b എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് b ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിന്റെ അകത്ത് പ്ലസോ മൈനസോ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് എന്നായിരിക്കും കിട്ടുക. പക്ഷെ എക്സ്പെക്ടേഷന്റെ കേസിൽ അതല്ല, എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് y എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് y ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ നമുക്ക് പ്ലസോ മൈനസോ അകത്ത് എന്ത് തന്നെ ആയാലും, അകത്ത് പ്ലസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴും പ്ലസ് ആയിരിക്കും, അകത്ത് മൈനസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, മൈനസ് ആയിരിക്കും. യെസ് ഉജ്വൽ, യെസ് 5th മോർണിംഗ് ആണ്, എക്സാമിന്റെ അന്ന് രാവിലെയാണ് നമുക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കുക. അന്ന് രാവിലെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക.
സോ എക്സാമിന് അന്ന് രാവിലെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ ദിവസവും നമുക്ക് 7 മണി ഷിഫ്റ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഇന്റർവൽ ആണ്. സോ എങ്ങനെയാണ് ലെങ്ത്, വെയിറ്റ്, ടെമ്പറേച്ചർ അതൊക്കെ ഡെസിമൽ പോയിന്റ്സിൽ വരുന്നതാണ്. അത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇനി നെക്സ്റ്റ് അതിന് നമ്മൾ പറയുന്ന കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതിന് നമ്മൾ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അഥവാ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുക. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇന്റഗ്രൽ a to b f of x dx. പക്ഷേ ഇവിടെ f of x എന്താണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ പറയും ഇതെന്താണ്, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, അത് ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ല. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. പക്ഷെ നേരത്തെ എന്തായിരുന്നു, സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ സിഗ്മയ്ക്ക് പകരം എന്തായി, ഇവിടെ ഇന്റഗ്രലായി. അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ഇനി പ്രോപ്പർട്ടീസും രണ്ടിന്റെ എന്താണ്, സെയിം ആണ് പ്രോപ്പർട്ടീസും വരുന്നത്. ഇനി നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്നാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരികയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് അർജുൻ പബ്ലിക് എക്സാം ആണ്, കഴിഞ്ഞു, ലാസ്റ്റ് ആണ്. ഇനിയിപ്പോൾ അത് സ്പ്ലിറ്റ് ആക്കാനോ അല്ലെങ്കിൽ കുറച്ചെണ്ണം മാറ്റാനോ ഒന്നുമില്ല. സോ നമുക്ക് എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്, 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇനി വേരിയൻസ്, മീനും വേരിയൻസ് വരുന്ന കേസിൽ നമുക്ക് സിഗ്മയ്ക്ക് പകരം ഇവിടെ ആരാണ്, ഇന്റഗ്രൽ ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാവരും സെയിം ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സും മറ്റൊന്ന് മൈനസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സും ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മളെ പ്രോബ്ലംസിലേക്ക് വരാണ്. നമ്മളെ പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തു. രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താണ്, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആയിരിക്കും എന്ത് നമ്മൾ ആൻസർ. സോ 9 ആണെന്ത് നമ്മളുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ 9 കിട്ടിയിട്ടുണ്ടോ, 9 ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ അർജുൻ, യെസ്, വെരി ഗുഡ്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓക്കെ, സോ ഇവിടെ 9 എന്നാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് PDF ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മീന് കാണാനാണ് ക്വസ്റ്റ്യൻ. PDF ആണെങ്കിൽ മീന് കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഏതാണ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്, ആ റേഞ്ച് മാത്രം നമ്മൾ എഴുതിയാൽ മതി. 0 to 1 എക്സ് ഇൻറ്റു എക്സ് ഇവിടെ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ. സോ ആ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എത്രയാണ്, 2x ആണ് വരുന്നത്. സോ എക്സ് ഇൻറ്റു 2x ഡി എക്സ് എന്ന് വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഇൻറ്റു എക്സ് 2x കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 2x സ്ക്വയർ കിട്ടും. 2x സ്ക്വയർ ഇന്റഗ്രൽ 0 to 1 ഡി എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്, അത് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് ബൈ 3 ഏതാണ് റേഞ്ച്, 0 to 1. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/3 1 ക്യൂബ് ബൈ 3 അതെന്താണത് 1 തന്നെയാണ്, മൈനസ് 0 ക്യൂബ് ബൈ 3. സോ ഇവിടെ ഫൈനൽ എന്ത് കിട്ടി, 2 ഇൻറ്റു 1/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 2/3 നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. കാരണം എന്താ, ഇത് 0 ആയിപ്പോയി. ഇനി ബാക്കി ആരാണുള്ളത്, 1/3 ആണ് ബാക്കിയുള്ളത്. സോ 2 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2/3 കിട്ടും. അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ, ജോമെട്രിക് മീൻ ഇൻഡെക്സ് നമ്പർ ഒക്കെ ആണെങ്കിൽ ദാസൻ അത് ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി വേണമെങ്കിൽ ചോദിക്കുന്ന ആൾക്ക് ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ ഇത് ചോദിച്ചു കളയാം എന്നാണെങ്കിൽ അത് വരും. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കെന്റെ വാല്യൂ കാണാനാണ്. നമുക്കറിയാം ഈ പ്രോബിലിറ്റി ഓഫ് എക്സിൽ നമ്മളുടെ ഇത് PMF ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്തെങ്കിൽ 1 കിട്ടണം. അതായത് ഇവരെല്ലാം കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം, 1 എന്നുള്ള ഉത്തരം കിട്ടണം. സോ k plus 2k plus 2k plus 3k plus 2k is equal to എന്തായിരിക്കണം, 1 എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ ഇതെല്ലാം എന്താക്കണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5k plus 5k ടോട്ടൽ 10k is equal to 1 എന്ന് കിട്ടും. k is equal to 1/10. k is equal to 1/10 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പ്രോബബിലിറ്റി ഓഫ് x
ആൻസർ വരുന്ന 1/10 ആണോ? ആൻസർ വരുന്ന 1/10 അല്ലേ? സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പം യെസ് അഫ്നാസ് യെസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാം. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ അവിടെ വരുന്ന എന്തൊക്കെയാണ്? എക്സ് 2വിനെക്കാട്ടും കുറവ് വരുന്ന വാല്യൂസ് ഏതൊക്കെയാ? 0, 1, 2 ആണ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 2 നമ്മൾ വെക്കണം. സോ 2വിന് താഴെയുള്ള വാല്യൂസ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, പിന്നെ ഈക്വൽ ടു 2 കൂടെ ഉള്ളത് കൊണ്ട് എക്സ് ഈക്വൽ ടു 2 കൂടെ വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവരെന്തായിട്ടുണ്ട്? ഇത് 1/10, ഇത് 2/10, ഇത് 2/10, ഇതെന്താ 3/10, ഇതെന്താണ് 2/10. സോ ഇവിടെ എന്തൊക്കെയാ വാല്യൂസ്? 1/10 പ്ലസ് 2/10 പ്ലസ് 2/10. ഫൈനൽ ആൻസർ വരുന്നത് 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആണെന്ന് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ നെക്സ്റ്റ് വെച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 ആണ്. 1ന്റെയും 4ന്റെയും ഇടയിലുള്ള ആൾക്കാരെ മാത്രമാണ് നോക്കണ്ടേ. സോ 1ന്റെയും 4ന്റെയും ഇടയിൽ ആൻസർ എന്താ വരുന്നേടാ? ആൻസർ എന്താ വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്ത് ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 1ന്റെയും 4ന്റെയും ഇടയിലുള്ള ആൾക്കാരുടെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്. സോ 2ന്റെയും 3ന്റെയും പ്രോബബിലിറ്റി എന്താണ്? 2/10 പ്ലസ് 3/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/10. ആൻസർ വരുന്നത് എന്താണ്? 0.5 ആണെന്ന് നമ്മൾ ഫൈനൽ ആൻസർ വരുന്നത്. ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഈ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഫോർ എ PMF. ഇതിൽ PMFന്റെ പ്രോപ്പർട്ടിയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 PMFന്റെ പ്രോപ്പർട്ടിയാണ്. സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 അതും പ്രോപ്പർട്ടിയാണ്. ഈ ലാസ്റ്റ് വണ്ണും പ്രോപ്പർട്ടിയാണ്. ഇതിലാകെ പെടാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ തേർഡ് വണ്ണാണ് നമ്മൾ ഓപ്ഷൻ വരുന്നത്. ഈ നെക്സ്റ്റ് നമ്മളോട് ഇതിൽ ഏതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിന്റെ ഏതാണ് ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് എന്ത് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ദ PMF ഓഫ് ഇത് PMF ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ കണ്ടുപിടിക്കാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 1 കിട്ടുമെന്ന് നോക്കാം. So 0.4 plus k plus 0.2 plus 0.1 is equal to 1. അങ്ങനെയാണെങ്കിൽ k is equal to 1 minus 0.2 plus 0.1 plus 0.4. അതെന്തായിരിക്കും വരിക? അത് ആഡ് ചെയ്ത് നമുക്ക് 0.7 പ്ലസ് k എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ k എന്താ? 1 minus 0.7. k is equal to 0.3 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഫൈനൽ ആൻസർ എത്രയാണ്? 0.3 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സ്നേഹം ഒന്നും കൂടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നും കൂടെ ആൻസർ ചെക്ക് ചെയ്തേ. ആൻസർ വരുന്നത് എന്താ? 0. യെസ് ഐശ്വര്യ, യെസ് 0.3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് പ്രോബിലിറ്റി x/20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് x/20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന് 2 വരുമ്പം എക്സിന് 2, 4, 6, 8 വരുമ്പോൾ പ്രോബിലിറ്റി വരുന്നത് 2/20, 4/20, 6/20, 8/20 എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് വരാം. ഇന്റർവൽ എസ്റ്റിമേറ്റർ ഫാരസ് വന്ന് കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ അത് വന്നാലും പബ്ലിക് എക്സാം ആണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാലോ, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാലോ 6ന്റെ താഴെയുള്ള ആൾക്കാർ, 6ന് താഴെ വരുന്ന എക്സിന്റെ വാല്യൂകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ അത് 2 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് 4 ആയിരിക്കും. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. ദിസ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ പ്രോബിലിറ്റി എത്ര വരുന്നത്? 2/20. 4 ആണെങ്കിലോ 4/20. സോ 2/20 പ്ലസ് 4/20 ആൻസർ വരുന്നത് എത്രയാണ്? 6/20 ആണെന്ന് നമ്മൾ ആൻസർ വരാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8. പ്രോബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2ന്റെ 8ന്റെ ഇടയിൽ ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? 4 ഉണ്ട്, അതുപോലെ 6 ഉണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6. 4 ആകുമ്പോൾ നമുക്ക് 4/20 ആണ് പ്രോബിലിറ്റി, 6 ആകുമ്പോൾ 6/20 ആണ് പ്രോബിലിറ്റി, 10/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് വൺ, ഇനി മൂന്നാമത്തെ ആൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 ആണ്. എക്സിന് 7 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രോബിലിറ്റി എത്രയാണ്? 2, 4, 6, 8 കേസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. 0 അതർവൈസ് തന്നിട്ടുണ്ടല്ലോ. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ? 2, 4, 6, 8 അതല്ലാത്ത ഏത് നമ്പർ വെച്ചാലും പ്രോബിലിറ്റി എന്താണ്? 0 ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്ത് വന്നു? ഇത് 0 എന്ന് വന്നു. ഇനി ലാസ്റ്റ് ഡി ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് ഓരോന്നും ആഡ് ചെയ്ത് പോവുക.
സോ ആദ്യത്തേന് എന്ത് കിട്ടും 2/20. 2/20 4 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 6/20. ഇനി ഒരു 6 ആഡ് ചെയ്യുമ്പോൾ 12/20. ഇനി ഒരു 8 ആഡ് ചെയ്യുമ്പോൾ 20/20. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ സംഭവം. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2/20 ആൻഡ് 1 ആണ്. യെസ്. സോ ഇനി നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു പൂവിലെ എതളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? കൃത്യമായിട്ട് എണ്ണി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. കൃത്യമായിട്ട് എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ അതെന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നെക്സ്റ്റ് PDF കാണാനാണ് ക്വസ്റ്റ്യൻ. PDF എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ലെറ്റർ f(x). ഇതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ f(x) ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം d/dx ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എന്ത്? പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നത്. സോ ആദ്യം നമ്മൾ x<0 ആ ഒരു റേഞ്ചിൽ നമുക്കിവിടെ വാല്യൂ എന്താ? 0 ആണ്. അതിന് ഡെറിവേറ്റീവ് എടുത്താലോ d/dx ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? 0 തന്നെയാണ്. ഇനി x>1 വരുമ്പോഴോ അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? അപ്പൊ ഇവിടെ വരുന്ന 1 ആണ്. സോ f(x) എന്ന് പറയുന്നത് എന്താണ്? d/dx ഓഫ് 1 എന്ന് കിട്ടും. കോൺസ്റ്റന്റ് നമ്മുടെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സോ അവിടെ 0 ആയിപ്പോയി. ഇനി 0 x<1 ആ ഒരു കേസിൽ എന്തായിരിക്കും വരിക? 0 x>1 എന്ന് പറയുമ്പോൾ f(x) എന്ന് പറയുന്നത് d/dx ഓഫ് x⁴ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4x³ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമ്മളുടെ f(x) എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4x³ ഇഫ് 0 x>1. 0 x>1 ആണെങ്കിൽ അതെന്താണ്? അത് 4x³ ആയിരിക്കും, ഈക്വൽ ടു 0 അതർവൈസ്. ഇനി 1-നെക്കാട്ടിലും വലുതായാലും 0-നെക്കാട്ടിലും ചെറുതായാലും ഒക്കെ എന്താണ്? നമുക്ക് 0 തന്നെയാണ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടായിരിക്കുക. ആദിത്യൻ ഏതാണ് പറയേണ്ടത്? സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. സോ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോയ്സോൺ ഉണ്ട്. ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത് NCX P⁻x Q⁻n−x ആണ്. ഇനി ഇവിടെ x ഒരു റാൻഡം വേരിയബിൾ ആണ്. അത് ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ആണെങ്കിൽ ബൈനോമിയൽ NP എന്നായിരിക്കും എന്ത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അതിന്റെ മീൻ എന്ന് പറയുന്നത് NPയും വേരിയൻസ് എന്ന് പറയുന്നത് NPQ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് NPQ ആയിരിക്കും. ഇവിടെ വേരിയൻസ് എന്താണ്? മീനിനെക്കാട്ടും ചെറുതായിരിക്കും. യെസ് മിനി യെസ്. നമ്മളിപ്പം 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി ഇതിൽ ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിരിക്കും. എപ്പം P 0.5 ആണെങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. പ്രോബിലിറ്റി P എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, Q എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ. അപ്പൊ P 0.5 ആണെങ്കിൽ Q എന്താ 0.5, അപ്പൊ എന്താ ഇത് സിമെട്രിക് ആയിരിക്കും. ഇനി P എന്നത് <0 ആണെങ്കിൽ ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. P <0.5 ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഇനി P വരുന്നത് <0 ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഇനി അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കുന്നത് x, y രണ്ട് വേരിയബിൾസ് രണ്ടാളും ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം x+y എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് n1 + n2 P ആയിരിക്കും. ഇനി പോയ്സോൺ ഡേയിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഒരേവ യെസ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു അനാലിസിസ് ഓഫ് വേരിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബിനാസ് ആരോ. സോ ഇനി എക്സാമ്പിൾസിൽ റോഡ് ആക്സിഡന്റ് ഒക്കേർഡ് ഇൻ എ വീക്ക് റാൻഡം ആയിട്ട് കിട്ടുന്നതിനാണെങ്കിൽ, റാൻഡം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റാൻഡം ഇവന്റ്സിനെയാണ് പോയ്സോണിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. റാൻഡം ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ റോഡ് ആക്സിഡന്റ് അതെന്നും ഒരേ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, അത് റാൻഡം ആയിട്ട് ചിലപ്പോൾ ഇന്നുണ്ടാകും, ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും, അങ്ങനെ റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഒരു ക്ലിനിക്കിലേക്ക് ഒരു മണിക്കൂറിൽ എത്ര രോഗികൾ വരും അത് നമുക്ക് എന്താ മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ഇത്ര ആയിരിക്കാം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു ബുക്കിൻ്റെ അകത്തുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻസ് ടു അപ്ലൈ പോയ്സോൺ. ഏതൊക്കെ കണ്ടീഷനിലാണ് പോയ്സോൺ അപ്ലൈ ചെയ്യുക? ഒന്ന് എക്സ് ഡിസ്ക്രീറ്റ് ആയിരിക്കണം, അതായത് കൗണ്ടബിൾ ആയിരിക്കണം. പിന്നെ എന്തൊക്കെയാ ഒക്കറൻസ് ഒക്കെ റാൻഡം ആയിരിക്കണം, അതേപോലെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: e⁻ ഇനി ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? മീൻ നമ്പർ ഓഫ് ഒക്കറൻസസ് ആണ്. സോ എക്സ് ഫോളോ ചെയ്യുന്ന പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? എക്സ് ഫോളോസ് പോയ്സോൺ ലാംഡ എന്നാണ്. ഇവിടെ ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.71 ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനും വേരിയൻസും എന്താണ്? ഈക്വൽ ആണ്.
മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേരിയൻസ് ആണ്. സോ റൂട്ട് ലാംഡ ആണ് കിട്ടുക. ഇനി പോയ്സോൺ എന്ന് പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് കേസാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ആ ഇക്വേഷന്റെ അകത്ത് പി ഈസ് വെരി സ്മോൾ, പി ടെൻസ് ടു 0, എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ പി ടെൻസ് ടു ലാംഡ, അത്തരത്തിൽ കുറച്ചൊരു മാറ്റങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമുക്ക് പോയ്സോൺ പ്രോബിലിറ്റി കിട്ടും. ഇനി ലോ ഓഫ് ഇംപ്രോബിൾ ഇവന്റ്സ് അഥവാ റെയർ ഇവന്റ്സ് എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് അഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ് വൈ രണ്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താ പോയ്സോൺ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്, വിത്ത് ലാംഡ 1 ലാംഡ 2 ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഇനി ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ ചെറുതാണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ലാംഡയുടെ വാല്യൂ വലുതാവുന്നതിനനുസരിച്ച്, ലാംഡയുടെ വാല്യൂ കൂടി കൂടി വരുന്നതിനനുസരിച്ച് അത് എന്തായിരിക്കും? അത് സിമ്മെട്രിക് ആവാൻ തുടങ്ങും. അത് സിമ്മെട്രിക് ആവാൻ തുടങ്ങും. യെസ് രാഗി, യെസ്. അടുത്തത് നമുക്ക് എനോവ നോക്കാം. സോ യെസ്, ഇതിന്റെ പ്രോബ്ലംസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദ മീൻ ഓഫ് എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് 3. മീൻ 3 ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ എന്താണ്? 3 ആണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് എന്താ? വേരിയൻസ് എന്താ? 3 തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട്. അതായത് എൻ പി മീൻ എന്ന് പറയുന്നത് ബി ക്വസ്റ്റ്യൻ, ഇത് എ ക്വസ്റ്റ്യൻ. മീൻ എന്ന് പറയുന്നത് എൻ പി ആണെന്ന് അറിയാം. എൻ പി എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വേരിയൻസ് എന്ന് പറയുന്നത്, വേരിയൻസിന്റെ ഇക്വേഷൻ എന്നത് എൻ പി ക്യൂ ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയൻസ് 8 ആണ് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. ഇക്വേഷൻ അറിയാലോ നമുക്ക്. ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇക്വേഷൻ എങ്ങനെയാണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് എന്ത് നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ ആരൊക്കെ വേണം? നമുക്ക് എൻ വേണം, പി വേണം, ക്യൂ വേണം. എന്നാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത് കിട്ടാൻ വേണ്ടി എൻ പി എന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്ത് കിട്ടും? 10 ക്യൂ എന്ന് കിട്ടും. 10 ക്യൂ ഇവിടെ എൻ പിക്ക് എന്താ 10 എന്ന് കൊടുത്തു. 10 ക്യൂ ഇസ് ഈക്വൽ ടു 8. ക്യൂ ഇസ് ഈക്വൽ ടു 8 ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ്? പ്രോബിലിറ്റി ഓഫ്, ഇനി പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാലോ. അങ്ങനെ പി ആണെങ്കിൽ എന്താ 1 മൈനസ് ക്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.8 0.2 എന്ന് കിട്ടും. ഇനി അത് 0.2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എൻ പി ഇസ് ഈക്വൽ ടു 10 ആണെന്ന് അറിയാം. പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2 ആണ്. സോ ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 0.2 എന്ന് കിട്ടും. സോ ഫൈനൽ എന്താ ആൻസർ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു 50 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം എൻ ഉണ്ട്, ഇവിടെ എന്താ എൻ ഉണ്ട്, അതേപോലെ തന്നെ പി ഉണ്ട്, പിന്നെന്താ ക്യൂവിന്റെ വാല്യൂ ഉണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 50 സി. എക്സിന്റെ വാല്യൂ എന്താ? 2. എക്സിന്റെ സ്ഥലത്തൊക്കെ എന്താ 2 എന്ന് കൊടുത്താൽ മതി. സോ 50 C2. പി എന്ന് പറയുന്നത് എത്രയാണ്? പി 0.2 റേസ് ടു എക്സ് ആണ്. എക്സ് വരുന്നത് 2 ആണ്. ആൻഡ് 0.8 റേസ് ടു എൻ എത്രയാണ് വരുന്നത്? എൻ നമുക്ക് കിട്ടിക്കുന്നത് 50 എന്നാണ്. സോ 50 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 C2. 50 C2 0.2 സ്ക്വയർ 0.8 റേസ് ടു 48. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഇതാണ് എന്ത് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ഇത് സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തതിൽ പോയ്സോണിന്റെ കേസിൽ മീനും വേരിയൻസും തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരിക? നമുക്ക് ഓപ്ഷൻ വരിക? ഓപ്ഷൻ എന്തായിരിക്കും വരിക? യെസ്, ഓപ്ഷൻ വരുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു വേരിയൻസ്. രണ്ടും എന്താ? സെയിം ആണ്. എന്താണ്? ലാംഡ ആണ് പോയ്സോണിന്റെ കേസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 10% ഓഫ് ഐറ്റംസ് പ്രൊഡ്യൂസ് ബൈ എ മെഷീൻ ആർ ലൈക്ലി ടു ബി ഡിഫക്റ്റീവ്. അപ്പൊ നമ്മൾ മെഷീൻ ഉണ്ടാക്കുന്നതിൽ 10% പ്രോഡക്റ്റ് എന്താണ്? മോശമാണ്. സോ 10/100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താണ്? 1 മൈനസ് 0.1 0.9 എന്ന് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് അതിൽ 5 ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ എന്ത് കിട്ടി? n എന്ന് പറയുന്നതാണ് 5 ആണെന്ന് കിട്ടി. അതിൽ 5 എണ്ണം സെലക്ട് ചെയ്തു. അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ് വരുന്നത്. സോ നമ്മൾ കാണേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് കുറഞ്ഞത് ഒരെണ്ണെങ്കിലും ഡിഫക്റ്റീവ് ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ ഡിഫക്റ്റീവ് കേടായാലും പ്രശ്നമില്ല. ഒരെണ്ണെങ്കിലും ഞാനിപ്പോൾ കണ്ടുമുട്ടി 5 ആൾക്കാരെ സെലക്ട് ചെയ്തു. ഈ 5 ആൾക്കാരിൽ ഒരെണ്ണെങ്കിലും കേടായിട്ടുള്ളതായിരിക്കണം.
വേണമെങ്കിൽ ഒരെണ്ണം കേടായിരിക്കും, അല്ലെങ്കിൽ 2 എണ്ണം 3 4 5 അടുത്ത 5 എണ്ണം കേടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. സോ അതിന്റെ പ്രോബിലിറ്റി എത്രയാണെന്ന് അറിയണം. സോ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. അല്ലെങ്കിൽ 1ന്റെ 2ന്റെ 3ന്റെ 4ന്റെ 5ന്റെ എല്ലാവരും ചെയ്യണമല്ലോ. ഇതിന് പകരം 0ന്റെ മാത്രം കണ്ടു കഴിഞ്ഞാൽ ആൻസർ ആകും. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ NC0. സോ 5C0 പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്താണ്? NCAX P raised to X Q raised to N minus X. സോ NC0 P എന്ന് പറയുന്നത് എന്താണ്? 0.1 raised to X എന്ന് പറഞ്ഞാൽ 0 ആണ് ഇവിടെ വരുന്നത്. ഇനി Q എന്ന് വെച്ചാൽ 0.9 ആണ്. 0.9 raised to 5 minus 0. സോ ദിസ് ഇസ് ഈക്വൽ ടു 5C0 1 ആണ്. 0.1 raised to 0 അതും എന്താ 1 തന്നെയാണ്. ഇനി ബാക്കി 0.9 raised to 5 ആണ് ബാക്കിയുള്ളത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ വരിക 0.5905 എന്നാണ് കിട്ടുക. 5905. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.5905. 0.5905 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4095 എന്നായിരിക്കും നമുക്ക് അവിടെ ഫൈനലി ആൻസർ ആയിട്ട് കിട്ടാം. ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ? സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്? നെക്സ്റ്റ് എന്തായിരിക്കും വരിക? നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഏതൊക്കെ കേസസിൽ കൊടുക്കാം? ഇങ്ങനെ റോഡ് ആക്സിഡന്റ് വരുന്ന കേസ്, അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരുന്ന കേസ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കേസിൽ നമുക്ക് പോയ്സൺ യൂസ് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം, ഒക്കറൻസസ് റാൻഡം ആയിരിക്കണം, അതേപോലെ തന്നെ ഒക്കറൻസസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ കേസസിലൊക്കെ നമുക്ക് പോയ്സൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രോബിലിറ്റി ഇവിടെ എക്സ് ഫോളോസ് പ്രോബിലിറ്റി ഓഫ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയ്സോൺ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഫോളോ ചെയ്യുന്ന പോയ്സോൺ ആണെങ്കിൽ ഇവിടെ പോയ്സോൺ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ ലാംഡേന്റെ സ്ഥലത്ത് ആരായിരിക്കുന്നത്? 6 ആണ്. സോ ലാംഡ എന്താ? 6 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് PMF എടുത്താലോ? ഈസി അല്ലേ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ 6 ഫാക്ടോറിയൽ. ഇനി ലാംഡേന്റെ സ്ഥലത്ത് നമുക്ക് എന്താ? 6 ആണെന്ന് അറിയാം. ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി ലാംഡയുടെ സ്ഥലത്ത് എന്താ? 6 ആണ് വരേണ്ടത്. സോ ഇവിടെ എന്ത് കിട്ടും? നമ്മളുടെ PMF എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് 6 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ where x is equal to 0 1 2 etc equal to 0 otherwise. So ഇനി നെക്സ്റ്റ് റഫിനി എലിമെന്ററി കാൽക്കുലസ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. എന്നാലേ നമ്മൾ ഈ റാൻഡം വേരിയബിൾസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇന്റഗ്രേഷൻ ഒക്കെ പിന്നെ എവിടെയെങ്കിലും വരുമ്പോൾ നമുക്കത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി നെയിം ദ ഡിസ്ട്രിബ്യൂഷൻ ഹൂസ് മീൻ ആൻഡ് വേരിയൻസ് ആർ സെയിം. മീനും വേരിയൻസ് സെയിം ആയിട്ടുള്ള ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് പഠിക്കുന്നുള്ളൂ. ഏതാണത്? അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏതാണ്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇനി നെക്സ്റ്റ് അനോവ പറയുമോന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാം. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ 1 പറഞ്ഞു, 2 പറഞ്ഞു, 4 പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 10th ചാപ്റ്റർ, 5th ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. ഇനി 10th ചാപ്റ്റർ ആയിട്ടുള്ള എനോവയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനോവയിൽ നിന്ന് വളരെ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എനോവ സെറ്റാണ്. ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എനോവ അവിടെ നിന്ന് സെറ്റാണ്. സോ എനോവയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസംഷൻസ് ഓഫ് എനോവയാണ്. എന്തൊക്കെയാണ് എനോവയുടെ എസംഷൻ എന്ന് പറയുന്നത്? 4 എസംഷൻസ് ആണുള്ളത്. ഒന്ന് നോർമാലിറ്റി, ഹോമോജിനിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് അഡിറ്റിവിറ്റി. ഇത്തരത്തിൽ 4 എസംഷൻസ് ആണ് നമ്മൾ എനോവയ്ക്ക് ഉള്ളത്. ഇനി എനോവയിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇത്തരത്തിലൊരു ടേബിൾ. ഈ ടേബിൾ ഫില്ലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ 24 തന്നിട്ടുണ്ട്, നമ്മളെ ബിറ്റ്വീൻ ദി സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ആളെ നമുക്ക് അറിയില്ല. അവരെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 24 മൈനസ് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ? ആൻസർ എത്രയാണ് വരുന്നത്? ബ്ലാക്കിംഗ് ഫുഡ് കഴിച്ചു എന്നുള്ളത് തമ്മിൽ ചോദിച്ചാണോ അല്ലെ എന്നോട് ചോദിച്ചാണോ? ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. സോ ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്താ? 19 ആണ് വരുന്നത്. 24 മൈനസ് 5 ഒബ്വിയസ്ലി എത്രയാണ്? 19 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ആരെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് ആരെ തന്നിട്ടുണ്ട്? MSW തന്നിട്ടുണ്ട്, അഥവാ MSE തന്നിട്ടുണ്ട്. സോ MSW നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 76 ആണ് തന്നിട്ടുണ്ട്. N-K തന്നിട്ടുണ്ട്. ഇത് N-K ആണ്.
അത് 19 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരെ കാണാം? സോറി, എസ് എസ് ഡബ്ല്യു. ഇനി എം എസ് ഡബ്ല്യു കാണാൻ എന്ത് ചെയ്താൽ മതി? എസ് എസ് ഡബ്ല്യു ഡിവൈഡ് ബൈ എൻ മൈനസ് കെ. ചെയ്യുന്നത് എന്താണ്? ഈ കോളത്തിലെ ആൾക്കാരെ, എസ് എസിലുള്ള ആൾക്കാരെ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് എന്താ ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇവിടെ എന്ത് കിട്ടും? 76/19. 76/19 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്നായിരിക്കും ആൻസർ കിട്ടുക. 76/19 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ്? മിനി നമുക്ക് മോഡൽ എക്സാമിന് അനോവ നാളെ നമ്മൾ സൂപ്പർ 60 നമ്മൾ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്നുണ്ട്. സോ സൂപ്പർ 60 നാളെ കൃത്യം 7 മണിക്കാണ്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ആ ലൈവിൽ നമ്മൾ മോഡൽ എക്സാമിന് നിങ്ങൾ എല്ലാ ഡൗട്ടും അതേപോലെ തന്നെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള അനോവയുടെ ക്വസ്റ്റ്യനും എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നേ? അതിലെന്താ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ? നമുക്ക് ആ മോഡൽ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. MSB തന്നിട്ടുണ്ട്. എത്രയാണ്? മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് വെച്ചോ. അതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. MSB എന്ന് പറയുന്നത് 12.725 ആണ്. MSE എന്ന് പറയുന്നത് 1.05 ആണ്. F of 0.05 എന്ന് പറയുന്നത് 4.26 ആണ്. അങ്ങനെയാണെങ്കിൽ F എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് കമന്റ് ചെയ്യാം. ഇത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ചോദ്യം ഇങ്ങനെയാണ്. അബ്ദുള്ള ലൈവ് വരുന്നത് നാളെ ഈവനിങ് ആണ്. ഈവനിങ് 6 ആണ് വരുന്നത്. ഈവനിങ് 6 ആണ്. സോ ഇവിടെ എഫ് എന്താണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ എഫ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MSB/MSE ആണ്. സോ ഇവിടെ MSB എന്ന് എത്രയാണ്? 12.725 ആണ്. ഡിവൈഡ് ബൈ 1.05. ആൻസർ എത്രയാണ് വരുന്നത്? 12.725 ഡിവൈഡ് ബൈ 1.05. ആൻസർ വരുന്നത് 12.119 എന്നാണ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? വളരെ ഈസി. ഇതൊന്നും ചെയ്യാനില്ല. എന്താണ്? എഫിന്റെ വാല്യൂ കിട്ടി 12.119 ആണ്. അത് എഫ് ആൽഫിനെ കാട്ടും വലുതാണോ ചെറുതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 4 എന്നുള്ള വാല്യൂ എന്താണ്? 12നെ കാട്ടും എന്താണ്? ചെറുതാണ്. ഇവിടെ ഏറ്റവും വലിയ വാല്യൂ ആരാണ്? 12 ആണ്. സോ നമുക്ക് കിട്ടിയ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ആൽഫയെ കാട്ടും. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 0.05 ആണ്. സോ എഫ് ആൽഫനെ കാട്ടും എന്താ? വലുതാണ്. നമുക്ക് കിട്ടിയ എഫിന്റെ വാല്യൂ എഫ് ആൽഫനെ കാട്ടുന്ന വലുതാണ്. സോ അതുകൊണ്ട് എന്ത് പറയാൻ വേണ്ടി പറ്റും? റിജക്ട് H naught. That is the means are not equal. മീൻസ് ഈക്വൽ ആണ്. ഓൾ മീൻസ് ആർ ഈക്വൽ എന്നാണ് നമ്മളെ H naught വരുന്നത്. ഓൾ മീൻസ് ആർ ഈക്വൽ. അതാണ് അനോവന്റെ കേസിൽ നമുക്ക് H naught വരുന്നത് ഓൾ മീൻസ് ആർ ഈക്വൽ എന്നായിരിക്കും. ഇനി H1 എന്ന് പറയുന്നത് എന്താ? ദേ ആർ നോട്ട് ഈക്വൽ. ദ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്നായിരിക്കും. ദ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്നായിരിക്കും. സോ H naught എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ മീൻസ് ആർ ഈക്വൽ. H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്നാണ്. സോ ഇവിടെ നമുക്ക് റിജക്ട് H naught എന്ന് പറയുമ്പോൾ എന്താ? മീൻ വാല്യൂസ് ഒന്നും ഈക്വൽ അല്ല എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? മല്ലുബോയ് ബൈനോമിയൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. യെസ് 12.11 കിട്ടും നമുക്ക്. സോ നമുക്ക് ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചെയ്യാനുള്ളൂ. ഈ 2 വാല്യൂ ക്വസ്റ്റ്യൻ തന്നെ ആ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ 2 മാർക്കായിരുന്നു അവിടെ. വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതിപ്പോൾ ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് കമന്റ് ചെയ്തേ. ഇത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നൊന്ന് പറഞ്ഞേ. പിന്നെ ചോദിക്കാറുള്ളത് ഈ ഒരു ടേബിളിലാണ്. സോ ഈ ടേബിളിൽ നമുക്കിപ്പം MSW കിട്ടി. എന്താണ്? 4 ആണെന്ന് കിട്ടി. MSW 4 ആണെന്ന് കിട്ടി. ഇനി SSB കാണും. SSB നേരത്തെ ആരോ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണോ വരുന്നത്? നമുക്കൊന്ന് നോക്കാം. SSB ആരായിരുന്നു? 60 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഐശ്വര്യാദേവ് 60 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണോ വരുന്നത് അല്ലയോ നമുക്ക് നോക്കാം. സോ ഇവിടെ MSB എന്ന് പറയുന്നത് SSB/K-1 ആണ്. സോ ഇവിടെ MSB കിട്ടിയിട്ട് എത്രയാണ്? 12 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ MSB അറിയാം എത്രയാണ്? 12 ആണെന്ന് അറിയാം. K-1 അറിയാം, അത് 5 ആണെന്ന് അറിയാം. SSB കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? SSB is equal to MSB into K-1. This is equal to 12 into 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ് നമുക്ക് ആൻസർ വരുന്നത്. യെസ് ഐശ്വര്യ ദേവി, യെസ് കറക്റ്റ് ആൻസർ ആണ്. SSB എത്രയാണ് വന്നത്? സോ വെരി ഗുഡ്. ആൻസർ എന്താണ്? 60 ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 60 ആണെന്ന് കിട്ടി.
ഇനി ഇവിടെ കാണേണ്ട ഒരു ഡാഷും കൂടെ ഉണ്ട്. ആരാണ്? ടി എസ് എസ് ആണത്. അത് വരുന്ന ആരാണ്? ടി എസ് എസ് ആണ്. സോ ടി എസ് എസ് ഇസ് ഈക്വൽ ടു SSB plus SSW. So that is equal to 60 plus 76. That is equal to 136 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ടി എസ് എസ് വരുന്നത് എത്രയാണ്? ടി എസ് എസ് വരുന്നത് 136 ആണ്. ഈ നെക്സ്റ്റ് എഫ് കാണാൻ ഇപ്പൊ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് എഫിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? MSB by MSW. MSW അല്ലെ MSE എന്ന് വേണമെങ്കിലും പറയാം. MSB എന്ന് പറയുന്നത് എത്രയാണ്? അത് വരുന്നത് 12 ആണ്. MSW എന്ന് പറയുന്നത് 4 ആണ്. സോ 12/4 is equal to 3 കിട്ടി. അപ്പൊ എഫിന്റെ വാല്യൂ 3 ആണ്. ഇനി എഫ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അത് 4.17 ആണ്. അതിനെക്കാട്ടും എന്താ? 4-നെക്കാട്ടും ചെറിയ വാല്യൂ അല്ലേ 3 വരുന്നത്. സോ നമ്മൾ എന്താക്കും? എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? എഫ് ആൽഫേനെക്കാട്ടും ചെറുതാണ്. Therefore we accept H0. അഥവാ ഡു നോട്ട് റിജക്ട് H0 എന്ന് കിട്ടും. ഡു നോട്ട് റിജക്ട് H0 എന്നായിരിക്കും നമുക്ക് ഫൈനലി കിട്ടാം. എല്ലാ മീൻ വാല്യൂസ് എന്താ? ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ അത്? യാസി കാൽക്കുലേഷൻ കാണിക്കണമല്ലോ, അല്ലാണ്ട് ഈ ഉത്തരങ്ങളൊന്നും കാൽക്കുലേറ്റർ നേരെ കൊടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. എന്നാലും ഈ കാൽക്കുലേഷൻ കാണിച്ചാലാണല്ലോ അവർക്ക് ഓക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, കോപ്പി അടിച്ചതല്ല എന്നവർക്ക് മനസ്സിലാവണമല്ലോ. സോ യാസി കാൽക്കുലേഷൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് സൈഡിൽ ഒന്ന് കൊടുത്താൽ ഇത് 2 മാർക്കിനല്ല ബേസിക്കലി ചോദിക്കാറ്. ഓക്കെ, യെസ്. സോ നമ്മൾ എന്താക്കും? ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ടെസ്റ്റ് ആണ് അനോവയിൽ യൂസ് ചെയ്യുന്നത്? ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? എഫ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എസംപ്ഷൻസ് ഓഫ് അനോവ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഹോമോജനിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്, അഡിറ്റിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ എന്താ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അനോവ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ ഒരു ലൈന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇൻ അനോവ ദി ഡാഷ് ഓഫ് 2 വേരിയേഷൻസ് ഇസ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. 2 വേരിയേഷനുകളുടെ റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. 2 വേരിയേഷന്റെ റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. യെസ് പാരിസ്, നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഇൻഡെക്സ് നമ്പർ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിലേക്ക് പോവാം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ എന്താണ് ഈ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഫിറ്റ്നസ് ഫോർ യൂസ്, ഉപയോഗിക്കാൻ കൊള്ളാവുന്നത്, അതാണ് ക്വാളിറ്റി. ഇനി ഇതിന്റെ 2 ഡെഫിനിഷൻസ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ തിയറി എന്താണ് മിസ്റ്റേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിയറി ക്വസ്റ്റൻ ആട്ടോ. ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്, അഥവാ ഇനി ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി. ക്വാളിറ്റി എന്ന് പറയുന്നത് അധികം വേരിയേഷൻ ഇല്ലാതിരിക്കുന്നത് എന്നുകൂടെ അർത്ഥമുണ്ട്. ഇനി നെക്സ്റ്റ് കൺട്രോൾ ചാർട്ട് ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? കൺട്രോൾ ചാർട്ട് ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? അത് വാൾട്ടർ എ ഷോവാട്ട് ആണ് കൺട്രോൾ ചാർട്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ. യെസ്, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചോദിച്ചിട്ടുണ്ട്. അമ്മ അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഒരു 7 യൂസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നെക്സ്റ്റ് യെസ്, കൺട്രോൾ ചാർട്ടുകൾ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ ചോദിക്കാം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ ഒരു 10 സാമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n is equal to 10 ആണ്. ഓരോ സാമ്പിളിനകത്ത് 2 പാക്കറ്റ് വെച്ചിട്ടാണ്. അപ്പൊ m is equal to 2 ആണ്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ബാർ ആർ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ സിഗ്മ എക്സ് ബാർ എന്ന് പറയുന്നത് 27 ആണ്. സിഗ്മ ആർ എന്ന് പറയുന്നത് 10 ആണ്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ബാർ ചാർട്ടാണ്. ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.8 ആയിട്ടാണെന്ന് കിട്ടിയിട്ടുണ്ട്. 1.88 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് നമ്മൾ അതിൽ കണ്ടുപിടിക്കേണ്ട കൺട്രോൾ ലിമിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. കൺട്രോൾ ലിമിറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്കൊരു സെൻറ്റർ ലൈൻ ഉണ്ട്, അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. ഇത്തരത്തിൽ 3 ആൾക്കാരാണ് നമുക്കുള്ളത്. കൺട്രോൾ ലിമിറ്റ് നമ്മൾ സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ബാർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ സിഗ്മ എക്സ് ബാർ എത്ര? 27 ബൈ 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.7 കിട്ടും.
ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യുക, അതായത് അപ്പർ കൺട്രോൾ ലൈൻ കാണാൻ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഡബിൾ ബാർ പ്ലസ് എ ടു ആർ ബാർ എന്നാണ്. ഇവിടെയാണെങ്കിൽ എക്സ് ഡബിൾ ബാർ മൈനസ് എ ടു ആർ ബാർ എന്നാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് 2.7 പ്ലസ് എ ടു കിട്ടിയിട്ടുണ്ട് 1.88 ആണ് കിട്ടിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ആർ ബാർ അത് നമുക്കറിയില്ല അല്ലേ, ആറ് തന്നിട്ടുണ്ട്, സിഗ്മ ആറ് തന്നിട്ടുണ്ട്. ആർ ബാർ എന്ന് വെച്ചാൽ എന്താ, സിഗ്മ ആർ ബൈ എൻ ആണ്. സിഗ്മ ആർ എത്രയാണ് തന്നിട്ടുണ്ട്, എത്രയാണ് 10 ആണ്. എൻ എത്രയാണ്, അതും എന്ത് തന്നെയാണ് 10 തന്നെയാണ്. ആൻസർ വരുന്നത് എന്താണ് 1 എന്ന് കിട്ടും. ആർ ബാർ എന്ന് വെച്ചാൽ എന്താണ്, അത് 1 ആണെന്ന് കിട്ടും. സോ ഇവിടെ 1.88 into 1. ഇനി ദിസ് ഇസ് ഈക്വൽ ടു 2.7 മൈനസ് 1.88 into 1. സോ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, ഫൈനൽ ആൻസർ വരുന്നത് 4.58 and 0.82. സോ നമ്മളെ കൺട്രോൾ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൺട്രോൾ ചാർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ആദിത്യൻ, യെസ് പാസ്സാകാലോ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പാസ്സാകാൻ വേണ്ടി പറ്റും. ഈ നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കൺട്രോൾ ചാർട്ട്സിൽ ഏത് കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് ബാർ ചാർട്ടിൽ, മീൻ ആൻഡ് റേഞ്ച് ചാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എക്സ് ബാർ ചാർട്ടിൽ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആരെയാണ്, A2 അല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആരെയാണ് യൂസ് ചെയ്യുന്നത്, A2-നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് എന്ത് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ മീൻ റേഞ്ച് ചാർട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മീൻ റേഞ്ച് ചാർട്ട് കാണാനാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് അറിയാം എന്താണ് സെന്റർ ലൈൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, എക്സ് ഡബിൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. ഇതെല്ലാം എന്താണ് എക്സ് ബാർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതെല്ലാം എക്സ് ബാർ ആണ്, ഇതെല്ലാം റേഞ്ചുകളാണ്. സോ എന്താ ചെയ്യേണ്ടത്, ഇവരെല്ലാ എക്സ് ബാറുകളും ആഡ് ചെയ്യാം. എല്ലാ എക്സ് ബാറുകളും ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കണം, ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. സോ ഡിവൈഡ് ബൈ 5 ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ. ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാടാ ഫാത്തിമ? യെസ്, എന്താ സംശയം, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പ്രോബ്ലം പേപ്പർ ആണ്, നമ്മൾ ഒരുപാട് ഇപ്പൊ ഇംഗ്ലീഷ് മലയാളമൊക്കെയാണ് ഒരുപാട് ചിലപ്പോൾ വാരി വലിച്ചൊക്കെ എഴുതേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും സ്റ്റാറ്റിസ്റ്റിക്സിനില്ല. 2-3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കുറച്ച് ഇക്വേഷനേ ഉള്ളൂ, ആ ഇക്വേഷൻ എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി ഇവിടെ നമുക്ക് സിഗ്മ എക്സ് ബാർ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 12.9 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.58. അതാണ് എന്ത് നമ്മളെ സെന്റർ ലൈൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ആർ ബാർ കാണണം. ആർ ബാർ എങ്ങനെ കിട്ടും, ഈ എല്ലാ റേഞ്ചുകളും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സോ n ഇസ് ഈക്വൽ ടു 5 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. സോ എന്ത് കിട്ടും, 0.2 പ്ലസ് 0.2 പ്ലസ് 0.7 പ്ലസ് 0.3 പ്ലസ് 0.3 plus 0.4 plus 0.3. So divided by 5. That is equal to 1.4 divided by 5. Answer 0.28 എന്ന് കിട്ടും. ഇനി എന്താ നമ്മൾ അപ്പർ കൺട്രോൾ ലൈൻ കാണാലോ. That is equal to x double bar plus A2R bar. ഇനി ലോവർ കൺട്രോൾ ലൈൻ ആണെങ്കിലോ അത് എക്സ് ഡബിൾ ബാർ മൈനസ് A2R ബാർ ആയിരിക്കും. സോ ഇവിടെ എന്ത് കിട്ടും, എക്സ് ഡബിൾ ബാർ അറിയാം എത്രയാണ് 2.58 ആണ്. പ്ലസ് A2 എന്ന് പറയുന്നത് എത്രയാണ്, A2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A2 നമ്മൾ ആ ടേബിൾ എടുത്ത് നോക്കാം. അതിൽ നമ്മൾ A2 എന്താണെന്ന് കിട്ടും, A2 is equal to 0.577. സാമ്പിളിന്റെ സൈസ് 5 ആണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോ, നിങ്ങൾക്ക് കാണാം സാമ്പിൾ സൈസ് 5 ആണെങ്കിൽ n 5 ആണ് വരുന്നതെങ്കിൽ നമ്മൾ A2 എന്ന് പറയുന്നത് 0.577 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.577 ഇൻറ്റു ഇവിടെ ആർ ബാർ എത്രയാണ് 0.28 ആണ്. സോ ഇൻറ്റു 0.28 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു 2.58 മൈനസ് ഇതേ ആൾക്കാർ തന്നെയാണ് 0.577 ഇൻറ്റു 0.28. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ വരുന്നത് ഇത് വരുന്നത് 2.74ഉം ഇവിടെ വരുന്ന 2.42 ആണ്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രോസസ് അണ്ടർ കൺട്രോൾ ആണോ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. അണ്ടർ കൺട്രോൾ ആണോ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെയാ ചെയ്യാം, അണ്ടർ കൺട്രോൾ ആണോ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അത് മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാവരും എന്താണ് ഈ റേഞ്ചിന്റെ അകത്താണ്. 2.74 ആണ് ഏറ്റവും വലുത്. 2.7 എന്ന് വെച്ചാൽ എന്താ 2.74 താഴെയാണ്. അപ്പൊ 2.7 ഇവിടെ വരും, 2.74 ഇവിടെ വരും. സോ ആ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ്. ഇനി
പിന്നെ ആരൊക്കെ ഉണ്ട്? 4 ഉണ്ട്, 2.5, 2.6 എല്ലാവരും എന്താ ഈ റേഞ്ചിന്റെ അകത്താണ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പറയും therefore it is under control. അതെന്താണ്? അണ്ടർ കൺട്രോൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ്, നെയിം ഓഫ് ദി കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ നമ്മളെ കൺട്രോൾ ചാർട്ടിന്റെ പേരെന്താണ്? അത് NP ചാർട്ടാണ്. യെസ്, ഹരി ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ മോഡൽ ക്വസ്റ്റ്യനിൽ 26th ക്വസ്റ്റ്യൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ നമുക്കറിയാം SSB എന്ന് പറയുന്നത് എന്താണ്? 190 ആണ്. SSW എന്ന് പറയുന്നത് എന്താണ്? 76 ആണ്. ഇനി അനോവ ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അനോവ ടേബിൾ ഉണ്ടാക്കാന്ന് പറയുമ്പം അതെന്തൊക്കെ വേണം? എന്താണ് നമ്മുടെ ടേബിൾ വരുന്നത്? സോഴ്സസ് വേണം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം, പിന്നെ എന്തൊക്കെയാണ്? SS വേണം, MSS വേണം, F വേണം, F ആൽഫ വേണം. ലാസ്റ്റ് നമ്മൾ ടോട്ടൽ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? സോഴ്സ് വേണം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം, SS വേണം, MSS വേണം, സം ഓഫ് സ്ക്വയർസ്, മീൻ സം ഓഫ് സ്ക്വയർസ്, എഫിന്റെ വാല്യൂ F ആൽഫ. സോ ഇവിടെ F ആൽഫ എന്താണ് തന്നിട്ടുണ്ട്? 0.05 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ എത്രയാണ്? എഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.87 ആണെന്ന് തന്നിട്ടുണ്ട്. 2.87 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ നെക്സ്റ്റ് എന്താണ്? നമ്മളുടെ ബിറ്റ്വീൻ സാമ്പിൾസും വിതിൻ സാമ്പിൾ. അബ്ദുള്ള, ഇന്റഗ്രേഷൻ അത്ര ടഫുള്ള കാര്യമൊന്നുമല്ലോ. ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചെങ്കിൽ ഇന്റഗ്രേഷൻ സെറ്റാക്കാവുന്ന കാര്യമുള്ളൂ. ഇന്റഗ്രേഷൻ വരുന്ന ക്വസ്റ്റ്യനെ നമുക്ക് അങ്ങനെ തന്നെ സെറ്റാക്കാൻ വേണ്ടി പറ്റും. സോ SSB തന്നിട്ടുണ്ട് അല്ലേ? SSB തന്നിട്ടുണ്ട്, അത് 190 ആണ് തന്നിട്ടുണ്ട്. SSW തന്നിട്ടുണ്ട്, 76 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ TSS അപ്പം തന്നെ കിട്ടിയല്ലോ. SSB പ്ലസ് SSW ആൻസർ എത്രയാണ് വരുന്നത്? 190 പ്ലസ് 76. ആൻസർ വരുന്നത് 266 ആണോ? 190 പ്ലസ് 76 ആൻസർ വരുന്നത് 266 എന്ന് ആൻസർ കിട്ടും. ഇനി ആരൊക്കെ വേണം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കണ്ടുപിടിക്കണം. 5 ട്രീറ്റ്മെന്റ് അപ്ലൈഡ് ടു 5 പ്ലോട്ട്സ്, 5 ട്രീറ്റ്മെന്റ്സ് അപ്ലൈഡ് ടു 5 പ്ലോട്ട്സ് ആണ്. അതുപോലെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. 25 ആണെന്നുണ്ട്. K എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ K എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. K 5 ആണ്, N 25 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വാല്യൂസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ബാക്കി എന്തൊക്കെ നമുക്ക് കിട്ടും? സോ ഇവിടെ K ഈക്വൽ ടു 5 ആണ്. ഇവിടെ ആരാ കാണണ്ടേ? ഇവിടെ നമുക്ക് വേണ്ട ആള് K -1 ആണ്. ഇവിടെ വേണ്ട ആൾ ഏതാണ്? K -1 ആണ്. സോ 5 - 1 ചെയ്യുമ്പോൾ 4 കിട്ടും. K -1 എന്ന് പറയുമ്പോൾ 5 - 1 ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ അടുത്ത കോളത്തിൽ വരണ്ടേ? അടുത്ത ഈ ഒരു കോളത്തിൽ വരുന്നത് N - K ആണ്. സോ അതെന്താണ്? 25 - 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 20 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 20 എന്ന് കിട്ടും. ഇത് എത്രയാണ്? ഇവിടെ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇത് 20 എന്ന് കിട്ടും. ഇനി ലാസ്റ്റത്തെ വണ് ശരിക്കും N - 1 ആണ്. 25 - 1 ആൻസർ 24 എന്ന് കിട്ടും. നമുക്കിവിടെ N - 1 ദാറ്റ് ഇസ് ഈക്വൽ 25 - 1 ദാറ്റ് ഇസ് ഈക്വൽ 24 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലും മതിയടാ. 20 + 4 എത്ര? 24. സോ ആദ്യത്തെ 2 കോളം കിട്ടി, സെറ്റാണ്. ഈ 2 കോളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, സംഭവം ഫുള്ള് കഴിഞ്ഞു. നമ്മളെ കയ്യിലാണ് ബാക്കി എല്ലാം ഇരിക്കുന്നത്. എന്താണ്? MSB എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. MSB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? SSB by K - 1. MSW എന്ന് വെച്ചാൽ എന്താണ്? അത് MSW എന്ന് വെച്ചാലോ SSW by N - K ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു SSB എന്ന് വെച്ചാൽ 190 by 4. ഇവിടെ 190 by 4 എന്ന് കിട്ടും. അടുത്തത് ഇയാൾ ഏതാണ്? അത് 76 by 20 ആണ്. 76 by 20. സോ 190 by 4 എത്ര വരുന്നത്? 190 by 4 ചെയ്യുമ്പോൾ നമുക്ക് 47.5 കിട്ടും. പിന്നെ 76 by 20 ചെയ്യുമ്പോൾ നമുക്ക് 3.8 കിട്ടും. സോ ഇവിടെ 47.5, ഇവിടെ എത്രയാണ്? 3.8. ഇനി ലാസ്റ്റ് F എന്ന് വെച്ചാൽ എന്താ? ഈ MSB ഡിവൈഡഡ് ബൈ MS
W ആണ്. So this is equal to 47.5 divided by 3.8. So 47.5 divided by 3.8. Final answer എത്ര? 12.5 എന്ന് കിട്ടും. ഇവിടെ ആൻസർ എന്ത് കിട്ടി? 12.5 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ 12.5 എന്താണ്? ഈ 2.87നെക്കാട്ടും വലിയൊരു വാല്യൂ അല്ലേ? സോ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി എന്താണ്? F is equal to 12.5 എന്നത് ഗ്രേറ്റർ ദാൻ എന്താണ്? 2.87 ആണ്. റിജക്ട് H നോട്ട്, H നോട്ടിനെ കളഞ്ഞു, റിജക്ട് H നോട്ട്. ഇത്രയേ ഉള്ളൂ ആ ഒരു സംഭവം, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. ഇതിപ്പോ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് ആകെ SSB, SSW, പിന്നെ തന്നിട്ടുണ്ടായിരുന്നത് ട്രീറ്റ്മെന്റ്സ് ആണ്. 5 ട്രീറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. 5 ട്രീറ്റ്മെന്റ്സ് അപ്ലൈഡ് ടു 5 പ്ലോട്ട്സ്. 5 ട്രീറ്റ്മെന്റ്സ് വെച്ചാൽ അത് Kന്റെ വാല്യൂ ആണ്. സോ K എന്താണ്? 5 ആണെന്ന് അതിൽ കിട്ടി. പിന്നെ ലാസ്റ്റ് ഒബ്സർവേഷൻസ്, ടോട്ടൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് 5 × 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 25. ഇപ്പോൾ 25 ഒബ്സർവേഷൻസ് ഉണ്ട്. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് K-1 ആണ്. ഇതെന്താണ്? ഇത് N-K ആണ്. ഇത് N-1 ആണ്. ക്ലിയർ അല്ലേ? യെസ് ഹരി, യെസ് ക്ലിയർ. സോ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? നമ്മളെ ടൈം സീരീസ് അനാലിസിസ്. അതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, സീസണൽ വേരിയേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന പീരീഡ് ഏതാണ്? ഏത് പീരീഡിലാണ് നമ്മുടെ സീസണൽ വേരിയേഷൻ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു വർഷത്തിന്റെ അകത്താണ് എന്ത് നമ്മൾ സീസണൽ വേരിയേഷൻ ചെക്ക് ചെയ്യാം. അതല്ലേ കറക്റ്റ് ആൻസർ? അതല്ലേ വരുന്നത്? അതല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്? ടൈം സീരീസിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? സെക്യുലർ ട്രെൻഡ് ഉണ്ട്, പീരിയോഡിക് മൂവ്മെന്റ് ഉണ്ട്, പീരിയോഡിക് തന്നെ സൈക്ലിക് ഉണ്ട്, അതുപോലെ സീസണലും ഉണ്ട്. പിന്നെ എന്താണ്? ഇറഗുലർ വേരിയേഷൻ. സൈക്ലിക് ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് ലോങ് ടേം ആണ്. ലോങ് ടേം വേരിയേഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ലോങ് ടേം വേരിയേഷൻ ആണ് എന്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി സൈക്ലിക് ആണെങ്കിലോ അവിടെ മോർ ദാൻ 1 ഇയർ ആണ് ചെക്ക് ചെയ്യുന്നത്. മോർ ദാൻ 1 ഇയർ ആണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിസിനസ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് 4 ഫേസസ് ഉണ്ട്. 4 ഫേസ്, 4 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് പ്രോസ്പെരിറ്റി, നല്ല രീതിക്ക് അത് പോകുന്നുണ്ട് പ്രോസ്പെരിറ്റി. പിന്നെന്താണ്? അതൊരു ചെറിയൊരു ഡിക്ലൈൻ വന്നു, ചെറിയൊരു വേരിയേഷൻ ഡിക്ലൈൻ വന്നു. പിന്നെ അതെന്തായി? ഡിപ്രഷനിൽ പോയി. അത് ഡിപ്രഷനിൽ പോയി. പിന്നെ അതെന്താ? അത് ഇമ്പ്രൂവ് ചെയ്തു വന്നു, ഇമ്പ്രൂവ്മെന്റ്. ഇത്തരത്തിൽ 4 ഫേസസ് ആണ് നമ്മളുടെ ബിസിനസ് സൈക്കിളിനത്. ബിസിനസ് സൈക്കിളും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുന്നേ. സീസണൽ വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിതിൻ 1 ഇയർ ആണ് നോക്കുന്നത്. വിതിൻ 1 ഇയർ ആണ് നോക്കുന്നത്. വിതിൻ 1 ഇയർ പീരീഡിലാണ്. ഫോർ എക്സാമ്പിൾ വൂളൻ ക്ലോത്ത്സിന്റെ കച്ചവടം, നമ്മളെ തണുപ്പുള്ള സമയത്ത് കമ്പിളി തുണികളുടെ കച്ചവടം എന്താ കൂടുതലായിരിക്കും. ഇപ്പൊ ചൂടായി തുടങ്ങി, ചൂടാകുമ്പോൾ വേണമെങ്കിൽ AC-ന്റെ കച്ചവടം കൂടാം, കോട്ടൺ തുണികളുടെ കച്ചവടം കൂടും, കോട്ടൺ ഡ്രസ്സ്, പിന്നെന്തൊക്കെയാ? ഐസ്ക്രീം, ഏറ്റവും അടുത്ത് പറയുന്നത് ഐസ്ക്രീം, ജ്യൂസ്, ഇതൊക്കെ എന്താ നമ്മളെ സമ്മർ സീസണിൽ എന്താ കൂടുതലായിരിക്കും. സോ ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? സീസണൽ വേരിയേഷൻ്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇറഗുലർ വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന, നമുക്കൊരു ഐഡിയ ഇല്ല എപ്പോഴാണ് ഇത് വരാം, എന്താ വരാം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ സുനാമി വരികയാണ്, പെട്ടെന്നൊരു സുനാമി വന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം വന്നു, അല്ലെങ്കിൽ ഫ്ലഡ്, ഇതൊക്കെ എന്താ പെട്ടെന്ന് വരുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അതിന് മാറ്റം കൊണ്ടുവരും. ഇപ്പം എപ്പിഡമിക് അല്ലെങ്കിൽ നമ്മളുടെ പാൻഡമിക് ഇതൊക്കെ എന്താണ് പെട്ടെന്ന്. ഇപ്പോൾ നമ്മളുടെ കൊറോണ വന്നു, അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ പെട്ടെന്ന് മാറിയിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ളതൊക്കെ എന്താ ഇറഗുലർ വേരിയേഷന്റെ എക്സാമ്പിൾ ആണ്. യെസ് അബ്ദുള്ള, നെക്സ്റ്റ് നമുക്ക് ഇൻഡെക്സ് നമ്പറിലേക്ക് പോവാം. സോ ഇനി നെക്സ്റ്റ് 3 ഇയർലി മൂവിങ് ആവറേജ്. നമ്മളെ ഏതൊരു ഗെയിമർ ആള് തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 3 ഇയർലി മൂവിങ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ 3 ആൾക്കാരെ വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകേണ്ടത്. ഇതിന്റെ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് വരയ്ക്കാൻ പറഞ്ഞാലോ? എക്സാമിന് അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മോഡൽ എക്സാം അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇയർ നമ്മൾ X ആക്സിസിൽ കൊടുക്കുക, നമ്മളെ പ്രോഫിറ്റ് Y ആക്സിസിൽ കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഇനി സെമി ആവറേജ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്? 8 വാല്യൂസ് ഉണ്ട്. 8 വാല്യൂസ് ഉണ്ട്. ഇതിന് ഈക്വലി 2 ഡിവൈഡ് ചെയ്യും. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു 2021 കൂടി ഉണ്ടെന്ന് വെച്ചോ. അപ്പം നമ്മൾ ഈ നടുക്ക് താളെ കളയും.
ഇനി ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ 2021 കൂടെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര നമ്പർ വന്നു? ഇവിടെ നമുക്ക് 4, 8, 9. സോ നമുക്ക് 9 നമ്പർ വന്നു. സോ ഇവിടെ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കത്തൊരാളെ കളയും. നമ്മൾ ഈ 2017 നമ്മൾ കളയും. ബാക്കി ഈ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ആവറേജ് കാണും, ഒരു പോയിന്റ് കിട്ടി. ഇവരെ വെച്ചിട്ട് ആവറേജ് ഒരു പോയിന്റ് കിട്ടി. അതിലൂടെ രണ്ടിലൂടെ കടന്നു പോകുന്ന രീതിയിലൊരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരയ്ക്കും. അതാണ് സെമി ആവറേജ് മെത്തേഡ്. ഇനി ഇത്തരത്തിൽ ഓഡ് നമ്പർ അല്ല, ഈവൺ നമ്പർ ആണെങ്കിൽ, ഇപ്പൊ തന്നിരിക്കുന്ന മാതിരി ഈവൺ നമ്പർ ആണെങ്കിൽ 4, 4 നമ്മൾ എഴുതും. എന്നിട്ട് എന്താ, ഇവരുടെ ഒരു ആവറേജ് പോയിന്റ് കാണും, ഇവിടെ ഒരു ആവറേജ് പോയിന്റ് കാണും. ഇതിൽ രണ്ടിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്, മെത്തേഡ് ഓഫ് സെമി ആവറേജ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ 3 ഇയർലി മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ആളെ എടുക്കുക, ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആവറേജ് കാണാം. ഇത്തരത്തിലൊരു ടേബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ എന്താണ് ഈ 3 പ്രോഫിറ്റ്, ഈ 3 ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തു, ഇപ്പോൾ 83 കിട്ടും. അതിനെ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആവറേജ് വാല്യൂ കിട്ടും. സോ ഇത്തരത്തിൽ 3 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് പോവുക, അതിന്റെ ആവറേജ് കാണാം. ഇതാണ് എന്ത്, 3 ഇയർലി മൂവിങ് ആവറേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ ടൈം സീരീസ്. ടൈം സീരീസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ടൈം സീരീസ് എന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ഡാറ്റ ഒബ്സർവ്ഡ്, കളക്റ്റഡ് ആൻഡ് അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഒരു ഓർഡർ ഉണ്ടായിരിക്കും അതിന്. എങ്ങനെയാണ്, ദിവസങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ വെച്ചിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇപ്പോൾ ടൈം സീരീസ് ആണ്. 2013 തൊട്ട് 2020 വരെയുള്ള വർഷങ്ങളിൽ ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്താണ്, ലാഭം എന്താണ് എന്നാണ് ചോദിച്ചിട്ടില്ലേ. സോ 2013 തൊട്ട് 2020 വരെ നമുക്ക് എന്താ, അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വലുതിൽ നിന്ന് ചെറുതിലേക്കോ ഒരു ഓർഡറിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ ടൈം സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്? 3 കമ്പോണൻസ് ഉണ്ട്, സെക്യുലർ ട്രെൻഡ്, പീരിയോഡിക് മൂവ്മെന്റ്. പീരിയോഡിക് മൂവ്മെന്റിൽ ഉണ്ട് ഡിവിഷൻ ഉണ്ട്, എന്തൊക്കെയാണ്, സൈക്ലിക് ഉണ്ട്, സീസണൽ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ് വരുന്നത്, ഇറഗുലർ വേരിയേഷൻ ആണ്. ഇനി ഇതാ അടുത്ത ആൾക്കാർ. ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്. 10 തൊട്ട് 17 വരെയുള്ള വർഷങ്ങളിൽ സെയിൽസ് വന്നിട്ടുണ്ട്. 3 ഇയർലി മൂവിങ് ആവറേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഇയർലി മൂവിങ് ടോട്ടൽ കിട്ടും. അതിന്റെ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആവറേജ് കിട്ടും. സോ ഇനി നെക്സ്റ്റ്, ദ സെയിൽസ് ഓഫ് സ്കൂൾ ബാഗ്സ് ഗോ അപ്പ് ഇൻ ജൂൺ എവറി ഇയർ. ജൂണിലാണല്ലോ നമ്മൾ സ്കൂൾ ബാഗിന്റെയും കൊടേന്റെയും ബുക്ക്, പെൻസിൽ ബോക്സ്, ഇതിന്റെ ഒക്കെ കച്ചവടം കൂടുന്നത്. സോ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, അത് നമ്മളുടെ സീസണൽ വേരിയേഷന്റെ എക്സാമ്പിൾ ആണ്. അതെന്താണ്, സീസണൽ വേരിയേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് അത് വരുന്നത്. ഇനി നെക്സ്റ്റ്, യെസ്, സെയിൽ ഓഫ് അംബ്രല്ല ഇസ് അസോസിയേറ്റഡ് വിത്ത്. അംബ്രല്ല സെയിൽ, അതും എന്താ, കൊല്ലത്തിൽ എപ്പോഴായിരിക്കും അംബ്രല്ല സെയിൽ കൂടുന്നുണ്ടാവുക, മഴക്കാലത്താണ്, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയത്ത്. സ്കൂൾ തുറക്കുന്നത് മഴക്കാല സമയത്താണ് സ്കൂൾ തുറക്കുന്നത്. സോ ആ ഒരു സമയത്താണ് എന്ത്, നമ്മളെ അംബ്രല്ല സെയിൽ കൂടുന്നത്. അപ്പോൾ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, സീസണൽ വേരിയേഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ്, നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ് സൈക്കിൾ എങ്ങനെയാ ഉണ്ടാവുക, നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, ഇംപ്രൂവ്മെന്റ്. സോ ഇവിടെ എന്താ വരുന്നത്, ഇവിടെ പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, ഇംപ്രൂവ്മെന്റ്. സോ ഇതാണ് എന്ത്, നമ്മളെ ബിസിനസ് സൈക്കിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, ഇൻഡെക്സ് നമ്പർ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു, ഇപ്പൊ ടോട്ടൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു, 1, 2, 4, 5, 10, ഇപ്പൊ 11, 12, 13 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇനി ഇൻഡെക്സ് നമ്പർ എന്നുള്ള ചാപ്റ്ററിൽ ഇൻഡെക്സ് നമ്പറിന് എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫ്രെയിമിംഗ് എക്കണോമിക് പോളിസീസ്, പർച്ചേസിംഗ് പവർ ഓഫ് മണി, അല്ലെങ്കിൽ നാഷണൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്, പിന്നെ എന്താ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിന്, ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെന്താണ് നമ്മളെ കോസ്റ്റ് ഓഫ് ലിവിങ് അളക്കാൻ. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻഡെക്സ് നമ്പർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. യെസ്, ഡി ആണ് എന്ത്, നമുക്കാണ് ആൻസർ വരുന്നത്. യെസ്, പിക്ചർ വരച്ചാൽ മതി. പിക്ചർ വരച്ചിട്ട് ഇതൊക്കെയാണ് നമ്മളെ 4 ഫേസസ് എന്ന് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലാപ്പൻ ഇൻഡെക്സ് നമ്പർ, പാഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആൻഡ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. ഈ 4 ആൾക്കാരെയും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ ലാപ്പയർ എപ്പോഴും നോക്കുന്നത്
ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് അവിടെ നോക്കുന്നത്. ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് അവിടെ വെയിറ്റ് ആയിട്ട് വരുന്നത്. ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ലാപ്പ് ഇയർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പാഷ് ആണെങ്കിലോ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫിഷേഴ്സ് രണ്ടിനും ബേസ് ആൻഡ് കറണ്ട് ഇയർ രണ്ടാൾക്കും എന്താണ് ഫിഷർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബേസ് ആൻഡ് കറണ്ട് ഇയർ. അങ്ങനെയാണെങ്കിൽ ഇനി ലാപ്പ് ഇയറും പാഷയും കാണാനുള്ള ഈസി മെത്തേഡുള്ള ഇക്വേഷൻ ഓർത്തിരിക്കാനുള്ള ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ലാപ്പ് ഇയറിന്റെയും പാഷന്റെയും ഇക്വേഷൻ, ഫിഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അത് റൂട്ട് L/P ആണ്. സോ ഈ രണ്ടാൾക്കാർ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫിഷേഴ്സ് പിന്നെ തിരിഞ്ഞു നോക്കണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. സോ L-ഉം P-യും ഓക്കെ അഭിരാജ്. സോ ഇനി L-ഉം P-യും ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരാളുണ്ട്, പ്രൈസ്. ഇവിടെ സിഗ്മ P1 ബൈ P0, അതിപ്പോ ലാപ്പ് ഇയർ ആയാലും പാഷ ആയാലും ഈക്വൽ ആണ്, സെയിം ആണ്. ഇവിടെ മുകളിൽ P1 ആയിരിക്കും, താഴെ P0 ആയിരിക്കും, മുകളിൽ P1 താഴെ P0, അത് രണ്ടിലും സെയിം ആണ്. ഇനി വ്യത്യാസം വരുന്നത് ലാപ്പ് ഇയർ നോക്കുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണല്ലോ. ബേസ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്, ക്വാണ്ടിറ്റി. ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക, Q0 എന്നല്ലേ. സോ ഇവിടെ Q0 ആണ്, ബേസ് ഇയറിന്റെ ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്. പാഷസ് ആണെങ്കിലോ കറണ്ട് ഇയറിന്റെ ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്. സോ കറണ്ട് ഇയറിന്റെ ക്വാണ്ടിറ്റി, അതിനെ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ എന്താ 1 എന്നല്ല ഡിനോട്ട് ചെയ്യുക. സോ അതിനെ Q1 into 100 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ലാപ്പ് ഇയർ, പാഷസ് ആൻഡ് ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ. P1 P0 എന്താണ്, സെയിം ആണ്. ലാപ്പ് ഇയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബേസ് ഇയറിനാണ്, പാഷ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കറണ്ട് ഇയറിനാണ്. സോ ഇൻറ്റു 100 എന്ത്, പെർസെൻറ്റേജസിലാണ് ഇൻഡെക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് L/P ആണ്. ഓക്കെ അല്ലേ അത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാണ് നമ്മുടെ ബേസ് ഇയർ വരുന്നത്. ഏറ്റവും ചെറിയ വർഷമാണ് നമ്മുടെ ബേസ് ഇയർ എന്ന് പറയാം. ആൻഡ് കറണ്ട് ഇയർ, ആ ഒരു വർഷത്തിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് നമ്മൾ കറണ്ട് ഇയർ എന്ന് പറയുന്നത്. ബേസ് ഇയറിലെ ആൾക്കാരെ ഇത് P0 ആണ്, ഇത് Q0 ആണ്, ഇത് P1 ആണ്, ഇത് Q1 ആണ്. സോ ഇത്തരത്തിലൊരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ ലാപ്പ് ഇയറിന്റെയും പാഷന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ആ ഇക്വേഷനിൽ ഇവർ കൊടുത്താൽ മതി. ലാപ്പ് ഇയറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ P1 ബൈ Q0, sigma P1 Q0 divided by sigma P0 Q0. 1950 by 1530 കിട്ടും. So this is equal to എത്ര ആൻസർ വരുന്നത്, ആൻസർ ഫൈനലി വരിക 127.45 ആയിരിക്കും. യാസി റൂട്ട് ഓഫ് L/P ആണ് കേട്ടോ ഫിഷേഴ്സ് വരുന്നത്. റൂട്ട് L/P ആണ് നമുക്ക് ഫിഷേഴ്സ് വരുന്നത്. അതൊന്ന് നോക്കണേ. ഇനി നെക്സ്റ്റ് P, ഇവിടെ വരുന്നത് എന്തായിരിക്കും, P1 Q1 divided by P0 Q1. So 2310 divided by 1820 into 100. ഫൈനലി നമുക്ക് എന്താ ആൻസർ കിട്ടും. ഇനി F എന്താ, L/P. സോ L ഇവിടെ ഉണ്ട്, P ഇവിടെ ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഫൈനലി ആൻസർ കിട്ടും എന്താണ് 127.18 ആണ് നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എസ്സേയിൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ കാൽക്കുലേഷൻ കോറിലേഷൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് നമ്പറും പഠിച്ചു. സോ ഇനി നെക്സ്റ്റ് ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. അനദർ നെയിം ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേര് അതാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു പേരെന്താ, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണ് മറ്റൊരു പേര്. സോ ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞത് പ്രൈസ് റിലേറ്റീവ് ആണ്. പ്രൈസ് റിലേറ്റീവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 by P0 into 100 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ P1 ഉം P0 ഏതാണെന്ന് കിട്ടണം. 2015 2020 ആണ് തന്നിരിക്കുന്നത്. സോ 2015 എന്താണ്, ബേസ് ഇയറിന്റെ പ്രൈസ് ആയിരിക്കും വരിക. അപ്പൊ ഇത് P0 ആണ്, ഇതെന്താണ് P1 ആണ്. സോ P0 എന്നത് 45 എന്നും P1 എന്നത് 50 എന്നും കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 45 ഇൻറ്റു 100. ഫൈനൽ ആൻസർ എത്ര വരാം നമുക്ക്? യെസ് അഭിരാജ്, ഇൻഡെക്സ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഉറപ്പായിട്ടും എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ട് ഈ വർഷം നമുക്ക് ഉണ്ടായിരിക്കും. സോ ദിസ് ഈക്വൽ ടു 111.11 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. നമ്മുടെ ആൻസർ എന്ത് കിട്ടും, 11.11. യെസ് രാഗി, യെസ്, നമുക്ക് നേരത്തെ ബി ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്. സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ, അതല്ലാതെ ഏതൊക്കെയാ സിമ്പിളിന്റെ വരുന്നത്? സിമ്പിൾ പ്രൈസ് ഇൻഡെക്സിൽ വരുന്ന ആരൊക്കെയാ? അരിത്മെറ്റിക് മീൻ വരുന്നുണ്ട്. അരിത്മെറ്റിക് മീൻ പ്രൈസ് ഉണ്ട് സിഗ്മ എക്സ് ബൈ എൻ. ഇനി ജോമെട്രിക് മീൻ ആണെങ്കിലോ
nth റൂട്ട് ഓഫ് x1 x2 എക്സെട്ര xn. ഇനി നമ്മൾ ഹാർമോണിക് മീൻ ആണെങ്കിലോ n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. സോ ഇത്തരത്തിലാണ് നമ്മളുടെ ഇക്വേഷൻസ് വരുന്നത്. ഇനി അതിൽ വരുന്നതാണ് സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ് വരുന്നത്? സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ, സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻടു 100. സോ ഇതാണ് എന്ത് നമ്മളെ P0, ഇതാണ് നമ്മളെ P1 അറിയാലോ. ഇനി ഇതെന്താ ആഡ് ചെയ്ത് പോവാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? സോ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 101, ഇവിടെ വരുന്നത് 116. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൈസ് ഇൻഡെക്സ് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൈസ് ഇൻഡെക്സ് എന്തായിരിക്കും വരിക? സോ ദിസ് ഇസ് ഈക്വൽ ടു 116 ഡിവൈഡഡ് ബൈ 101 ദാറ്റ് ഇൻടു 100 ഇൻടു 100. സോ ദിസ് ഇസ് ഈക്വൽ ടു, യെസ്, നേരത്തെ കുറേ ആൾക്കാരൊക്കെ ശരിയിട്ടുണ്ട്. ഐശ്വര്യദേവ്, യാസി, ഹരി, ഋഷ, രാഖി, യെസ്. സോ ഇനി ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരാം? ഇവിടെ ഇപ്പോൾ ഈ ഒരെണ്ണത്തിന്റെ ആൻസർ എന്താ വരാം? ദിസ് ഇസ് ഈക്വൽ ടു 114.85. 114.85 ആണ് എന്ത് നമ്മൾക്ക് ഇവിടെ ഫൈനലി ആൻസർ ആയിട്ട് വരുന്നത്. ഈ നെക്സ്റ്റ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ്. ഇൻഡെക്സ് നമ്പർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇൻറ്റു 100 കൊടുത്താൽ തന്നെ എന്തായി? അത് പെർസെൻറ്റേജിലേക്ക് മാറി. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജസ്. ഈ നെക്സ്റ്റ് എന്താണ് ഇൻഡെക്സ് നമ്പർ യൂസസ്? അതും സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് യൂസസ് വരുന്നത്? എന്തൊക്കെയാണ് അത്? പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ട്രെൻഡ് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ നമ്മൾ ഫ്യൂച്ചർ എക്കണോമിക് ആക്ടിവിറ്റി, അതേപോലെ തന്നെ ഐഡൻറ്റിഫൈയിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ, മെഷറിങ് റിയൽ വേജസ്, അതേപോലെ തന്നെ ഹെൽപ്പ് ഇൻ മെഷറിങ് പർച്ചേസിങ് പവർ ഓഫ് മണി, ആൻഡ് ഫൈനലി ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ കണ്ടുപിടിക്കുന്നതിനും. ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ കണ്ടുപിടിക്കുന്നതിന് എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ആവറേജ് ഫോർ ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഏറ്റവും ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഫിഷേഴ്സ് ഇൻഡെക്സ് ആണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് ആണ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? F is equal to root L into P. അതെന്താണ്? ജോമെട്രിക് മീൻ ആണ്. ആരുടെ? ലാപ്പറിനെ പാഷന് ജോമെട്രിക് മീൻ ആണത് നമ്മളെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആവറേജ് ഫോർ ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? അത് ജോമെട്രിക് മീൻ ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് കാൽക്കുലേറ്റ്. ഗൗരി 2 മാർക്കിന് 2 പോയിന്റ് അല്ല, ഒരു 4 പോയിന്റ് എങ്കിലും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. സാധാരണ ചിലപ്പോൾ 4 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പ്രോപ്പർട്ടീസ് എഴുതാൻ തന്നെ പറയും, അല്ലെങ്കിൽ 4 യൂസസ് എഴുതാൻ തന്നെ പറയും. അതിനൊക്കെ 2 മാർക്കാണ് കണ്ടിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണല്ലോ. ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിന് 2 മാർക്കെങ്കിലും 4 എണ്ണത്തിനാണെങ്കിലും നമുക്ക് 2 മാർക്കോളം ഉറപ്പിച്ച് വെക്കാമല്ലോ. സോ 4 എണ്ണം എഴുതാണ് നല്ലത്. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടോ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എസ്എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്പയർ കണ്ട് പാഷയെ കണ്ട് ഫിഷേഴ്സ് കാണാം. മെത്തേഡൊക്കെ അത് തന്നെ. അല്ലെങ്കിൽ ഫിഷേഴ്സിന്റെ ഇക്വേഷൻ റൂട്ട് L into P. അതിൽ നമ്മൾ നേരെ ഇക്വേഷൻ വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P0 P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഇതാണ് ഫിഷേഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതാണ് എൻ്റെ P0, ഇതാണ് Q0, ഇതാണ് P1, ഇതാണ് Q1. സോ ഇതിലെ എല്ലാ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് നമ്മളുടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എന്താണ് ഫൈനലി ആൻസർ വരിക? F is equal to സിഗ്മ P1 Q1 എന്ന് വെച്ചാൽ എന്താണ്? അത് 199 ആണ്. 199 ഡിവൈഡഡ് ബൈ, ഇനി നെക്സ്റ്റ് നമ്മളുടെ P0 Q1 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 92 ആണ്. 92 ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്താണ്. നെക്സ്റ്റ് സിഗ്മ P1 Q0 262 ഡിവൈഡ് ബൈ 121. 262 divided by 121 into 100. So F is equal to, yes, finally F in the answer എന്താണ് വരുന്നത്? This is equal to 216.42.
ഇനി നിങ്ങൾ ലാബ് പെയർ കണ്ട് പാഷ കണ്ട് എൽ ഇൻറ്റു പി ചെയ്താലും അതും കറക്റ്റ് തന്നെയാണ്. ഇനി നേരെ നിങ്ങൾ ഈ ഇക്വേഷൻ കൊടുത്ത് ചെയ്താലും അതും കറക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം, ഏതാണ് തെറ്റാണ്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി. സോ എഫിന്റെ ആൻസർ വരുന്നത് 216.42 ആയിരിക്കും. സോ നമ്മളുടെ ഇൻഡെക്സ് നമ്പറിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ആരോടെ എലിമെന്ററി കാൽക്കുലസ് പേടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പേടി നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി കളയാം. സോ എലിമെന്ററി കാൽക്കുലസിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് ഡിഫറൻസിയേഷൻ, കുറച്ച് ഇന്റഗ്രേഷൻ, ഇത്രയാണ് നമുക്കുള്ളത്. സോ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ 3 എന്താ? പെട്ടെന്നൊരു ബസ് സ്ട്രൈക്ക് ഉണ്ടായി. പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യമാണ്, മുൻകൂട്ടി നമുക്ക് അറിയില്ല. ബസ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ബന്ദ്, ഹർത്താൽ എന്നൊക്കെ പെട്ടെന്ന് വരുന്ന കാര്യമല്ലേ. അത് എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? ആ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് കാര്യം പിടികിട്ടി, എന്താണ്? ഇറഗുലർ വേരിയേഷൻ ആയിരിക്കും അത് വരുന്നത്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അത് ഇറഗുലർ വേരിയേഷൻ അല്ല ബി. അത് വരുന്നത് എന്താണ്? ഇറഗുലർ വേരിയേഷൻ ആണ്. ഓക്കെ, ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ നമ്മൾ ചെയ്ത ഇൻഡെക്സ് നമ്പറിന്റെ സംഭവമല്ലേ. ലാബ് പെയർ പാസീവ് ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ വെച്ച് ഇക്വേഷൻ കൊടുത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി എലമെന്ററി കാൽക്കുലസിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിഫറൻസിയേഷൻ, മറ്റൊന്ന് ഇന്റഗ്രേഷൻ. ഡിഫറൻസിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന dy/dx എന്നാണ്. മറ്റൊന്ന് എന്താണ്? f' എന്നാണ്. ഒന്ന് f' അല്ലെങ്കിൽ dy/dx. സോ ഇനി നമ്മളുടെ ഡിഫറൻസിയേഷൻ കുറച്ച് കാര്യങ്ങൾ, കെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് 3യോ 4ഓ എയോ ബിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? 0 ആയിരിക്കും. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഏറെക്കുറെ ബാക്കി എല്ലാവരും നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാവരും ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. x⁻n എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx⁻n-1 ആണ്. ഇനി k f of x എന്ന് വെച്ചാൽ k × dy/dx ഓഫ് f of x ആണ്. ഇനി എഫും ജിയും 2 വേരിയബിൾസ് 2 ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാം. ഇനി റവന്യൂ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, പ്രോഫിറ്റ് ഫംഗ്ഷൻ, കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ, മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ആക്ച്വലി എടാ മോഡൽ എക്സാമിന് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി 25th ക്വസ്റ്റ്യൻ ചോദിച്ചതിക്ക് നമുക്കത് നോക്കാം. ഓ യെസ്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നാളെ 7 മണിക്ക് ലൈവിൽ വന്നെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാളെ എല്ലാവരും കൂട്ടി വന്നു, ഫ്രണ്ട്സിന് കൂട്ടി വന്നു, നമുക്ക് നാളെ എന്തായാലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അത് വരുന്നത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് ആട്രിബ്യൂട്ട്സിന്റെ കേസിലാണ്. chi-square ടെസ്റ്റ് ആണ്. chi-square ടെസ്റ്റ് ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ട ഒരു വെറൈറ്റി സാധനം പിടിച്ചതാണ് മോഡൽ എക്സാമിന്. അത് നമുക്ക് നാളെ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ ഫസ്റ്റ് ഓർഡർ ആണ് എന്ത്? ഈ dy/dx എന്നൊക്കെ പറയുന്നത് എന്താ? അത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇനി അതിന് ഒരു വട്ടം കൂടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഓർഡർ കാണാൻ അതിനെ 0 ഇക്വേറ്റ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ കാണാൻ അത് <0 ആണെങ്കിൽ കിട്ടിയിരിക്കുന്ന പോയിന്റ് മാക്സിമം ആണ്. <0 ആണെങ്കിൽ കിട്ടിയിരിക്കുന്നത് മിനിമം ആയിരിക്കും. ഇനി ഇന്റഗ്രേഷനിൽ ഒരു 0 ഇintegrate ചെയ്താൽ k ഒരു കോൺസ്റ്റന്റ് കിട്ടും. ഇനി k ഇintegrate ചെയ്താൽ kx കിട്ടും. 1 ഇintegrate ചെയ്താൽ x കിട്ടും. ഇവിടെ ഇതാണ് രാജാവ്, ഇവിടെയാണ് ഇയാളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. x⁻n എന്ന് പറഞ്ഞാൽ x⁻n-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് x⁻n+1/n+1 c ആണ്. x⁻n+1/n+1 c ആണെന്ന് നമ്മൾക്ക് അവിടെ ആൻസർ വരുന്നത്. ഇനി a ആണെങ്കിൽ, ഒരു ഇന്റഗ്രൽ a ആണെങ്കിൽ അതിന്റെ ആൻസർ ax+c എന്നായിരിക്കും. ഇവിടെ c നിങ്ങൾ കുറേ റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. c വരുന്നത് എന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് c എന്ന് പറയുന്നത്. യെസ് മുർത്തി, ഫുൾ മാർക്ക് സെറ്റ് ആണ്. എന്താ സംശയം? ഫുൾ മാർക്ക് ഉണ്ട് നമുക്ക്. അബ്ദുള്ള, ലൈവ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നാളെ രാത്രിയിലേക്കാണ്. അത് മാറ്റാൻ പറ്റില്ല. നാളെ രാത്രി 7 മണിക്കാട്ടോ അത് ഷെഡ്യൂൾ ആയിരിക്കുന്നത്. സോ നാളെ രാത്രി 7 മണിക്കാണ് നമുക്ക് ആ ലൈവ് ഉണ്ടായിരിക്കുക. അത്രയും നേരം എന്താ ഫുള്ള് പഠിച്ചു. നിങ്ങൾക്ക് ഇനി നാളെ ഫുള്ള് ഇരുന്ന് എല്ലാ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഫുള്ള് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ നേരത്തെ ആരൊക്കെയോ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
അതുപോലൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചോ, കമന്റ് ബോക്സിൽ ഇട്ടോ, നമുക്കത് ചെയ്യാം. സോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നാളെ പറയാം. സോ നാളെ രാവിലെ ഇരിക്കുക, ഫുള്ള് പഠിക്കുക, സെറ്റാക്കുക. രാത്രി നമ്മൾ പ്രോബ്ലംസ് മാത്രം അടിച്ച് വിനിച്ച് പോവുമായിരിക്കും. സോ പ്രോബ്ലംസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സാമിന് ഫുൾ മാർക്കിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ വിചാരിക്കുക വേണ്ട, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഇൻഡെക്സ് നമ്പറിന്റെ വെയിറ്റേജ്, ഇൻഡെക്സ് നമ്പർ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇൻഡെക്സ് നമ്പർ എനിക്ക് 8-9 മാർക്കിന്റെ ചോദ്യം എന്തായാലും വന്നിരിക്കും. എസ്എ ക്വസ്റ്റ്യൻ എന്തായാലും ഒരെണ്ണം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ 1 മാർക്കിൽ 2 മാർക്കിൽ ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡെഫിനറ്റ് ഇന്റഗ്രൽ, AB ഇന്റഗ്രലിൽ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. റേഞ്ച് തന്നിട്ട് നമുക്ക് ആ ഒരു റേഞ്ച് വെച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആക്ച്വലി അത് ഏരിയ അണ്ടർ ദി കർവ് ആണ്. ഇതിപ്പോ നമ്മളുടെ y=f(x) ആ ഒരു കർവ് ആണ്. അതിന്റെ A തൊട്ട് B വരെയുള്ള ഏരിയ എത്രയാണെന്ന് മെഷർ ചെയ്യുന്നതാണ് ശരിക്കും ഇന്റഗ്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളെ വിശ്വവിഖ്യാതമായ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ x⁵5/5 + c. ഇവിടെ നമുക്കറിയാം ഇന്റഗ്രൽ x⁻n dx എന്ന് വെച്ചാൽ എന്താണ്? അത് x⁻n+1/n+1 + c ആണ്. അതേ സ്ഥാനത്ത് ഇവിടെ ആരെയാണ് തന്നിരിക്കുന്നത്? x⁵5/5 + c എന്നാണ് തന്നിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ആരെയാണ് തന്നിരിക്കുന്നത്? x⁵5/5 + c ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ n-ന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ n+1ന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന 5 ആണ്. n-ന്റെ സ്ഥാനത്ത് എന്താ? അതെന്തായിരിക്കും? 4. സോ 5 - 1 4 ആണ് n-ന്റെ വാല്യൂ. സോ ഇവിടെ ആൻസർ എന്ത് വന്നു? 4 നമുക്ക് ആൻസർ കിട്ടും. സോ യെസ്, ഇനി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത്രയും കാൽക്കുലേഷന്റെ കാര്യങ്ങളൊന്നുമില്ല, 1 മാർക്കാണ്. ഇതൊന്നും ചെയ്ത് കാണിക്കാൻ വേണ്ടി അവർ പറയുന്നില്ല. 1 മാർക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഇവിടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിൽ നിന്നൊന്നും ഓർത്താൽ മതി. ഇനി തന്നിരിക്കുന്നത് 8 എന്നാണെങ്കിലോ n-ന്റെ വാല്യൂ എന്തായിരിക്കും? അത് x⁸8 + c. ഇങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിൽ നിന്ന് ഒരു വാല്യൂ കുറച്ചാൽ മതി. നമ്മൾ ആൻസർ എന്ത് വരും? നമ്മൾ ആൻസർ എന്തായിരിക്കും വരാം? 7 എന്നായിരിക്കും കിട്ടുക. അത്രേ ഉള്ളൂ സംഭവം. സോ എന്താണോ തന്നിരിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടും. ഇനി അടുത്തത് നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര ഒരു y-ന്റെ വാല്യൂ dy/dx കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? y=8x + 10 ആണ്. അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് വെച്ചാൽ എന്താണ്? dy/dx 8 കോൺസ്റ്റന്റ് അതവിടെ വെച്ചു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് വരുന്നത്. യെസ്, ഓക്കെ, 1 ആണ് വരുന്നത്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? അത് 0 ആയിരിക്കും. ഇവിടെ ആൻസർ എന്താ? 8 ആണ്. നമുക്കിവിടെ ആൻസർ വരുന്നത് 8 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? നമുക്കൊരു y തന്നിട്ടുണ്ട്. y=, ഇത് a ഇത് b. y= എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? y=2x³ - 12x² + 10x - 6. y എന്താണ് തന്നിട്ടുണ്ട്? ഇനി എന്ത് കാണണം? dy/dx കാണണം. dy/dx എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്താ? ഒന്ന് ഡെറിവേറ്റീവ് കാണാം. ഇതിന് ഡെറിവേറ്റീവ് കാണാൻ പറയുമ്പോൾ എന്താ? x⁻n-ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു എന്താണ്? nx⁻n-1 ആണ്. സോ ഇവിടെ എന്താ? 2 × 3x⁻³ - 12 × 2x⁻n-1 + 10 × x-ന്റെ ഡെറിവേറ്റീവ് 1 - 0. 6-ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 3 × 2 6 x⁻³ - 1 2 - 12 × 2 24 x⁻² - 1 എന്ന് വെച്ചാൽ 1 ആണ് + 10. ഇതാണെന്ത്? നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കും? d²y/dx² ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 2x. x² ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. - 24 × x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 2s are 12 12x - 24 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? നമ്മളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഇതാണ് നമ്മൾക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വന്നിട്ട് എത്രയാണ് വരുന്നത്? 12x - 24 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ മാക്സിമം റവന്യൂ എത്രയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ മാക്സിമം റവന്യൂ നമുക്ക് എപ്പോഴായിരിക്കും കിട്ടുക? ആ കാര്യം അത് നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ സോ ഇനി നമ്മളുടെ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇത് നമ്മളുടെ ആപ്ലിക്കേഷൻ ആണ് അല്ലെ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അതിനെ dy/dx കാണാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ 40
40 ഡെറിവേറ്റീവ് 0 പ്ലസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് 2x ആണ്. അതിന് ആദ്യം എന്ത് ചെയ്യണം? സീറോൻ്റെ കൂടെ ഇക്വേറ്റ് ചെയ്യണം. സോ ഇവിടെ ആർ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് 6 മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2x എന്താണ്? 2x is equal to 6 എന്ന് കിട്ടും. x is equal to 6/2 that is equal to 3 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്താണ്? 3 ആണെന്ന് കിട്ടി. ഇനി അത് മിനിമം ആണോ മാക്സിമം ആണോ നമുക്ക് അറിയണം. അതിനുവേണ്ടി ആരെ കാണണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. സോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ഇപ്പൊ തന്നിരിക്കുന്ന ആളുടെ ഒരു വട്ടം കൊണ്ട് ഡെറിവേറ്റീവ് കാണണം. 6 മൈനസ് 2xന്റെ ഒരു വട്ടം കൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് കാണാണ്. 6 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഫൈനൽ ആൻസർ എന്ന് കിട്ടി -2. അതെന്താണ്? ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താടാ മാക്സിമം അല്ലേ? അതെന്താണ്? മാക്സിമം ആണ്. അത് മാക്സിമം ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടി ഇതെന്താണ്? മാക്സിമം വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നുള്ളതാണ് എന്താണ്? മാക്സിമം വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാക്സിമം റവന്യൂ എത്രയാണ്? അത് കിട്ടാൻ വേണ്ടി എക്സിന് എന്താ 3 കൊടുക്കാം. സോ ആർ ഓഫ് 3 is equal to 40 പ്ലസ് 6 ഇൻറ്റു 3 മൈനസ് 3 സ്ക്വയർ. എക്സിന് സ്ഥലത്തൊക്കെ എന്താ 3 ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. സോ 40 പ്ലസ് 6 3s are 18 മൈനസ് എക്സ് സ്ക്വയർ, അപ്പോൾ 3 സ്ക്വയർ മൈനസ് 9. അപ്പോൾ 40 പ്ലസ് 9 ദാറ്റ് ഇസ് ഈക്വൽ ടു 49 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. യെസ് ഇനാർ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യും, പക്ഷേ നാളെ. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് റിക്വസ്റ്റ് വന്ന ഒരു 1-2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനോവലത്തെ 2 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാതും നാളെ രാത്രി 7 മണിക്ക് നമ്മൾ സോൾവ് ചെയ്യും. സോ നാളത്തെ ലൈവിൽ ജോയിൻ ചെയ്യാം. ഈ നെക്സ്റ്റ് ഇന്റഗ്രൽ 0 to k x സ്ക്വയർ dx എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ x raised to n dx എന്ന് വെച്ചാൽ എന്താണ്? x raised to n plus 1 x raised to n plus 1 by n plus 1 plus c ആണ്. ഇവിടെ നമുക്ക് സീൻ്റെ ആവശ്യമില്ല. സോ x raised to n plus 1, അപ്പോൾ 2 plus 1 by 2 plus 1 റേഞ്ച് വരുന്നത് എങ്ങനെയാണ്? 0 to k that is equal to 9 ആണ്. സോ ഇവിടെ എന്ത് കിട്ടി? x ക്യൂബ് ബൈ 3 ഏതാണ് റേഞ്ച്? 0 to k എത്രയാണത്? 9 ആണ്. സോ ഇതെന്ത് കിട്ടി? k ക്യൂബ് ബൈ 3, ആദ്യം k ആണല്ലോ, അപ്പർ ലിമിറ്റ് ആണ് ആദ്യം, മൈനസ് 0 ക്യൂബ് ബൈ 3 എത്രയാണ്? 9 ആണ് വരുന്നത്. അത് വരുന്നത് 9 ആണ്. സോ ഇവിടെ എന്ത് കിട്ടും? k ക്യൂബ് ബൈ 3 is equal to 9. അങ്ങനെയാണെങ്കിൽ k ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഇസ് 9 ഇൻറ്റു 3 27. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനലി k എന്ന് പറയുന്നത് എന്താണ്? അത് ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. ആൻസർ എന്ത് കിട്ടി? 3 എന്ന് കിട്ടും. സോ ഇവിടെ kന്റെ ആൻസർ എന്താണ്? k is equal to 3 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ്, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എലമെന്ററി കാൽക്കുലസ് എന്ന ചാപ്റ്റർ. ഇനി റാൻഡം വേരിയബിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ വേണോ അല്ലെങ്കിൽ സാമ്പിളിംഗ് വേണോ നിങ്ങൾ പറഞ്ഞോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആകെ 4 ചാപ്റ്ററും കൂടെ ബാക്കിയുള്ളൂ. 4 ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്താൽ കഴിഞ്ഞു. 4 ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് 3rd ചാപ്റ്റർ ആണ്. സോ ഏത് ചാപ്റ്റർ വേണം? ഇനി ഏത് ചാപ്റ്റർ വേണം? ഇനി ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണോ നേരത്തെ ചോദിച്ചിട്ടുള്ളത്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. സോ സാമ്പിളിംഗിൽ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ ആഷ്ലിൻ നോർമൽ, ഓക്കെ നോർമൽ, ഇപ്പോൾ കുറേ ആൾക്കാർ നോർമൽ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ഓർഡറിൽ വരാം. നോർമൽ, സാമ്പിളിംഗ്, എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ്. സോ ബസ് കഴിഞ്ഞു. ഇനി നോർമലിൽ നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ്, നോർമലിലെ പ്രോപ്പർട്ടീസ് Z വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന് ചോദിച്ചു കണ്ടിൽ 2 കാര്യങ്ങൾ. ഇനി നോർമലിലാണെങ്കിൽ നമ്മൾ ഇതിനെ ബെൽ കർവ് അഥവാ നോർമൽ കർവ് എന്നാണ് പറയുക. ഇതെന്താണ്? ബെൽ കർവ് അഥവാ നോർമൽ കർവ് ആണ്. ഇത് സിമെട്രിക് ആണ്. ഇതെന്താണ്? ഇത് സിമെട്രിക് കർവ് ആണ്. ഇനി ഇതിന്റെ ഇക്വേഷൻ വരുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇതെന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇവിടെ x എന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 x minus mu by sigma the whole square. സോ ഇതാണ് എന്താ നമ്മളെ f of x വരുന്നത്.
സോ ഇവിടെ മ്യൂ ഉണ്ട്, സിഗ്മ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഇ എന്ന് വെച്ചാൽ എന്താണ് 2.718 ആണ്, ആൻഡ് പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ആണ് പാരാമീറ്റേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് എന്ത്, നമ്മളുടെ പാരാമീറ്റേഴ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. സോ എക്സ് ഫോളോ ചെയ്യുന്ന നോർമൽ ആണെങ്കിൽ നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് എൻ മ്യൂ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ നോർമൽ റാൻഡം വേരിയബിൾ എന്നാണ് പറയുന്നത്. ഇതിന് മീനിനെ നമ്മൾ മ്യൂ എന്നും വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഇവിടെ മ്യൂ ഡിറ്റർമൈൻ ദി സെന്റർ ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മ്യൂ ഒരു ലൊക്കേഷൻ പാരാമീറ്റർ ആണ്. മ്യൂ നോക്കിക്കേ, ഇവിടെ 3 എന്ന് പറയുമ്പോൾ അവിടെയാണ് സെന്റർ വരുന്നത്. ഇവിടെ മ്യൂ ഇസ് ഈക്വൾ 4 എന്ന് പറയുമ്പോൾ ആ സ്ഥലം മാറി. ഇനി മ്യൂ ഇസ് ഈക്വൾ 10 എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ മാറി. സോ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ലൊക്കേഷൻ പാരാമീറ്റർ ആണ്. പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമ്മളെ ഗ്രാഫ് ഇരിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ആരാണ്, മ്യൂ ആണ് തീരുമാനിക്കേണ്ടത്. ഇനി നമ്മളെ സിഗ്മ ആണെങ്കിലോ അതിന്റെ ഷേപ്പ്, ഇപ്പം സിഗ്മ ഇസ് ഈക്വൾ 1 ആണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഇനി സിഗ്മ ഇസ് ഈക്വൾ 2 ആണെങ്കിൽ കുറച്ചും കൂടെ വിട്ടിട്ട് വന്നു. സിഗ്മ 3, 4 അങ്ങനെ സിഗ്മന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താണ് അത് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് വരും. സോ ഇത്തരത്തിൽ ഷേപ്പ് തീരുമാനിക്കുന്നത് നമ്മളെ സിഗ്മയാണ്. സോ സിഗ്മയെ ഷേപ്പ് പാരാമീറ്റർ എന്നും മ്യൂവിനെ നമ്മൾ ലൊക്കേഷൻ പാരാമീറ്റർ എന്നും പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ്. നോർമൽ കർവിന് നമുക്കൊരു 11 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ആ 11 പ്രോപ്പർട്ടീസിൽ ആദ്യത്തേത്, ഇതിൽ ഏതെങ്കിലും 4 എഴുതാനായിരിക്കും എക്സാമിന് ചോദിക്കാം. സോ വളരെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും 4 പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. 4 6 എണ്ണം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. നോർമൽ കർവ് എന്താണ്, ബെൽ ഷേപ്ഡ് ആണ്, അതുകൊണ്ട് അത് സിമെട്രിക് ആണ്. അബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. അതായത് ഇവിടെ സെന്റർ വരുന്നത് എന്താണ്, ഇവിടെ സെന്റർ വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിന്റെ അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്താണ്, സിമെട്രിക് ആണ്. ഈക്വൽ പോർഷൻസ് ആയിരിക്കും ഉണ്ടാവാം. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. 3 ആൾക്കാർ എന്താ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ മീനും മീഡിയനും മോഡും എന്താ ഈക്വൽ ആയിരിക്കും. ഈ നെക്സ്റ്റ് അതിന് ഏറ്റവും മാക്സിമം ഹൈറ്റ് കിട്ടുക എപ്പോഴായിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലാണ് ഏറ്റവും മാക്സിമം ഹൈറ്റ് വരുന്നത് ആണല്ലോ. കർവ് നോക്കിക്കേ, കർവിൽ നമുക്ക് കാണാം ഏറ്റവും മാക്സിമം ഹൈറ്റ് എവിടെയാണ് വരുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിലല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ള പോയിന്റിൽ ഏറ്റവും മാക്സിമം ഹൈറ്റ് വരുന്നത്. സോ അതാണ് നമ്മൾ തേർഡ് പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മളെ 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. സോ മീഡിയൻ എന്ന് പറയുന്നത് എന്താ, നമ്മളെ മീനും മീഡിയനും മോഡും ഒക്കെ എന്താ ഇവിടെ ഈക്വൽ ആണ്. സോ മീഡിയൻ ഇവിടെ നടുക്കായിട്ടാണ്, ഏറ്റവും നടുക്ക് തന്നെയാണ് മീഡിയൻ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ അതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ Q1ഉം Q3യും ഉള്ളതെന്നാണ് പറയുന്നത്, അതായത് ക്വാർട്ടൈൽസ്. ഇനി നോർമൽ കർവ് ഇസ് യൂണി മോഡൽ. അതെന്താ, മാക്സിമം ഹൈറ്റ് എന്താ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ മാക്സിമം ഹൈറ്റ് ഉള്ളൂ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. സോ അതെന്താണ്, യൂണി മോഡലാണ്. ഇനി നെക്സ്റ്റ് സ്ക്യൂനെസ്. നമ്മൾ സ്ക്യൂനെസ് പഠിച്ചിട്ടുള്ളതാണ് β1 ഈക്വൽ ടു 0. കോഎഫിഷ്യന്റ് സ്ക്യൂനെസ് β1 ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, സിമെട്രിക് ആണ്. ഈ കർവ് എന്താടാ, സിമെട്രിക് അല്ലേ. സിമെട്രിക് ആയതുകൊണ്ട് തന്നെ β1 എന്താ 0 ആയിരിക്കും. ഇനി β2 ഈക്വൽ ടു 3 ആണ്, അതായത് ഇത് മീസോകർട്ടിക് ആണ്. പിന്നെ നോർമൽ കർവ് അസിംപ്റ്റോട്ടിക് ആണ്. ഒരിക്കലും നമ്മളുടെ ലൈൻസിനെ ടച്ച് ചെയ്യില്ല, അതിങ്ങനെ 2 വശത്തേക്ക് എക്സ് ആക്സിനെ ടച്ച് ചെയ്യാണ്ട് ഇലോങ്ങേറ്റ് ചെയ്ത് പോവായിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ടോട്ടൽ ഏരിയ അണ്ടർ ദി നോർമൽ കർവ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷന് ക്വാർട്ടൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ക്വാർട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സിഗ്മയും മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മയാണ്. ഇനി നമ്മൾ കർവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതാണ് നമ്മൾ കർവിന്റെ സെന്റർ പോർഷൻ, ഇതാണ് നമ്മളുടെ മ്യൂ എന്ന് പറയുന്നത്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സെക്കൻഡ് വൺ. സോ ഇത് മ്യൂ മൈനസ് സിഗ്മ, അത് മ്യൂ പ്ലസ് സിഗ്മയാണ്. സോ ഇവിടെ ഇത്രയും ഏരിയയിൽ വരുന്നത് 68% ഒബ്സർവേഷനും ഈ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അകത്തായിരിക്കും. ഇനി മ്യൂ മൈനസ് 2 സിഗ്മയും മ്യൂ പ്ലസ് 2 സിഗ്മയും ഇതിൻ്റെ അകത്താണ് എന്ത്, ബാക്കി 95% ഒബ്സർവേഷൻ വരുന്നത്. ബാക്കി 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിലാണ്, ബാക്കി ഒരു 99% ഒബ്സർവേഷനും 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് Z എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Z യൂസ് ചെയ്തിട്ടാണ്. അവിടെ മീൻ എന്ന് പറയുന്നത് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കും. മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ 1 ആയിരിക്കും.
സോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത്തരത്തിലായിരിക്കും വരെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/√2π e⁻²/2 എന്നായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. ഇതിന്റെ കർവ്, ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താ, അത് 1 ആയിരിക്കും. ഇനി സെഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. സോ എക്സ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ, എക്സ് ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ മതി. വൺസ് എക്സ് വാല്യൂസ് ആർ ട്രാൻസ്ഫോം, നമുക്ക് എക്സ് എന്താവും അത് ഫോളോ ചെയ്യുന്ന നോർമൽ 0, 1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് ഇതിന് ടേബിള്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉണ്ട്. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഇതാണ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറെ ബ്ലോക്സ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളുടെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു 6 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്താണ് ഏതൊക്കെ ബ്ലോക്ക് ആണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നേരത്തെ പ്രോബബിലിറ്റി തന്നിട്ട് എങ്ങനെയാണ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, എന്നിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് സെഡിന്റെ വാല്യൂ തന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ സോ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അത് സിമെട്രിക് ആണ്. വളരെ ഈസി അല്ലേ. ഏതാണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ എ സിമെട്രിക് ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് മീൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് എന്തായിരിക്കും, മോഡ് എന്തായിരിക്കും നമുക്കറിയാം, മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ് നമുക്കറിയാലോ. സോ അങ്ങനെയാണെങ്കിൽ മീൻ 50 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എന്തായിരിക്കും, മോഡ് 50 തന്നെയായിരിക്കും. ഇനി മീഡിയൻ ചോദിച്ചാലോ, മീഡിയൻ എന്ത് തന്നെയാണ്, 50 തന്നെയായിരിക്കും. ഇനി നെക്സ്റ്റ് എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. മീൻ എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6 ആണ്. നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഇസ് ഈക്വൽ ടു 0.1093 ആണ്. ഓക്കെ, ഇനി ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ, സെഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. സെഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യേണ്ടത്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നായിരിക്കും കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് എന്താണ് വരുന്നത്, പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ എ മൈനസ് മ്യൂ എത്രയാണ് 100 ഡിവൈഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1093. സോ പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ മൈനസ് 100/6 എത്രയാണ് 0.1093 ആണ്. സോ ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും വരിക, സോ ഇത് വരുന്നത് എങ്ങനെയാണ്, സെഡ് ഗ്രേറ്റർ ദാൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ. സോ ഇത്തരത്തിലാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇതാണ് നമ്മളൊരു സെഡിന്റെ വാല്യൂ. അത് നമ്മളെ പോർഷൻ എവിടെയാണ് വരുന്നത്, അതിനെക്കാട്ടും കൂടുതലാണ്. ഇപ്പൊ ഈ സെഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതായത് ഗ്രേറ്റർ ദാൻ 1, 1നെക്കാട്ടും വലിയ പോർഷന്റെ ഏരിയ ആണ് നമുക്ക് അറിയേണ്ടത്. അതുപോലെയല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ അതുപോലെയല്ലേ ഉള്ളത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇതിന്റെ കർവ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇതാണ് സെഡ് ഇസ് ഈക്വൽ ടു 0. ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ എ മൈനസ് 100/6 എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡഡ് പോർഷനാണ് നമുക്ക് ആവശ്യം. കാരണം എന്താ, സെഡ് ഗ്രേറ്റർ ദാൻ ഈ ഒരു വാല്യൂവിനെക്കാട്ടും ഗ്രേറ്റർ ആവാനാണ് സെഡിന്റെ സാധ്യത. ഗ്രേറ്റർ ആവാനുള്ള ചാൻസ് ആണ് പറയുന്നത്. സോ എ മൈനസ് 100/6 ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു ഗ്രാഫാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് ആണ് നമ്മൾ നോക്കണ്ടേ, ബ്ലോക്ക് 2-ലാണെന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു കേസാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.5, മൊത്തത്തിൽ എത്രയാണ് ഇത് വരുന്നത് 0.5. ടോട്ടൽ ഏരിയ എത്ര 1 ആണ്. സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഒരു പകുതി 50% അവിടെയും ബാക്കി 50% ഇവിടെ ആയിരിക്കുമല്ലോ. സോ 0.5. സോ ഇവിടെ എന്ത് കിട്ടും, 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ a മൈനസ് 100/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1093 കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ a മൈനസ് 100/6 എന്ന് പറയുന്നത് ഇവിടെ ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ എന്ത് കിട്ടി, 0.5 മൈനസ് ഈ ടേം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 0.1093 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3907 കിട്ടി. ഇനി ഈ പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ സെഡിന്റെ വാല്യൂ കിട്ടും. എങ്ങനെയാണ്, ഇനി നമ്മുടെ ടേബിൾ എങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കാൻ വേണ്ടി പോവാണ്. സോ 0.3907 അത് ഈ പ്രോബബിലിറ്റി എവിടെയാണ് വരുന്നത് നോക്കാം.
സോ 0.3907 തപ്പിക്കൂ. ഓക്കെ, കിട്ടി. ഇത്തരത്തിൽ നമുക്ക് പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാം. അവിടെ നിന്ന് രണ്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. വന്നിരിക്കുന്ന വാല്യൂസ് 1.2 0.03 ആണ്. സോ 1.2 എന്തൊക്കെയാണ്? 1.2 1.2 പ്ലസ് 0.03. സോ സെഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ Z1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.23 ആണ് വരുന്നത്. സോ ഇവിടെ വരേണ്ടത് ശരിക്കും ആരാണ്? ഇവിടെ ശരിക്കും വരേണ്ട വാല്യൂ ആരാണ്? 1.23 ആണ് വരേണ്ടത്. കാരണം പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.23 എന്ന് പറയുന്നതാണ് എന്ത്? 0.3907. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആ പൊസിഷനിൽ ആരാണുള്ളത്? അപ്പൊ എന്റെ വാല്യൂ എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. ആ പൊസിഷനിൽ ഇപ്പോൾ ഉള്ളത് A മൈനസ് 100/6 ആണ്. അത് എത്രയാണ്? 1.23 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A മൈനസ് 100 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.23 into 6 that is equal to 7.38. അങ്ങനെയാണെങ്കിൽ A മൈനസ് 100 എന്ന് പറഞ്ഞാൽ 7.38. A എന്തായിരിക്കും? A is equal to 7.38 plus 100. So A is equal to 107.38 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? നമ്മളെ എന്റെ ആൻസർ എന്താണ്? 107.38 ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന്, ഈ മോഡൽ എക്സാമിനും കൂടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് മീൻ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 50 ആണ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50. ചെയ്യേണ്ട എന്താ? Z ട്രാൻസ്ഫോർമേഷൻ. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ is greater than 50 minus mu by sigma. ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് Z. Z ഗ്രേറ്റർ ദാൻ 50 മൈനസ് 50 എന്താണ്? 0 ആണ്. സോ Z ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. Z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മളെ കർവ് എങ്ങനെയാണ്? വരുന്നത്? ഇതാണ് നമ്മളെ കർവ്. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് റിക്വയർഡ് ഏരിയ. Z ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കർവ് ആണ്, ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് നമുക്ക് ആവശ്യം. നമുക്കറിയാം നമ്മളുടെ ഇത് Z ഇസ് ഈക്വൾ ടു 0, ഇത് 0.5 ആണെന്ന് അറിയാം, ഇതും എന്താ 0.5 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ എന്താ വരിക? പ്രോബിലിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 0.5. ഇത്രയുള്ള ആൻസർ. ഈസി അല്ലേ? ഈ നെക്സ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് പറഞ്ഞേ. നെക്സ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. എന്താ വരുന്നത്? പ്രോബിലിറ്റി ഓഫ് 40 less than x less than 60. That is equal to probability of 40 minus mu എന്താണ്? 50 mu by sigma. ഓക്കെ ഗൗരി, ഇനി mu by sigma ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ. അങ്ങനെയാണെങ്കിൽ ഗൗരി അടുത്തതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അടുത്തതിൻ്റെ ആൻസർ, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 60 മൈനസ് മ്യൂ ബൈ സിഗ്മ. This is equal to probability of minus 10/5 less than Z less than 10/5. So this is equal to answer വരുന്ന probability of minus 2 less than Z less than 2. ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? ഇതാണ് -2 വരുന്നത്, ഇതാണ് നമ്മൾ -2 വരുന്നത്, ഇതാണ് നമ്മൾ +2 വരുന്നത്, ഇതാണ് Z is equal to 0. നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. -2ന്റെയും +2ന്റെയും ഇടയിൽ. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്തരത്തിലാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നെങ്കിൽ അപ്പോൾ ഏത് ബ്ലോക്ക് ആയിരിക്കും? ഒന്ന് നോക്കിക്കേ. ഏത് ബ്ലോക്ക് ആയിരിക്കും? ബ്ലോക്ക് 4 ആയിരിക്കും ആ കേസിൽ വരിക. എങ്ങനെയാണ്? നമ്മുടെ 0ന്റെ അപ്പുറം ഇപ്പുറമാണ് നമ്മൾ പോയിന്റ്സ് വരുന്നത്. ഇനി സെയിം പോയിന്റ്സ് ആണ് വരുന്നത്. അതായത് ഈ ഫസ്റ്റ് കേസിലെ മാതിരി ഇവിടെ -2 +2 ഇങ്ങനെ സെയിം പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 0 to -Z1 plus 0 to Z1. അപ്പോൾ നമ്മൾ ഈ ഏരിയകൾ എന്താ ആഡ് ചെയ്താൽ മതി. അത്രയും ചെയ്താൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. So this is equal to probability of രണ്ട് എന്താ സിമെട്രിക് ആണല്ലോ. സോ സെയിം ആണല്ലോ. സോ 2 into probability of 0. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്രോബിലിറ്റി ഓഫ് -2 less than Z less than 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 less than Z less than 2. 0ന്റെ ഇടയിൽ ഒരാളാണല്ലോ, അപ്പൊ അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം -2 തൊട്ട് 0 വരും, പിന്നെ 0 തൊട്ട് 2 വരും. ഇനി
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിമെട്രിക് ആണ്. സോ പ്രോബിലിറ്റി 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2. ഇത് രണ്ടും എന്താണ്, സെയിം ആൾക്കാരാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 തൊട്ട് 2 വരെ. സോ നമ്മൾ എങ്ങനെയാണ് ഇത് വായിക്കുക, ഇതെങ്ങനെ നമുക്ക് വാല്യൂ കിട്ടുക? സോ ഇവിടെ 0 എന്ന് എത്ര 2 വരെയുള്ള ആളാണ്. സോ ഇവിടെ 2, ഇവിടെ 0. നമ്മുടെ വാല്യൂ വരുന്ന പ്രോബിലിറ്റി വരുന്നത് എന്താ, 0.4772. സോ വാല്യൂ വരുന്നത് എന്താ, 0.4772 എന്ന് കിട്ടും. 2 ഇൻറ്റു 0.4772, ഫൈനൽ ആൻസർ 0.9544. ഇതാണ് എന്ത്, നമ്മളെ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് മീഡിയൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, കുറച്ചൊന്ന് കുഴപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ നമ്മൾ കുഴങ്ങൂലല്ലോ. ആൻസർ എന്താ, മ്യൂ ആണ്. കാരണം എന്താ, നമ്മളെ മീൻ എന്ന് പറയുന്നത് നോർമലിൻ്റെ കേസിൽ മ്യൂ ആണ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ് എന്ത്, നമ്മളുടെ നോർമലിൻ്റെ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ മീൻ മ്യൂ ആണെങ്കിൽ മീഡിയൻ എന്ത് തന്നെയാണ്, മ്യൂ തന്നെയാണ്. മോഡ് എന്ത് തന്നെയാണ്, മ്യൂ തന്നെയാണ്. ഈ നെക്സ്റ്റ് 4 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 4 പ്രോപ്പർട്ടീസ് എങ്ങനെ കിട്ടും? 4 പ്രോപ്പർട്ടീസ് നമ്മളൊരു 11 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫുൾ മാർക്കാണ്. β1 = 0, β2 = 3, പിന്നെന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിൻ്റെ അവിടെ സിമെട്രിക് ആണ്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. സോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് ഈസി ആയിട്ടുള്ള 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈ നെക്സ്റ്റ് എക്സ്, ഇവിടെ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. മീൻ എന്ന് പറയുന്നത് 5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെഡ് എന്താണ്, സെഡ് എന്താ, x - 5/3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അല്ലേ, ഓപ്ഷൻ സി അല്ലേ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1000 വർക്കേഴ്സ് ഉണ്ട്. ഒരു കമ്പനിയിൽ 1000 വർക്കേഴ്സ് ഉണ്ട്, 1000 തൊഴിലാളികളുണ്ട്. അവരുടെ മീൻ വേജസ്, അതായത് അവർ വാങ്ങുന്ന മീൻ സാലറി എന്ന് പറയുന്നത് 700 രൂപയാണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയേണ്ടത് 690ൻ്റെയും 720ൻ്റെയും ഇടയിൽ മീൻ വേജ് വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചോ, എത്ര ആൾക്കാരുണ്ട്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, പ്രോബിലിറ്റി ഓഫ് x - μ/σ ആണെന്ത്, നമ്മളെ z എന്ന് പറയുന്നത്, z എന്താണ്, x - μ/σ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 690 - 700/50 ലെസ് ദാൻ x - μ/σ ലെസ് ദാൻ 720 - 700/50. So this is equal to probability of -10/50 less than z less than 20/50 എന്ന് കിട്ടും. So this is equal to probability of -0.2 less than z less than 0.4. എങ്ങനെയായിരിക്കും കേർവ് ഉണ്ടായിരിക്കുക? ഒന്ന് -0.2ലും മറ്റൊന്ന് എവിടെയാ 0.4ലും. സോ ഇതാണ് എൻ്റെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ആണ് എന്ത്, എൻ്റെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെയെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് -0.2 ലെസ് ദാൻ z ലെസ് ദാൻ 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 0.4. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ 0.2ൽ എത്രയാണ് വരുന്നത് നോക്കാം. 0.2ൽ നമ്മളോട് വാല്യൂ എന്താ വരുന്നത്? ഇവിടെ 0യും 0.2ഉം. ആൻസർ വരുന്നത് എത്രയാണ്? 0.793 ആണ്. 0.793 ആണ് വരിക. സോ 0.793. അതേപോലെ തന്നെ 0ന് 0.4ൻ്റെയും വാല്യൂ നമുക്ക് നോക്കിയാലോ. 0ന് 0.4ൻ്റെയും വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് കിട്ടുന്ന എത്ര? 0.1554 ആണ്. 0.1554 കിട്ടും. 0.1554. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.2347 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഈ സാലറി വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും?
1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 0.2357 ആൻസർ വരെ 234.7. ആൾക്കാരുടെ എണ്ണാണല്ലോ. അപ്പൊ ആൾക്കാരെ നമ്മൾ 2.25 ആൾക്കാർ 3.25 ആൾക്കാരെന്നൊന്നും പറയില്ലല്ലോ. സോ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളെന്ന് പറയുന്നത് 40, 50 എന്ന് റൗണ്ട് ഫിഗേഴ്സ് ആണ് പറയാം. സോ ഇവിടെ നമുക്ക് ഒന്ന് റൗണ്ട് ആക്കാം. സോ 235 വർക്കേഴ്സ്, 235 ആൾക്കാരെ ശമ്പളം എന്ന് പറയുന്നത് 690-നും ദിവസ വേതനം എന്ന് പറയുന്നത് 690-നും 720-ന്റെ ഇടയ്ക്കാണ്. ഇനി അടുത്ത ആളെ ചോദിച്ചിരിക്കുന്നത് 750-ന് മുകളിൽ വാങ്ങുന്ന ആൾക്കാർ, 750-ന്റെ മുകളിൽ വാങ്ങുന്ന ആൾക്കാർ, എക്സ് ഗ്രേറ്റർ ദാൻ 750. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 750 മൈനസ് 700/50. അതല്ലേ വരുന്നത് 750. സോ ഇവിടെ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 50/50 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. z ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രാഫ് എങ്ങനെയാടാ? നമ്മളെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? സോ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് എൻ്റെ 1 എങ്കിൽ ഇതാണ് നമ്മൾ റിക്വയർഡ് ഏരിയ. z ഗ്രേറ്റർ ദാൻ 1 അല്ലേ വേണ്ടേ? z ഗ്രേറ്റർ ദാൻ 1 അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ എന്തായി? ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0.5. എത്ര ആൻസർ വരുന്നത്? എല്ലാവർക്കും എത്ര ആൻസർ വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0ന്റെയും z-ന്റെയും 0ന്റെയും 1ന്റെ ഇടയിലുള്ള വാല്യൂ നോക്കാം. വാല്യൂ വരുന്നത് 0.3413 എന്നായിരിക്കും. ആൻസർ വരെ 0.3413 എന്നായിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.1587. 0.1587 നമുക്ക് പ്രോബിലിറ്റി കിട്ടും. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ടായിരിക്കും? നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 0.1587 ദാറ്റ് ഇസ് ഈക്വൽ ടു 158.7. ഒന്ന് റൗണ്ട് ആക്കി കഴിഞ്ഞാലോ 159 എന്ന് കിട്ടും. അതായത് 159 വർക്കേഴ്സ് എന്താണ് 750 രൂപേനെക്കാട്ടും സാലറി വാങ്ങുന്ന ആൾക്കാരാണ്. ഈ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 600 സ്റ്റുഡൻസ്, 600 കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം മറ്റന്നാളൊക്കെ കാണാം. 600 എന്നല്ല, കണ്ടമാനം കുട്ടികൾ എഴുതുന്നുണ്ടാവും. സോ 600 കുട്ടികൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം എഴുതി. അതിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. അവർക്ക് ആവറേജ് മാർക്ക് 50 കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് ഏറ്റവും കുറവ് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ആണ് വരുന്നത്. ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗെറ്റ് മാർക്സ് ബിറ്റ്വീൻ 30 and 60. 30ന്റെയും 60ന്റെയും ഇടയിൽ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് അറിയണം. എങ്ങനെ അറിയാം? നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാം. 30 മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ലെസ് ദാൻ 60 minus mu by sigma. So this is equal to probability of minus 20/10 less than z less than 10/10. Answer എന്ത് വന്നു? Probability of minus 2 less than z less than 1 എന്ന് വന്നു. minus 2 less than z less than 1. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? minus 2 less than z less than 0. 0ന്റെ അപ്പുറം ഇപ്പുറമാണല്ലോ ഇവരുള്ളത്. minus 2 ഇവിടെ, 0 ലെഫ്റ്റിൽ, 1 ഇവിടെ, 0 റൈറ്റിലാണ്. സോ ഇവിടെ minus 2 less than 0 less than z less than 1 plus probability of 0 less than z less than 1 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത്, അത് ആക്ച്വലി മൈനസ് വരികയാണെങ്കിൽ പേടിക്കേണ്ട, അത് 0ന്റെയും 2ന്റെയും കണ്ടാൽ മതി. കാരണം എന്താ? സിമെട്രിക് അല്ലേടാ, സിമെട്രിക് അല്ലേ. മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് നോക്കണ്ട, നേരെ അതിൻ്റെ പോസിറ്റീവ് മാത്രം നോക്കിയാൽ മതി. 2 വരുന്ന എത്രയാണ്? അത് 0.4772 ആണ്. സോ ഇവിടെ എന്ത് വന്നു? 0.4772 പ്ലസ് 0ന്റെ 1ന്റെ ഇടയിലാണെങ്കിലോ 0.3413 ആണ്. ഫൈനൽ ആൻസർ വരുന്നത് 0.8185 എന്നായിരിക്കും വരിക. 0.8185 എന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടി? ഈ ഒരു റേഞ്ചിൽ 30-60 ഇടയിൽ എത്ര കുട്ടികൾക്കാണ് ആ മാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അത് ചെയ്യാൻ എന്താ ചെയ്യാം? അത് കിട്ടാൻ എന്താ ചെയ്യുക? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു 600 into 0.8185. 600 into 0.8185. ആൻസർ എത്രയായിരിക്കും വരാം? 600 into 0.8185 ആൻസർ എത്രയായിരിക്കും വരാം?
ആൻസർ വരുന്നത് 491.1. 491 സ്റ്റുഡൻസ്, 491 കുട്ടികളാണ് എന്ത് ഈ 30-ന്റെ 60-ന്റെ ഇടയിൽ മാർക്ക് വാങ്ങിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും എന്താ ഒന്നെങ്കിൽ 30-ന് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 60-ന് മുകളിലാണ് അവരെല്ലാവരും മാർക്ക് വാങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബിലിറ്റി ഓഫ് -2 z <3 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പ്രോബിലിറ്റി ഓഫ് -2 z <0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 0 z <3. -2 ആണെങ്കിൽ നമുക്കറിയാലോ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 0.4772. സോ ഇവിടെ എന്ത് കിട്ടും? 0.4772 പ്ലസ് 0-ന്റെയും 3-ന്റെ ഇടയിലാണെങ്കിൽ 0.4987. ദിസ് ഇസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്തെങ്കിൽ എത്ര ആൻസർ വരുന്നുണ്ടാവാം? യെസ് ഗൗരി, നേരത്തെ ആൻസർ യെസ് കറക്റ്റ് ആണ്, 491.1 ആണ്. ഒന്ന് റൗണ്ട് ഫിഗർ ആകാം, 491 കുട്ടികൾ ഒന്ന് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് പറയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.9759 കിട്ടും. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോർമൽ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഗിവൺ ബൈ, ഇവിടെ നമ്മളുടെ ഇക്വേഷൻ, മറ്റേ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/σ√2π e⁻1/2x - μ/σ² ഇതാണ് നമ്മളുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഏതിന്റെ? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ. കാണാൻ പറഞ്ഞിരുന്നത് മീനും വേരിയൻസ് ആണ്. മീൻ ഇവിടെ ഉണ്ട്. മീൻ എന്താണ് ഇപ്പോൾ ഇവിടെ 25 കിട്ടിയിട്ടുണ്ട്. മീൻ ഇസ് ഈക്വൽ ടു 25 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ വന്നിട്ടുണ്ട് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ എത്ര? സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് 5 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 25 എന്നായിരിക്കും. അപ്പോൾ വേരിയൻസ് എന്ത് കിട്ടി? വേരിയൻസ് എന്താണ്? 25 ആണെന്ന് കിട്ടി. സോ മീനും 25 ആണ്, വേരിയൻസ് 25. ആൻസർ എന്താ വരാം? ഇത് ഏത് ഓപ്ഷൻ എവിടെ വരുന്നുണ്ടാവുക? ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. മീൻ 25 വേരിയൻസ് മീൻ 25 വേരിയൻസ് 20. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗിൽ നമ്മൾക്ക് ആദ്യം അറിയുന്ന കോൺസെപ്റ്റ് ആണ് പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? നമുക്ക് അതിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്ന ചെറിയൊരു സാമ്പിൾ ഉണ്ട്. ഈ പോപ്പുലേഷനിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ്, പോപ്പുലേഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മീന്, മീഡിയൻ, മോഡ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. PB, പോപ്പുലേഷൻ പാരാമീറ്റർ. ഇനി സാമ്പിളിൽ നിന്നാണ് ഈ മീനും മീഡിയനെ കണ്ടുപിടിക്കുന്നതെങ്കിലോ അതെന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഈ സാമ്പിളിലെ ആൾക്കാർ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഈ പാരാമീറ്റേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇനി സ്റ്റാറ്റിസ്റ്റിക് മീൻ ആണെങ്കിൽ എക്സ് ബാർ, സാമ്പിളിന്റെ കേസ് ആണെങ്കിൽ ഇത് സാമ്പിളിന്റെ കേസാണ്, ഇത് വരുന്നത് നമ്മുടെ പോപ്പുലേഷന്റെ കേസാണ്. സോ ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്നതാണ് മ്യൂ ആണ്, സാമ്പിളിന്റെ ആണെങ്കിൽ എക്സ് ബാർ എന്നാണ് പറയാ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? സ്മോൾ ലെറ്റർ എസ് ആണ് സാമ്പിളിന്റെ കേസിൽ, പാരാമീറ്ററിന്റെ കേസിൽ സിഗ്മ എന്നാണ്. വേരിയൻസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ, സാമ്പിളിന്റെ കേസിലാണെങ്കിൽ എസ് സ്ക്വയർ. സാമ്പിൾ ഇങ്ങനെ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതിൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് NCN ആണ്. ഏത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് കേസിൽ. ഇനി അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/NCN ആണ്. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ n/n ഉം പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/n/n ആണ്. സോ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കിൽ നമുക്ക് ഡിഫറെന്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ സാമ്പിൾ മീനിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇനി സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. സോ സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ നമുക്ക് കിട്ടുന്നത് സിഗ്മ സ്ക്വയർ ബൈ n എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്താ? ഇതിന് സ്ക്വയർ റൂട്ട് കൊടുക്കുന്നതാണ്, സിഗ്മ/√n കിട്ടും. ഇനി സിമ്പിൾ ടൈം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ വേരിയൻസിന്റെ ഇക്വേഷൻ വരുന്നത് n-n/n-1 ഇൻടു സിഗ്മ സ്ക്വയർ ബൈ n. ഇതിനൊരു റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെയും സ്റ്റാൻഡേർഡ് എറർ കിട്ടും. ഇനി സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പോപ്പുലേഷൻ, നമ്മളെ കയ്യിലുള്ള മൊത്തം ഡാറ്റ അവർ ഫോളോ ചെയ്യുന്ന എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ബൈനോമിയലോ പോയ്സോണോ നോർമലോ എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സാമ്പിൾ മീൻ ഉണ്ടല്ലോ, ആ മീൻ വാല്യൂ ഫോളോ ചെയ്യുന്നത് നോർമൽ ആയിരിക്കും. ഗിവൺ കണ്ടീഷൻ തന്നിരിക്കുന്ന ആ സാമ്പിളിന്റെ സൈസ് വലുതായിരിക്കണം. 3 ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്, chi², T ആൻഡ് F. സോ ഇവിടെ chi² എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസിൽ നിന്നാണ് നമ്മൾ chi²ലേക്ക് എത്തുന്നത്. Z1 Z2 Z എന്ന് പറഞ്ഞാൽ എന്താ?
സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അതിന്റെ എല്ലാവരെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്ര ഫ്രീ ആയിട്ട് നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതിനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു നമ്മളുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന സാധനം. ഓർമ്മയുണ്ടോ? മീന് കൈ സ്ക്വയറിന്റെ x1 x2 എക്സെട്ര xn അത് ഫോളോ ചെയ്യുന്നത് ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫോളോ ചെയ്യുന്ന കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അവരുടെ മീൻ എന്താണെന്ന് ചോദിച്ചിരുന്നത്. എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഈ മോഡൽ എക്സാമിന് വെച്ചാൽ എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട്? നമ്മൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൈ സ്ക്വയറിന്റെ മീൻ ഓഫ് കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ആണ്. വേരിയൻസ് ആണെങ്കിൽ അത് 2n ആണ്. ഇനി z, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള കേട്ടോ. z എന്നുള്ളത് ഒറ്റ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇനി n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഭയങ്കര ലാർജ് ആവുകയാണെങ്കിൽ കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? അത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആൻഡ് കൈ സ്ക്വയർ ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഈ ഒരു റേഷ്യോ n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് will be chi square with n minus degrees of freedom and is denoted by chi square n minus 1 where s square is sample variance. ഈ n square by sigma square എന്ന് പറയുന്നത് it follows chi square with n minus 1 degrees of freedom എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഇതിന്റെ വാല്യൂ കിട്ടാൻ ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇതെന്താണ്? ആൽഫ ആണ്. ഇതാണ് എൻ്റെ കൈ സ്ക്വയറിന്റെ വാല്യൂ. സോ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇത് 0.05. പി എത്രയാണ്? 0.05. പി എന്ന് വെച്ചാൽ ആൽഫയാണ് 0.05. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിക്കേ. ഇതാണ് നമ്മളെ കൈ സ്ക്വയറിന്റെ വാല്യൂ. ഇവിടെ എത്രയാണ്? 11.07 ആണ്. ഇനി ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആരും ഉണ്ട്? നമ്മളുടെ കൈ സ്ക്വയർ വേരിയബിളും കൂടെ ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ z ഉണ്ട്, അതേപോലെ കൈ സ്ക്വയർ വേരിയബിൾ y വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടീസ് വരുന്നത് ഇതിൽ നമ്മളെ മീൻ വരുന്നത് 0 ആണ്, വേരിയൻസ് വരുന്നത് n/n-2 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ടി ഡിസ്ട്രിബ്യൂഷൻ പക്ഷേ സിമെട്രിക് ആണ്. ഇത് നമ്മളെ മാത്സ് ഓഫ് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ടി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സിമെട്രിക് ആണ് at t is equal to 0. ആൻഡ് ആസ് n tends to infinity ടി ഡിസ്ട്രിബ്യൂഷൻ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന റേഷ്യോ അത് ഫോളോ ചെയ്യുന്ന ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി ടീന്റെ വാല്യൂ കാണാൻ ഇവിടെ നമുക്ക് ടീൻ്റെയിലാണെങ്കിൽ നമുക്ക് 1 ടെയിലും ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? 2 ടെയിലും ഉണ്ട്. 1 ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് 1 ടെയിൽ ആണോ 2 ടെയിൽ ആണോ എന്ന് കണ്ടുപിടിക്കുക? സിമെട്രിക് ആണെന്ന് പറഞ്ഞല്ലോ. സിമെട്രിക് ആണെങ്കിൽ അത് ചിലപ്പോൾ 1 ടെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2 സൈഡിലും നമുക്ക് ടെയിലിന്റെ ആൾക്കാരുണ്ടാവും. സോ ഒന്നെങ്കിൽ ഇതുപോലെ ഒരു സൈഡിൽ ഒരു വാലിന്റെ അറ്റത്ത് മാത്രമേ നമുക്ക് ക്രിട്ടിക്കൽ റീജിയൻ വരുള്ളൂ, അല്ലെങ്കിൽ 2 വാലിന്റെ അറ്റത്തും ഉണ്ടാവും. അതാണ് 2 ടെയിൽ. അപ്പൊ ഇതിലെങ്ങനെ മനസ്സിലാവും? ഇങ്ങനെ മോഡ് വാല്യൂ ഉണ്ടെങ്കിൽ അത് 2 ടെയിൽഡാണ്, അല്ലെങ്കിൽ അതെന്താണ്? 1 ടെയിൽഡാണ്. അപ്പൊ ഇവിടെ 1 ടെയിലാണോ 2 ടെയിലാണോ എന്ന് പ്രത്യേകം ഉണ്ടാവും. എന്നിട്ട് അതിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണാം. എന്നിട്ട് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാനാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന നമ്മളെ കോഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ബേസിക്കലി നമ്മളെ കൈ സ്ക്വയറിന്റെ റേഷ്യോ ആണ് വരുന്നത്. എഫ് എന്ന് പറയുന്നത് കൈ സ്ക്വയറിന്റെ റേഷ്യോ ആണ്. chi1 സ്ക്വയർ വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, chi2 സ്ക്വയർ വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിന്റെ റേഷ്യോ എടുക്കുന്നതാണ് എന്ത്? നമ്മളെ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ നമ്മളുടെ എഫിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് എന്താ? n2 n1. നേരെ ഉൾട്ട n1 n2 എന്നുള്ളത് n2 n1 ഉണ്ടാവും. എങ്ങനെ? എഫിന്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ. ഇനി n1 n2 എന്ന് പറയുന്നത് അത് ലാർജ്, ഭയങ്കര ലാർജ്, സാമ്പിൾ സൈസ് ഭയങ്കര ലാർജ് ആവുകയാണെങ്കിൽ എഫ് എന്താവും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവും. കൈ സ്ക്വയർ ആയിക്കോട്ടെ, ടി ആയിക്കോട്ടെ, എഫ് ആയിക്കോട്ടെ, 3 ആൾക്കാരിലും സാമ്പിൾ സൈസ് വലുതായി കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്നത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇനിയാണ് S1 S2 സ്ക്വയർ, അത് സാമ്പിൾ വേരിയൻസ് ആണെങ്കിൽ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1-1 n2-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇനി എഫിൻ്റെയിലാണെങ്കിൽ ഒന്ന് 0.05ന്റെ ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ 0.01ന്റെ ടേബിൾ ഉണ്ട്. ഇത് 0.05 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് 0.05ന്റെ ടേബിൾ ആണ്. അതിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ n1 എന്ന് പറയുന്നത് 2ഉം n2 എന്ന് പറയുന്നത് എന്താണ്? 4ഉം ആണ്. സോ n1 എന്ന് പറയുന്നത് 2, n2 എന്ന് പറയുന്നത് 4. സോ ഇവിടെ എന്ത് കിട്ടും? ഇത് 2, ഇതെന്താണ്? 4. സോ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര? 6.94. 6.94 ആണ് എന്ത്? നമ്മൾക്ക് അപ്പോൾ അവിടെ എഫിന്റെ വാല്യൂ ആയിട്ട് കിട്ടും.
യെസ് ആയിഷ പറയൂ എന്താണ്? സോ ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലേക്ക് വരാം. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് നോക്കാം. സോ ഇവിടെ നമുക്ക് നോർമൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 സൈസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n is equal to 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ 4 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ SRSWOR വഴി നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ് is equal to NCN, that is equal to 4C2, that is equal to 6 ആണ് നമ്മൾ ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് എത്രയാണ്? 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് ചൂസ് ദി കറക്റ്റ് ആൻസർ. എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്. ഈ 4 ഏതാണ് സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂ സിഗ്മ ഒക്കെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് അല്ല, പാരാമീറ്റർ ആണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് എക്സ് ബാർ ആണ്. ഇനി ഇവിടെ 5 വാല്യൂസ് തന്നിട്ടുണ്ട്. 5 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 5 ആണ്. സാമ്പിൾ സൈസ് സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് എന്താണ്? അത് 2 ആണ്. എത്രയാണ്? 2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? that is equal to SRSWOR ആണ്. സോ എന്താ? NCN ആണ്. that is equal to 5C2. 10 സാമ്പിൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ആ 10 സാമ്പിൾ വരുന്നത്. കാണാൻ പറഞ്ഞിരിക്കുന്നത് മീൻ ഓഫ് സാമ്പിൾ മീൻസ് ആണ്. സോ ഓരോ സാമ്പിളും 8, 10 നമുക്കറിയാം എന്തൊക്കെയാണ്? 8, 12, 13, 15, 16 5 വാല്യൂസ് ആണല്ലോ. ആദ്യത്തെ ആളെടുക്കുക, എല്ലാവരും കൂടെയും പെയർ ചെയ്യുക. 8, 12, 8, 13, 8, 15, 8, 16. ഇനി അടുത്ത ആളെടുക്കുക, 12 എടുക്കുക, അവരെ എല്ലാവരും കൂടെയും പെയർ ചെയ്യുക. സോ ഇത്തരത്തിൽ ഓരോ ആൾക്കാരും നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 സാമ്പിളുകൾ കിട്ടും. എന്നിട്ട് അതിന്റെ എല്ലാം എന്താണ്? മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാത്തിനും എന്താ? മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ മീൻ കിട്ടിയിട്ടുണ്ട് 128 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ ഓഫ് സാമ്പിൾ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഓഫ് സാമ്പിൾ മീൻസ് ഇസ് ഈക്വൽ ടു 128 ഡിവൈഡ് ബൈ n. എത്രയാണ് ഇവിടെ? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.8 ആണ് ഇത് നമ്മളുടെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഏറ്റവും മാച്ച് ചെയ്ത് നിൽക്കുന്ന ആരാണ് ഇവിടെ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? സിമെട്രിക് എബൌട്ട് മീൻ ആണ്. ഇൻ നെക്സ്റ്റ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? എഫിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. എഫും എഫും 1/f അതായത് എഫ് 1/f ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. സോ അതാണ് നമുക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മള് കൈ സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അതെന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? അത് സിമെട്രിക് അബൌട്ട് 0 ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇനി ഒരു 2 ചാപ്റ്ററും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒരു 11 മണിനുള്ളിൽ നമുക്കെല്ലാം തീരുമാനാക്കാം. സോ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മളുടെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്കിൽ നിന്ന് പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അതായത് ചെറിയൊരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോപ്പുലേഷനെ പറ്റി ഐഡിയ ഉണ്ടാക്കാം. ഇപ്പൊ ഒരു ജ്യൂസ് ഞാൻ വാങ്ങി, ജ്യൂസിന് ഒരു സിപ്പ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ആ ഗ്ലാസ് എന്താണ്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അതേപോലെ തന്നെ സ്വീറ്റ്സ് വാങ്ങാൻ പോകണം, അല്ലെങ്കിൽ സമൂസ, എന്തെങ്കിലും നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരൊറ്റ ബൈറ്റിൽ മനസ്സിലാവും ഓക്കെ അത് നല്ല സാധനമാണോ ചീത്ത സാധനമാണോ എന്നുള്ളത്. സോ സാമ്പിൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷനെ പറ്റി ഐഡിയ ഉണ്ടാക്കുന്ന ബ്രാഞ്ച് ആണ് എന്ത്? നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അഥവാ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. സോ അതിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ഉണ്ട്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. എസ്റ്റിമേഷനിൽ നമുക്കൊരു എസ്റ്റിമേറ്റർ ഉണ്ട്, അതേപോലെ എസ്റ്റിമേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. അതായത് സാമ്പിൾ മീൻ, സാമ്പിൾ മീഡിയൻ, സാമ്പിൾ മോഡ്, അത്തരത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് പോപ്പുലേഷന്റെ ആളെ പറ്റി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുകയാണ്. സോ അതാണ് നമ്മളെ എസ്റ്റിമേറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണെന്ന് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇതിന് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷൻ ഉണ്ട്, മറ്റൊന്ന് ഇന്റർവൽ എസ്റ്റിമേഷൻ ആണ്. പോയിന്റ് എസ്റ്റിമേഷനിൽ കൃത്യമായിട്ടൊരു പോയിന്റ്, അതായത് ഒരു മ്യൂ ഇസ് ഈക്വൽ ടു 50 ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് 5 ആണ്. ഇതിൽ കൃത്യമായിട്ടൊരു പോയിന്റ് നമ്മൾ പറയും, ഒരു കറക്റ്റ്
കറക്റ്റ് ഉത്തരം നമ്മൾ പറയും. ഇനി ഇന്റർവെലിനാണെങ്കിലും ഒരു റേഞ്ച് ആണ് നമ്മൾ പറയാം. അതായത് ഇപ്പോൾ 10ന്റെ 20ന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ 25ന്റെ 28ന്റെ ഇടയിലാണ്. ഇത്തരത്തിലുള്ള റേഞ്ച് പറയുകയാണെങ്കിൽ അതെന്തായി? ഇന്റർവെൽ എസ്റ്റിമേഷൻ ആയി. ഇനി പോയിന്റ് എസ്റ്റിമേഷനിൽ നമുക്ക് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ഇപ്പൊ സാമ്പിൾ മീന്, മീഡിയൻ, സാമ്പിളിന്റെ മോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോപ്പുലേഷന്റെ മീൻ കാണാം. ഇതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് അറിയണമല്ലോ. ആ ബെസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്: അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, സഫിഷ്യൻസി, എഫിഷ്യൻസി. അൺബയാസ്ഡ് എത്രയേ ഉള്ളൂ? ടി എന്നുള്ള ഒരു എസ്റ്റിമേറ്റർ ആണെങ്കിൽ, തീറ്റ എന്നുള്ള പാരാമീറ്റർ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അതൊരു അൺബയാസ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമ്മൾ പറയും. സോ ഇവിടെ സാമ്പിൾ മീൻ എന്നത് പോപ്പുലേഷൻ മീനിന്റെ ഒരു അൺബയാസ് എസ്റ്റിമേറ്റർ ആണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളെ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്തായിരിക്കണം? ആ ഒരു നമ്മൾ എസ്റ്റിമേറ്റർ ആ പാരാമീറ്ററിനോട് അടുത്തിരിക്കണം. വേരിയൻസ് എന്താണ്? 0 അടുക്കണം. അതായത് വേരിയൻസ് ഉണ്ടാവരുത്, കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ശരിക്കുള്ള പാരാമീറ്റർ എന്താണ്? സെയിം ആയിരിക്കണം. ഇനി എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മൾ 2 അൺബയാസ് എസ്റ്റിമേറ്റർ T1 T2 അങ്ങനെ 2 അൺബയാസ് എസ്റ്റിമേറ്റർ വന്നു കഴിഞ്ഞാൽ ആരാണ് ഇതിൽ കൂടുതൽ എഫിഷ്യന്റ്? T1 ആണോ T2 ആണോ? അതിന് ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ള ആളെ നോക്കിയാൽ മതി. കുറവ് വേരിയൻസ് ആർക്കാണോ അവരാണ് കൂടുതൽ എഫിഷ്യന്റ്. ഇവിടെ T1-നാണ് കുറവ് വേരിയൻസ്. സോ വേരിയൻസ് ഓഫ് T1 is less than variance of T2. സോ ഇവിടെ കുറവ് വേരിയൻസ് വന്നിരിക്കുന്ന ആർക്കാണ്? T1-നാണ്. അതുകൊണ്ട് T1 ആണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ. ഗൗരി അൺബയാസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ എന്താണ്? സാമ്പിൾ മീന് പോപ്പുലേഷൻ മീനിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അത് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. സോ ഇനി നെക്സ്റ്റ് നമ്മളെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പാരാമീറ്ററിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കിന് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. ദാറ്റ് ഇസ് ആൻ എസ്റ്റിമേറ്റർ സെഡ് ടു ബി സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ if it contains all information in the sample about the parameter. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. സാമ്പിൾ മീൻ എന്ന് പറയുന്ന അൺബയാസ്, കൺസിസ്റ്റന്റ് ആൻഡ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആണ്. ഇനി മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വെച്ച് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, മ്യൂ എന്ന് പറയുന്ന പോപ്പുലേഷൻ മീനാണ്. പോപ്പുലേഷൻ മീനിന്റെ മൊമെന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് സാമ്പിൾ മീനാണ്. അതായത് സാമ്പിൾ മീൻ വെച്ചിട്ട് പോപ്പുലേഷൻ മീൻ എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ഇനി ഇന്റർവൽ എസ്റ്റിമേഷൻ ആണെങ്കിൽ നമ്മളൊരു റേഞ്ച് ആയിരിക്കും പറയാം. ഒരു കോൺഫിഡൻസ് ഇന്റർവൽ, ദാറ്റ് ഇസ് 1 - alpha into 100% കോൺഫിഡൻസ് ഇന്റർവൽ. ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുക ഇന്റർവൽ ലെങ്ത് കൂടുമ്പോഴായിരിക്കും. ഇന്റർവൽ ലെങ്ത് കുറവാണെങ്കിൽ കോൺഫിഡൻസ് എന്താ കുറവായിരിക്കും ഉണ്ടാവുക. ഇവിടെ 1 - alpha എന്ന് പറയുന്നതാണ് നമ്മളെ കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ പോപ്പുലേഷൻ മീനിന്റെ ഇക്വേഷൻ ആണിത്. x bar minus sigma by root n z alpha by 2 and x bar plus sigma by root n z alpha by 2. ഇതാണ് എന്ത് നമ്മളുടെ കോൺഫിഡൻസ് ഇന്റർവെലിന് ഇക്വേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, സാമ്പിളിന്റെ ആണെങ്കിൽ നമ്മൾ ആ സിഗ്മന്റ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി 95% കോൺഫിഡൻസ് ഇന്റർവൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ ഓഫ് സെഡ് ആൽഫന്റെ വാല്യൂ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.96ഉം 99% ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 2.582 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ എന്താണ് ആൻസർ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തു. എന്തായിരിക്കും ആൻസർ വരിക? ടി ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ, ടി ഒരു അൺബയാസ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണെങ്കിൽ, ടി ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്, അതൊരു അൺബയാസ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? അൺബയാസ്ഡ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ് വന്നിട്ടുണ്ട്. മൊമെന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ യെസ് അനീന, യെസ് 5-ാം തീയതിയാണ് എല്ലാവർക്കും എക്സാം വരുന്നത്. മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. മൊമെന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എക്സ് ബാർ ആണ് എന്ത് മീനിന്റെ മൊമെന്റ് എസ്റ്റിമേറ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 35 + 42 + 38 + 55 + 70 + 69 ഡിവൈഡ് ബൈ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 1 2 3 4 5 6. സോ ഡിവൈഡ് ബൈ 6. സോ ഈ ഫസ്റ്റ് ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 309 ആയിരിക്കും. ഡിവൈഡ് ബൈ 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 51.5 ആണെന്ത് നമ്മൾ ഫൈനൽ ആൻസർ വരുന്നത്. ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഈ നെക്സ്റ്റ് പെട്ടെന്ന് പറഞ്ഞേ, ഇതിൽ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറഞ്ഞേ? ഇതിൽ ആരായിരിക്കും കൂടുതൽ എഫിഷ്യന്റ് എന്ന് പറഞ്ഞേ? T1 T2 അൺബയാസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എഫിഷ്യൻസി മാത്രം നോക്കിയാൽ മതി. എഫിഷ്യൻസി കാണാൻ രണ്ടിൻ്റെയും വേരിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രണ്ടാൾക്കാരുടെയും വേരിയൻസ് വേണം. വേരിയൻസ് ഓഫ് T1 വേണം, വേരിയൻസ് ഓഫ് T2 വേണം. സോ ദിസ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് 2x2 മൈനസ് x3 ഡിവൈഡഡ് ബൈ 2. ഇവിടെ വേരിയൻസ് ഓഫ് x1 പ്ലസ് 2x2 പ്ലസ് 3x3 ബൈ 6. ഇനി ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കുന്നത്? വേരിയൻസ് ഓഫ് AX എന്നുള്ള മാതിരിയാണ്. സോ A² വേരിയൻസ് ഓഫ് X. ഇതാണ് എന്ത് നമ്മളെ പ്രോപ്പർട്ടി പഠിക്കുന്നത്. ഇപ്പം ഇവിടെ കോൺസ്റ്റന്റ് ആരാണ്? 1/2. ആ 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ? 1/2 സ്ക്വയറോ? 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് 1/4 ആണ്. ഇൻറ്റു ഇവിടെ വേരിയൻസ് ഓഫ് X എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. സോ വേരിയൻസ് എന്താ? സിഗ്മ സ്ക്വയർ ആണ്. സോ ഇൻറ്റു വേരിയൻസ് ഓഫ് x1 പ്ലസ് 2 സ്ക്വയർ 4. 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x2. ഇനി മൈനസ് ആയാലും പ്ലസ് ആയാലും ബ്രാക്കറ്റ് തുറന്നെങ്കിൽ സെയിം പ്ലസ് ആണ് വരിക. വേരിയൻസ് ഓഫ് x3. വേരിയൻസ് ഓഫ് x3. സോ ദിസ് ഇസ് ഈക്വൽ ടു, so this is equal to 1/4 into sigma square plus 4 sigma square plus sigma square. So this is equal to 4 plus 1 5, 5 plus 1 6, 6 sigma square by 4, that is equal to, എന്തായിരിക്കും അവിടെ ആൻസർ വരിക? അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 1.5 സിഗ്മ സ്ക്വയർ എന്നാണ്. ഈ നെക്സ്റ്റ് നമ്മൾ ഇയാൾ വരുമ്പോൾ എന്തായിരിക്കും? 1/6. 1/6 അത് ഒരു കോൺസ്റ്റന്റ് ആണ്. A പുറത്തേക്ക് വരുമ്പോൾ എന്താ? A സ്ക്വയർ ആണ്. 1/6ന്റെ സ്ക്വയർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ. So 1/6ന്റെ സ്ക്വയർ 1/36 into variance of x1 plus 2 square, 4 into variance of x2 plus 3 square, 9 into variance of x3. This is equal to 1/36 into sigma square plus 4 sigma square plus 9 sigma square. That is equal to 14 sigma square by 36. Answer വരുന്നത് 0.38 sigma square എന്ന് കിട്ടും. ഇപ്പം ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ആർക്കാണ് ഏറ്റവും കുറവ് വേരിയൻസ് വരുന്നത്? കുറവ് വേരിയൻസ് ആർക്കാണ്? T2-നാണ്. So variance of T2 is less than variance of T1. അപ്പോൾ ആരാണ് കൂടുതൽ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ? T2 is more efficient. T2 is more efficient എന്ന് കിട്ടും. T2 is more efficient. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യാസി മോഡൽ എക്സാമിന്റെ എല്ലാം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അത് സെയിം അല്ലേ? ഇപ്പം ഈ ചെയ്തതിന്റെ സെയിം സാധനമല്ലേ മോഡൽ എക്സാമിന് 24 എന്ന് പറയുന്നത്? ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മോഡൽ എക്സാമിന് 24 ചെയ്യാലോ. അവിടെ മോഡൽ എക്സാമിന് 24th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവിടെ നമുക്ക് സാമ്പിൾ സൈസ് n വരുന്നത് 4 ആണ്. സാമ്പിൾ സൈസ് 2 ആണ്. പോപ്പുലേഷൻ സൈസ് 2 ആണ്. SRS WOR ആണ്. അതുകൊണ്ട് എന്ത് കിട്ടും? അവിടെ NCN ദാറ്റ് ഇസ് ഈക്വൽ ടു 4C2. 6 സാമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. സാമ്പിൾസ് വരുന്നത് 5, 10, 5, 15, 5, 20, പിന്നെ വരുന്നത് 10, 15, 10, 20, പിന്നെ 15, 20. ഇങ്ങനെയാണ് സാമ്പിൾസ് ഉണ്ടാവുക. ഇതിൻ്റെ എല്ലാം സാമ്പിൾ മീന് കാണുക. ഓരോന്നിൻ്റെ സാമ്പിൾ മീന് കാണാം. ടോട്ടൽ കിട്ടും. ടോട്ടൽ എന്നിട്ട് നമ്പർ ഓഫ് സാമ്പിൾസ് ഡിവൈഡ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ ചെയ്യാം. ഇതാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ എന്തൊക്കെയാണ്? അൺബയാസ്ഡ് ആയിരിക്കണം. പിന്നെ എന്താണ്? സഫിഷ്യന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. എഫിഷ്യന്റ്, കൺസിസ്റ്റന്റ്, സഫിഷ്യന്റ്. സോ ഈ 4 എണ്ണമാണ് നമ്മുടെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് നമ്മളിവിടെ 4 എണ്ണത്തിൽ പോപ്പുലേഷൻ മീനിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ, ബെസ്റ്റ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്ന ആരാണ്? അത് സാമ്പിൾ മീനാണ്. ഈ നെക്സ്റ്റ് നമുക്കിവിടെ ഒരു തിയറി തന്നിട്ടുണ്ട്. അത് എന്താണ് നെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ദ പ്രോപ്പർട്ടി ഓഫ് എൻ എസ്റ്റിമേറ്റർ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വേരിയൻസ് വെൻ n is large. n വലുതാവുന്നതിനനുസരിച്ച് നമ്മളെ വേരിയൻസ് എന്താണ്? 0ലേക്ക് ടെൻഡ് ചെയ്യും. ഇങ്ങനെ വേരിയൻസ് n tends to infinity, variance of t tends to 0, expectation of t tends to theta, t is equal to theta. ഇങ്ങനെ ഒരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണത്? അതെന്താണ്? കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ, കൺസിസ്റ്റൻസിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു അത്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് അൺബയാസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് t എന്നത് മ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ k ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ.
സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 3x1 പ്ലസ് kx2 മൈനസ് x3 ബൈ 4. കോൺസ്റ്റന്റ് ആണല്ലോ, അത് അങ്ങനെ പുറത്തേക്ക് എഴുതാം. നമ്മൾക്ക് അങ്ങനെ അത് പുറത്തേക്ക് എഴുതാം. 1/4 this is equal to 1/4 into expectation of 3 into expectation of x1 plus k into expectation of x2 minus expectation of x3. ഇവിടെ expectation of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ expectation of x എന്ന് പറയുന്നത് mu ആണ്. അത് ക്വസ്റ്റനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്ത് കിട്ടും? 1/4 ഇൻറ്റു 3 mu പ്ലസ് k mu മൈനസ് mu എന്ന് പറയുന്നത് എന്താണ്? mu ആണ്. ദിസ് ഇസ് ഈക്വൽ ടു mu. കാരണം എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് t1 എന്ന് പറയുന്നത് t എന്താണ്? അത് mu ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് മ്യൂവിനോട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ എന്ത് കിട്ടും? ഈ 4നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്തായി ഇവിടെ? 3 മൈനസ് mu. അപ്പൊ 2 mu പ്ലസ് k mu എന്ന് പറയുന്നത് 4 mu ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ k mu എന്താണ്? 4 mu മൈനസ് 2 mu. ആൻസർ 2 mu എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈനലി k എന്താണ്? k mu is equal to 2 mu എന്ന് കിട്ടും. ദാറ്റ് ഈസ് k is equal to 2. k is equal to 2 ആണ് എന്ത്? നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. k is equal to 2 കിട്ടിയിട്ടുണ്ടോ? k is equal to 2 ആൻസർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? സെറ്റ് അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ്സ് ഓൺ മെഷേഴ്സ് സച്ച് ആസ് മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര വിച്ച് ആർ കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾ. സാമ്പിളിൽ നിന്ന് ഇവരെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് യെസ്, നമ്മളിപ്പം ആ 24th ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമിന് ആ 24th ക്വസ്റ്റ്യൻ്റെ സെയിം പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 4C2 SRSWR ആണ്. സോ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇസ് ഈക്വൽ ടു 4C2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. കാരണം ഇവിടെ n എന്ന് പറഞ്ഞാൽ 4 ആണ്, സ്മോൾ ലെറ്റർ n എന്നാണ് 2 ആണ്. കാണാൻ പറഞ്ഞിരിക്കുന്നത് സാമ്പിൾ മീൻ എന്നത് പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണോ അല്ലയോ. അതായത് സെയിം ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമിനേഷൻ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണോ അല്ലയോ, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അത് നമുക്കിവിടെ മ്യൂ കാണണം. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ മീനാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്യുക. ഇതെന്താണ്? പോപ്പുലേഷൻ മീനാണ് മ്യൂ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ മീനാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 + 3 + 4 ഡിവൈഡഡ് ബൈ 4. n എത്രയാണ് ഇവിടെ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ സൈസ് എത്ര വരുന്നത്? 4 ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 7, 8, 9, 10/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടി. ഇനി മ്യൂ 2.5 കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x ബാറും 2.5 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇത്ര ടേബിൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്ക് 6 സാമ്പിളുകളാണുള്ളത്. സാമ്പിൾ മീൻ 1ന്റെയും 2ന്റെയും ആവറേജ് എന്താണ്? 1 + 2, 1 + 2/2 നമുക്ക് എന്ത് കിട്ടും? 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. ഇത്തരത്തിൽ നമ്മൾ ഓരോന്നിൻ്റെയും ആവറേജ് വാല്യൂ നമ്മൾ കാണണം. ആവറേജ് കണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് വാല്യൂ കിട്ടും. സോ ഇനി മീൻ ഓഫ് സാമ്പിൾ മീൻസ് അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ. എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ? 6 ആണ്. 15/6 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ നമുക്ക് 2.5 എന്ന് കിട്ടും. ഇതും 2.5 കിട്ടി, അതും 2.5 കിട്ടി. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ എന്താണ്? ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു അല്ലെ എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ ഇസ് ഈക്വൽ ടു മ്യൂ. ആൻസർ ആയില്ലേ? ഇതാണ് നമ്മൾ മോഡൽ എക്സാമിന് 24ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. 24ാമത്തെ ചോദ്യം ഇത് തന്നെയാണ് സാധനം. സോ ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് T1 ഇസ് മോർ എഫിഷ്യന്റ് ദാൻ T2. T1 ആണ് കൂടുതൽ എഫിഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് T1 എന്താണ്? വേരിയൻസ് കുറവായിരിക്കണം. വേരിയൻസ് കുറവാണെങ്കിലാണ് എന്ത്? നമ്മൾ കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്ന് നമ്മൾ പറയാം. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റ് എന്തൊക്കെയാണ്? അൺബയസ്ഡ്, കൺസിസ്റ്റൻസി, സഫിഷ്യൻസി, എഫിഷ്യൻസി. ഇനി നമ്മൾ T is a consistent estimator of a parameter theta as n tends to infinity. എന്തുണ്ടാവും? T ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണ്. കൺസിസ്റ്റൻസി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇനി ബാക്കിയുള്ളത് എന്താണ്? n tends to infinity ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് T tends to theta and variance of T tends to 0 ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് T tends to theta and variance tends to 0 ആയിരിക്കും.
ആൻഡ് വേരിയൻസ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും വരിക. ഇനി ലാസ്റ്റ് ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അൺബയാസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അൺബയാസ്ഡ് ആണെങ്കിൽ ഫൈനലി എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്നുള്ള മ്യൂ കിട്ടണം ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്നുള്ളത് എന്താ? മ്യൂ എന്ന് കിട്ടണം. സോ എന്താണ് നമുക്ക് ഇവിടെ വരുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്ന് പറയുന്നത് expectation of T1 is equal to expectation of x1 plus x2 minus x3. That is equal to expectation of x1 plus expectation of x2 minus expectation of x3. Expectation എന്താ വരുന്നത്? ആ മ്യൂ അല്ലേ? അപ്പൊ മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ. ആൻസർ എന്താ? മ്യൂ ആണ് നമുക്ക് ആൻസർ വരാം. ഈ മ്യൂ എന്താ? അത് 0 ആയിപ്പോയി. സോ ബാക്കി എന്താ? മ്യൂ മാത്രമേ ഉള്ളത്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്താണ്? അൺബയസ്ഡ് ആണ് കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. എക്സ്പെക്ടേഷൻ ഓഫ് T2 നോക്കാൻ വേണ്ടി പോവാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T2 is equal to expectation of x1 plus x2 divided by 2. That is equal to 1/2 into expectation of x1 plus expectation of x2. Expectation of x1 plus expectation of x2 that is equal to mu plus mu by 2. എന്താണ് ആൻസർ വരിക? 2 mu by 2. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ് എന്ത്? നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ. ഇനി നമ്മളുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഇതും കൂടെ കഴിഞ്ഞാൽ 13 ചാപ്റ്റേഴ്സ് തീരാണ്. 12 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെ ഒരൊറ്റ ചാപ്റ്ററും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. എല്ലാവരും റെഡിയാണോ? സോ ഇനി ഒരൊറ്റ ചാപ്റ്ററും കൊണ്ട് ഡിസ്കസ് ചെയ്താൽ കഴിഞ്ഞു. ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു. നാളെ സൂപ്പർ 60 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഇനി നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് നമുക്കൊരു നൾ ഹൈപ്പോത്തസിസ് ഉണ്ട് H0, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട് H1. സോ ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ തന്നെ നമ്മളൊരു എസ്റ്റിമേഷനിൽ എന്താണ്? നമ്മൾ കുറച്ച് ആൾക്കാരെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം. അതിനാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് വരുന്നത്. സോ അതിനെയാണ് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത്. അത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? അത് ശരിയാകാതിരിക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ പാരാമീറ്റർ ആൻഡ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് ദി പാരാമീറ്റർ. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ശരിക്കുള്ള വാല്യൂ തമ്മിൽ എന്താ? ഒരു വ്യത്യാസമില്ല, കറക്റ്റ് ആണ്. ഇനി ഓൾട്ടർനേറ്റീവിൽ എന്താ? അവിടെ വ്യത്യാസമുണ്ട്. there exists a difference between parameter and the specified value. 2 types of error, type 1, type 2 error സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. H0 ട്രൂ ആണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്തു. അതാണ് ടൈപ്പ് 1 എറർ. H0 ഫാൾസ് ആണ്, പക്ഷെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. തെറ്റാണ്, പക്ഷെ എന്നിട്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. അതാണെന്ത്? ടൈപ്പ് 2 എറർ. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റിജക്ടിങ് H0 when H0 is true. റിജക്ടിങ് H0, പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് H0 when H0 is true. അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണെന്ത്? ആൽഫ എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആണെന്ത്? ആൽഫ എന്ന് നമ്മൾ പറയുന്നത്. സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് ടെസ്റ്റ് നമ്മൾ നേരത്തെ ആ ടെസ്റ്റിന് മുന്നേ തന്നെ നമ്മളത് പറയും. ഇനി ടൈപ്പ് 2 എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ അത് ബീറ്റ ആണെന്ന് പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 is false. ഇനി പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ് പവർ ഓഫ് എ ടെസ്റ്റ്. അതാണല്ലോ ശരിക്കും പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ റിജക്ടിങ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഇസ് ഫാൾസ്. ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ച വാല്യൂ തെറ്റാണെന്ന് മനസ്സിലായി, ഞാൻ അതിനെ റിജക്ട് ചെയ്തു. അതാണെന്ത്? പവർ ഓഫ് എ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 - ബീറ്റ ആണ് പവർ ഓഫ് എ ടെസ്റ്റ്. ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തിയറിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം തിയറി പാർട്ടിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൈപ്പോത്തസിസ് H0, H0 ആൻഡ് H1 ഓൾട്ടർനേറ്റീവ് ആണ്. H1 വരുന്നത് നൾ ഹൈപ്പോത്തസിസ് ആണെങ്കിൽ H0, H1 ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് മിച്ചു. സോ ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സാമ്പിൾ വാല്യൂസിന്റെ ഒരു ഫംഗ്ഷൻ ആണല്ലോ. സാമ്പിളിൽ നിന്നാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് കിട്ടുന്നത്. ഇനി അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കിൽ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അത് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നമ്മൾ എന്ത് വിളിക്കുന്നു? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നു. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന ആരെ ഉപയോഗിച്ചിട്ടാണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് Z ടെസ്റ്റ് ഉണ്ട്, T സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, F ഉണ്ട്, chi സ്ക്വയർ ഉണ്ട്. ഇത് ഏതൊക്കെ എവിടേക്ക് ഉപയോഗിക്കാം? F നമ്മൾ എവിടെ ഉപയോഗിക്കാം? അനോവയിൽ. chi സ്ക്വയറോ
ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ ആൻഡ് സെഡും ടിയും വേരിയബിൾസിന്റെ കേസിലാണ് യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ അഥവാ റിജക്ഷൻ റീജിയൻ ഇവിടെ എന്താണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദെയർ ഇസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ആൻഡ് null hypothesis should be rejected. അതായത് ഈ റെഡ് പോർഷൻ ആണ് ഈ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളുടെ വാല്യൂ വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും അത് റിജക്ട് ചെയ്യാണ്, അത് എക്സ്ട്രീമിലാണ്, നമ്മൾ റിജക്ട് ചെയ്യും. ഇനി ഈ ക്രിട്ടിക്കൽ റീജിയനും ഇതാണ് നമ്മളുടെ ആക്സെപ്റ്റൻസ് റീജിയൻ. സോ ഈ ക്രിട്ടിക്കൽ റീജിയനും ഈ ആക്സെപ്റ്റൻസ് റീജിയനും ഇത് തമ്മിലുള്ള സെപ്പറേഷനെ നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്നാണ് പറയാം. ഇനി നെക്സ്റ്റ് വൺ ടെയിൽ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ നമുക്ക് ടു ടെയിൽ ടെസ്റ്റ് ഉണ്ട്. വൺ ടെയിൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഈ സിമെട്രിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ വാല്യൂസ് ഉണ്ടായിരിക്കുള്ളൂ. സോ ഇവിടെ H0 മ്യൂസിക്കലും മീനോട്ട് ഒരു വ്യത്യാസം ഇല്ലെന്നാണ്. ലെഫ്റ്റ് ടെയിൽ എന്ന് വെച്ചാൽ എന്താണ് ലെസ് ദാൻ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആ ടെയിൽ ഉണ്ടായിരിക്കുക. ഇനി റൈറ്റ് ടെയിൽ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ ഉള്ളത്. അതാണ് വൺ ടെയിൽ ടെസ്റ്റ്. ഇനി രണ്ട് ഭാഗത്തും ഉണ്ടെങ്കിൽ രണ്ട് ടെയിലിന്റെ നമ്മളൊരു കർവിന്റെ ടെയിൽ രണ്ടറ്റത്തും ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ടു ടെയിൽ ടെസ്റ്റ് ആണ്. ഇനി ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമുക്ക് 5 സ്റ്റെപ്പ് ഉണ്ട്. ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയണം, ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കണം എന്ന് പറയണം, അതേപോലെ ഏതാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ, അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ അതും നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലാസ്റ്റ് എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത്തരത്തിൽ 5 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. ഇനി നമ്മളുടെ ഒരു സിംഗിൾ മീൻ വരുന്ന കേസിൽ മ്യൂ എന്ന് പറയുന്നത് ക്ലെയിംഡ് പോപ്പുലേഷൻ മീൻ, അതാണ് ശരിക്കും പോപ്പുലേഷൻ മീൻ. ഇതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് വരുന്നത്. നൾ ഹൈപ്പോത്തസിസ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഒന്നെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്, അതായത് ടു ടെയിൽഡ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കാം. ഇനി ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കാം, സെഡ് ഉപയോഗിക്കാം. സെഡ് എന്ന് വെച്ചാൽ എന്താ നോർമൽ 0, 1. ഇനി ഇപ്പൊ സിഗ്മ നമുക്കറിയാം, ഏതൊക്കെ കേസിൽ നമുക്ക് സെഡ് ഉപയോഗിക്കാം. സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്കറിയാം, അതേപോലെ തന്നെ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ പിന്നെ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന അതിന്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 30 ആണ്. ഈ കേസിലെല്ലാം നമ്മളെ സെഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ √n ആണ്. ഇനി നമുക്ക് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നമുക്ക് അറിയില്ല, പകരം നമുക്ക് അറിയുന്നത് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഇക്വേഷൻ വരുന്ന എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ √n ആയിരിക്കും. ഇനി നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അത് പൊതുവെ അധിക കേസിലും അത് വരിക ഒന്നെങ്കിൽ 0.05 ആയിരിക്കും, അല്ലെങ്കിൽ 0.01 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് പറയണം. ടു ടെയിലാണെങ്കിൽ മോഡ് സെഡ് ഗ്രേറ്റർ സെഡ് ആൽഫ ബൈ 2 എന്നായിരിക്കും, കാരണം രണ്ട് ഭാഗത്ത് എന്താ നമുക്ക് ക്രിട്ടിക്കൽ റിജക്ഷൻ റീജിയൻ വരുന്നുണ്ട്. ഇനി വൺ ടെയിലാണെങ്കിൽ മോഡ് സെഡ് ഗ്രേറ്റർ സെഡ് ആൽഫ എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് യെസ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ റീജിയൻ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, സിഗ്നിഫിക്കൻസ് ലെവൽ, പവർ ഓഫ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 6 ആൾക്കാരെ മാറി മാറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അത് ക്രിട്ടിക്കൽ റീജിയൻ എന്താണ് എന്നതൊന്ന് നോട്ട് ചെയ്യാം. ഈ നെക്സ്റ്റ് ഇതിന്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്താണ്. 0.01 ആണെങ്കിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2.58 ആണ്. സെഡ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.33 ആണ്. ഇനി 0.05 ആണെങ്കിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ 1.96ഉം സെഡ് ആൽഫയുടെ വാല്യൂ 1.645 ആണ്. ഇനി ടി ടെസ്റ്റ് എപ്പോഴായിരിക്കും യൂസ് ചെയ്യുക? ചില കേസിൽ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ അറിയുള്ളൂ. അതും അതേപോലെ തന്നെ സാമ്പിൾ സൈസ് തന്നെ ലെസ് ദാൻ 30 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡ് ബൈ എസ് ബൈ √n മൈനസ് 1, അതാണ് എന്ത് ടി എന്ന് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, അത് n-1 ആയിരിക്കും. ഇനി ടു ടെയിൽഡ് ആണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കലി മോഡ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ ബൈ 2ഉം, റൈറ്റ് ടെയിൽഡ് ലെഫ്റ്റ് ടെയിൽഡ് ആണെങ്കിൽ മോഡ് ടി ഗ്രേറ്റർ ദാൻ ടി ആൽഫ എന്നുമായിരിക്കും. ഇനി ടി ടേബിൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടി ടേബിൾ വെച്ചിട്ടാണ് എന്ത് ഈ ടി ആൽഫയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. സെറ്റിന്റെ വാല്യൂ നേരത്തെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി പോപ്പുലേഷൻ മീൻ, 2 പോപ്പുലേഷൻ മീൻ വരുന്ന കേസാണെങ്കിൽ അവിടെ ഇതാണ് നൾ ഹൈപ്പോത്തസിസ്, ബാക്കി ഈ 3 ആൾക്കാരാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. സോ ഇനി ഇവിടെ സിഗ്മ അറിയാമെങ്കിൽ ഇക്വേഷൻ വരുന്നത് സിഗ്മ 1² ബൈ n1 x1 മൈനസ് x2 അത് രണ്ടിലും കോമൺ ആണ്. സിഗ്മ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാമെങ്കിൽ സിഗ്മ 1
1 square by n1 plus sigma 2 square by n2 ആണ്. ഇനി പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അറിയില്ല, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ മാത്രമേ അറിയുള്ളൂ എങ്കിൽ അത് S1 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2 ആയിരിക്കും. ഇനി കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്, നാളത്തെ ഒരു പ്രൈം അറ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നാളത്തെ നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ആ ഒരു സെറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ആട്രിബ്യൂട്ട്സ്, അതായത് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ക്വാളിറ്റി, ഓണസ്റ്റി, ഇന്റലിജൻസ്, ഇതൊക്കെ ഒരു ടേബിൾ ആയിട്ട് റോം കോളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിൻജൻസി ടേബിൾ. അതിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ടോട്ടൽ, ആ റോവിന്റെ ടോട്ടൽ, കോളത്തിന്റെ ടോട്ടൽ. ഇപ്പൊ ഫസ്റ്റ് റോയിൻ ഈ 1 എന്നുള്ള കോളത്തിന്റെ ആണെങ്കിൽ ആദ്യത്തെ റോവിന്റെ ടോട്ടൽ, ആദ്യത്തെ കോളത്തിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി n. ഇത്തരത്തിലാണ് നമ്മൾ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണുന്നത്. കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഒബ്സർവ്ഡ് മൈനസ് എക്സ്പെക്ടഡ് ദി ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്ടഡ് വാല്യൂ ആണ്. ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് മൈനസ് 1. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് മൈനസ് 1 ഇൻടു നമ്പർ ഓഫ് കോളംസ് മൈനസ് 1 ആണ്. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്താണ്? കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ ആണ്. ഇനി ഇതിന്റെ 5 സ്റ്റെപ്പുകൾ. ആദ്യം ഹൈപ്പോത്തസിസ്, ഇതും 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡന്റ്, ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ്, അതാണ് നള്ളും ഓൾട്ടർനേറ്റീവും ഹൈപ്പോത്തസിസ് വരുന്നത്. ഈ നെക്സ്റ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? സിഗ്മ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ R-1 ഇൻറ്റു C-1 ആണ്. ഇനി ആൽഫ 0.05 അല്ലെങ്കിൽ 0.01 ആയിരിക്കും. ഇനി കൈ സ്ക്വയർ എന്താണ്? കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ, അതാണ് എന്ത് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നത്. ഈ നെക്സ്റ്റ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ടേബിൾ വാല്യൂവിനെ കാട്ടും വലുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കണം? റിജക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. സോ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ഇത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്തായിരിക്കും വരിക? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് ഡെഫിനിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ടൈപ്പ് 1 എറർ എന്ന് വെച്ചാൽ എന്താണ്? റിജക്ട് H0 when H0 is true. Reject H0 when H0 is true. Accept H0 when H0 is false ആണ് ടൈപ്പ് 2 എറർ. H0 is false. അതാണ് എന്ത് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് അസംഷൻ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഇതിനുള്ള കറക്റ്റ് അസംഷൻ എന്തായിരിക്കും വരിക? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് an assumption made about the value of a population parameter. പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റി നമ്മൾ എടുക്കുന്ന ഒരു അസംഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹൈപ്പോതെസിസ്. ടൈപ്പ് 1 ടൈപ്പ് 2 എറർ ചോദിച്ചാൽ ടൈപ്പ് 1 എറർ എന്നാണ് റിജക്ട് H0 when H0 is true, ആൻഡ് ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് H0 when H0 is false. ഇനി വീണ്ടും ഡിഫൈൻ ദി ഫോളോയിങ്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ എന്താണ്? അത് റിജക്ഷൻ റീജിയൻ ആണ്. ആൻഡ് പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ട് H0 when H0 is false. Reject H0 when H0 is false, that is equal to 1 minus beta. So 1 minus beta അതാണ് നമ്മളെ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് എ നൾ ഹൈപ്പോത്തസിസ്. So that is probability of reject H0 when H0 is false. 1 by beta ആണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വേരിയൻസ് വന്നിട്ടുണ്ട്. എത്രയാണ്? 32. അപ്പൊ എന്താണ് വേരിയൻസ്? 32 ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 32 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്താണ്? √32 ആണ്. ഇനി നെക്സ്റ്റ് മീൻ എത്രയാണ്? 55. മീൻ ഇസ് ഈക്വൽ ടു 55 ആണ് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് റാൻഡം ആയിട്ടൊരു സാമ്പിൾ എടുത്തു. ഒരു സാമ്പിൾ ഞാൻ എടുത്തു. ആ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് 81 ആണ്. ആൻഡ് അതിന്റെ സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് 56.2 ആണ്. ടെസ്റ്റ് വെദർ ദി മീൻ ഇസ് നോട്ട് 55. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്യേണ്ട എന്താ? നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും എന്താണെന്ന് പറയലാണ്. സോ H0 എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ഇസ് ഈക്വൽ ടു 55. H1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മ്യൂ നോട്ട് ഈക്വൽ ടു 55 ആണ്. ആദ്യത്തെ കാര്യം കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, n എന്താണ്? ഗ്രേറ്റർ ദാൻ 30 ആണ്. ഒരു സംശയം ഇല്ലാണ്ട് പറയാം. Z ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n. ഇതാണ് എന്ത്? നമ്മളെ Z-ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽഫയും ക്രിട്ടിക്കൽ റീജിയനും പറയലാണ്.
സോ ആൽഫ എന്താണ് 0.05 ആണെന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും? ക്രിട്ടിക്കൽ റീജിയൻ ഇത് എന്ത് ടൈപ്പ് ടെസ്റ്റാ? ഇത് 2 tailed ആണ്. ഇത് 2 tailed ടെസ്റ്റ് ആണ്. 2 tailed ടെസ്റ്റിന്റെ കേസ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും എടാ? അല്ല, ആൽഫ നമുക്ക് ചിലപ്പോൾ 0.05 വരാം, ചില കേസിൽ 0.01 വരാം മിച്ചു. സോ അത് മാറി മാറി വരാം. എക്സ് ബാറും യു എങ്ങനെ തിരിച്ചറിയാം? എക്സ് ബാറും യു എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റാൻഡം സാമ്പിൾ എടുത്തു എന്ന് പറഞ്ഞു. റാൻഡം സാമ്പിൾ 81 ആൾക്കാരെ നമ്മൾ എടുത്തു, അതിന്റെ മീനാണ് 56.2 എന്ന് പറഞ്ഞു. അപ്പൊ റാൻഡം സാമ്പിളിൽ നിന്ന് എടുക്കുന്ന മീൻ എന്ന് പ്രത്യേക ലൈനിലുണ്ടാവും, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മളെ എക്സ് ബാർ. ഇവിടെ നമുക്ക് സാമ്പിൾ റാൻഡം സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല, സാമ്പിളിന്റെ അകത്താണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് 55 ആണ്. അല്ലെങ്കിൽ അവസാനത്തെ ലൈൻ നോക്കാം. അവസാനത്തെ ലൈനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മീൻ 55 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ അത് എന്തായിരിക്കും? അത് പോപ്പുലേഷന്റെ ആളായിരിക്കണം. അത് പോപ്പുലേഷന്റെ ആളായിരിക്കണം. ഇനി സാമ്പിളിന്റെ അകത്ത് നിന്ന് സാമ്പിൾ 81 ആൾക്കാരുടെ ഒരു സാമ്പിൾ സൈസ് 81 ആൾക്കാരെ നമ്മൾ എടുത്തു. 81 ആൾക്കാരെ നമ്മൾ എടുത്തു. അതിന്റെ മീൻ വാല്യൂ എന്ന് പറയുമ്പോൾ അതെന്താ? എക്സ് ബാർ ആയിരിക്കും, സാമ്പിളിന്റെ മീൻ ആണല്ലോ. സോ അങ്ങനെയാണ് സുമയ്യ നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. സോ ഇനി ഇവിടെ ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും? 2 tailed ടെസ്റ്റ് ആണല്ലോ. സോ എന്തായിരിക്കും? മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z ആൽഫ ബൈ 2 എന്നായിരിക്കും. ആൽഫ കിട്ടിയിട്ട് എന്താണ്? 0.05 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ Z ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്തായിരിക്കും? Z ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.96 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. അതായത് ഈ Z വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യല്ലോ, അപ്പൊ നമുക്ക് Z-ന്റെ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആ കിട്ടുന്ന ഉത്തരം 1.96നെക്കാട്ടും വലുതാണെങ്കിൽ റിജക്ട് ചെയ്യും, ചെറുതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. സോ ഇനി ഇവിടെ എന്ത് കിട്ടും? നമ്മൾ ഇനി Z കാൽക്കുലേറ്റ് ചെയ്യാം. Z ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് 56.2, മ്യൂ എന്ന് പറയുന്നത് 55 ആണ്. സോ 56.2 മൈനസ് 55 ഡിവൈഡഡ് ബൈ നമ്മളെ സിഗ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √32, n എന്ന് വെച്ചാൽ 81. സോ √32 ഡിവൈഡ് ബൈ √81 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 ഡിവൈഡ് ബൈ √32 ഇൻറ്റു √81 മുകളിലേക്ക് കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും? അത് 9 ആണെന്ന് കിട്ടും. √81 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 1.91 എന്നായിട്ടാണ്. 1.91 അത് നോക്കിക്കേ. ഇപ്പം മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താ? 1.91. 1.91 എന്താണ്? 1.96നെക്കാട്ടും ചെറിയൊരു വാല്യൂ അല്ലേ? ചെറിയ വാല്യൂ അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കാം? നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് H0 എന്ന് കിട്ടും. ആക്സെപ്റ്റ് H0 അഥവാ ഡു നോട്ട് റിജക്ട് H0. സോ നമ്മളുടെ ഫൈനൽ ഡിസിഷൻ എന്താ? നമ്മൾ H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. സോ ഇത്രയുള്ള ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രൂട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. ആൽഫ എന്ന് പറഞ്ഞാൽ 0.05 ആണ് തന്നിട്ടുണ്ട്, ബീറ്റ എന്ന് പറഞ്ഞാൽ 0.01 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് എ ടെസ്റ്റ് എന്താണ്? പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബീറ്റ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.01 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 0.99 ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ABCD. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റിജക്ട് H0 when H0 is true. പ്രോബിലിറ്റി ഓഫ് റിജക്ട് H0 when H0 is true. അതേതാണ്? അത് നമ്മളുടെ സിഗ്നിഫിക്കൻസ് ലെവലാണ്. സോ H0 അതായത് പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ അഥവാ സിഗ്നിഫിക്കൻസ് ലെവലാണത്. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് ഇവിടെ ചോദിച്ചാലും നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. ഈ നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റ് H0 when H0 is false. അതേതാണ്? നമ്മൾ ടൈപ്പ് 2 എറർ ആണ്. സോ അതെന്താണ്? പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ അഥവാ ബീറ്റ. സോ അതെന്താണ്? P. ഈ നെക്സ്റ്റ് സിയിൽ എന്താണ്? റിജക്ട് H0 when H0 is false. കറക്റ്റ് ഡിസിഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതെന്താണത്? പവർ ഓഫ് എ ടെസ്റ്റ് ആണ് S. ഇനി ലാസ്റ്റ് റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അറിയാലോ എന്താണ്? അത് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. സോ ഇനി അത്രയുള്ള നമ്മൾ മാച്ച് ദ ഫോളോയിങ്. ഇനി നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് നോക്കാം. ഇവിടെ മീൻ വെയിറ്റ് ഓഫ് എ സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻസ് ഇസ് 52. മീൻ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീൻ വെയിറ്റ് എന്ന് തന്നിട്ടുണ്ട്. സാമ്പിളിലെ 100 കുട്ടികൾ, സാമ്പിൾ സൈസ് 100 ആണ്. അപ്പൊ n എന്താണെന്ന് കിട്ടി? n 100 ആണെന്ന് കിട്ടി. ആ സാമ്പിളിന്റെ സാമ്പിളിന്റെ മീൻ കണ്ടോ?
ആരാണെന്ന് ചോദിച്ചാൽ സുമയ്യ, ശ്രദ്ധിച്ചോ? ലൈൻ നോക്കി, ഈ ലൈൻ ഒന്ന് വായിച്ചേ. ദ മീൻ വെയിറ്റ് ഓഫ് സാമ്പിൾ ഓഫ് 100 സ്റ്റുഡൻറ് ഇസ് 52 kg. സാമ്പിൾ സൈസ് 100 ആ 100 കുട്ടികളുടെ അവരെ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? അത് 52. സോ എക്സ് ബാർ എന്ന് പറയുന്നത് 52 കിട്ടി. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പൊ എന്താണത്? അത് സ്മോൾ ലെറ്റർ എസ് ആണെന്ന് കിട്ടും. അതെന്താണ്? അത് 3 ആണ്. Can it be considered as a sample taken from a normal population having mean greater than 50? അപ്പോൾ ഇവിടെ മ്യൂ എന്താണെന്ന് കിട്ടി? മ്യൂ ഇവിടെ അപ്പോൾ നമുക്ക് H0 എഴുതാം. H0 എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു 50. H1 ഇവിടെ പറഞ്ഞിരിക്കുന്നത് മീൻ ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിലോ, സോ മ്യൂ ഗ്രേറ്റർ ദാൻ 50 ആണ് H1 എന്ന് പറയുന്നത്. സോ ഇത് എന്താണ്? വൺ ടെയിൽ ടെസ്റ്റ് ആണ്. ഇത് എന്താ എക്സാമ്പിൾ ആണ്? ഇത് വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ്. ഇത് വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ്. സോ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു. നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഏത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യുക? ഇവിടെ നമുക്ക് n എന്താണ്? സാമ്പിൾ സൈസ് വലുതാണ്. സോ എന്ത് യൂസ് ചെയ്യാം? Z യൂസ് ചെയ്യാം. Z ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ. എസ് ബൈ റൂട്ട് എൻ എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളെ സിഗ്നിഫിക്കൻസ് ലെവൽ 1% ആണ് തന്നിട്ടുണ്ട്. 1% 0.01 ആണ് ആൽഫ. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ Z ആൽഫ എന്നായിരിക്കും. കാരണം എന്താ? ഇത് വൺ ടെയിൽ ടെസ്റ്റ് ആണ്. വൺ ടെയിൽ ടെസ്റ്റും ആണ്. 0.01 ആണ്. വൺ ടെയിൽ ടെസ്റ്റ് 0.01. നമ്മളെ വാല്യൂ എന്തായിരിക്കും വരാം? സോ 0.01 ആണ്. വൺ ടെയിൽ ടെസ്റ്റ് ആണ്. വാല്യൂ വരുന്നത് 2.33 എന്നായിരിക്കും. ആൻസർ വരുന്നത് എത്ര? 2.33 എന്നായിരിക്കും വരാം. സോ Z ആൽഫന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.33 ആണ്. സോ മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.33 ആണെങ്കിൽ, മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.33 ആണെങ്കിൽ നമ്മൾ എന്താക്കും? നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. സോ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത്. സോ ഇവിടെ എന്ത് കിട്ടും? Z ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് എൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ബാർ 52 ആണ്. 52 മൈനസ് മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50. 50 ഡിവൈഡ് ബൈ 3 ബൈ റൂട്ട് 100. So this is equal to 2 by 3 into 10, that is equal to 6.67 ആണെന്ത് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇവിടെ എന്ത് കിട്ടി? മോഡ് Z എന്ന് പറയുന്നത് 6.67 ആണ്. 2.33 കാട്ടും വലിയ വാല്യൂ ആണ്. ഒരൊറ്റ സംശയം പോലും ഇല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 2.33 ആണ്. ഗ്രേറ്റർ ദാൻ 2.33 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് H0. റിജക്ട് H0. കാരണം എന്താ? നമ്മളെ Z-ന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ നമ്മളെ ടേബിൾ വാല്യൂ ആണ്. യെസ് സുമയ, 2.33 ആണ്. സോ നമ്മൾ ആൻസർ എന്താ വരുന്നത്? യെസ് 6.67 ആണ് Z-ന്റെ വാല്യൂ വരുന്നത്. സോ നമ്മൾ എന്താക്കും? റിജക്ട് H0. ഇതാണ് എന്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന റിജക്ട് H0 എന്നായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 13 ചാപ്റ്റേഴ്സ്. 13 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലെ ഇമ്പോർട്ടൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നാളെ ഇനി 7 മണിക്കാണ് നമ്മൾ ലൈവ് വരുന്നത്. സൂപ്പർ 60 ഫുൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 60 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരിക. അതിൽ നമ്മൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. കുറേ ആൾക്കാർ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് സെറ്റ് ആക്കി വെച്ചോ. ഒന്നിച്ച് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി പോവാം. അതിൽ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നാളെ ആ ക്വസ്റ്റ്യൻസും ബാക്കി പ്രീവിയസ് ഇയർ കാര്യങ്ങളും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം മറക്കണ്ട, നാളെ രാത്രി കൃത്യം 7 മണിക്കാണ് നമുക്ക് ക്ലാസ് വരുന്നത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചേ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം, നാളെ ഇരുന്ന് ഫുള്ളായിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. എന്തൊക്കെയാണ്, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും എടുത്തു വെച്ചോ. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡൗട്ട് വരുന്നെങ്കിൽ അതും എടുത്തു വെച്ചോ. നാളെ 7 മണിക്ക് നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നാളെ രാത്രി ഇനി 7 മണിക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.